നമസ്കാരം. ഫാർമസി ആക്ട് 1948-ന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും കേരള സംസ്ഥാന ഫാർമസി കൗൺസിലിന്റെയും സംഘാടന സമിതിയുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഫാർമസി മേഖലയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായ ഫാർമസി ആക്ട് നടപ്പാക്കിയിട്ട് 74 വർഷം പിന്നിട്ട് 75ാം വയസ്സിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയോടനുബന്ധിച്ച് അന്തർദേശീയ തലത്തിൽ വാക്സിൻ ഉൽപാദന രംഗത്ത് പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരായ ഫാർമസിസ്റ്റുകളെ ആദരിക്കുകയും അതോടൊപ്പം സംസ്ഥാന തലത്തിൽ തൊഴിൽ മേഖലയിൽ മികച്ച സേവനം കാഴ്ചവെച്ച ഫാർമസിസ്റ്റുകൾക്ക് ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡുകളും വിതരണം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിലും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ശാസ്ത്ര സെമിനാറിനും ഏവരെയും ഒരിക്കൽ കൂടി സഹൃദയം സ്വാഗതം ചെയ്യുന്നു. Prayer is not asking. Prayer is putting oneself in the hands of God at His disposition and listening to His voice in the depth of our hearts. I invite Ms. Vaishna, Sandra Jayadilagan, Sri Lakshmi MS and Salma Shukur, the debut College of Pharmacy, for the invocation, and I request all dignitaries and delegates to stand up for the invocation. Pharmacy profession in India is regulated by Pharmacy Act 1948. As you are aware, this act emphasizes on the existence of pharmacy profession in our country, thereby ensuring public health. Once implemented in letter and spirit, this act and its further regulations empowers the pharmacist and provide them with a purpose. Pharmacists
community in this country has been serving the public from the last 74 years since the enactment of this act. Their service has made our country prosper in the field of medicine, development and healthcare. Celebrating 75 years of Pharmacy Act itself is about celebrating the valuable contribution made by pharmacists towards healthcare and public well-being. During this occasion, we are also honoring pharmacists from Kerala who have marked their presence in the international stage for vaccine development. Also, we appreciate the selfless service provided by fellow pharmacists by distributing Best Pharmacist Awards as well. Hence, we request all our fellow stakeholders to be a part of this grand celebration. ഫാർമസി മേഖലയെ നിയന്ത്രിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി 1948 മാർച്ച് 4 ഫാർമസി ആക്ട് നിലവിൽ വന്നു. ഇന്ത്യയിൽ മികച്ച ഫാർമസി വിദ്യാഭ്യാസം ഉണ്ടാകാനും അതുവഴി നിലവാരമുള്ള ഫാർമസിസ്റ്റുകൾ പൊതുജന ആരോഗ്യം കൈകാര്യം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഫാർമസി കൗൺസിൽ ഫാർമസി ആക്ട് പ്രകാരം രൂപീകരിക്കുകയുണ്ടായി. ഇതോടൊപ്പം സംസ്ഥാനങ്ങളിൽ ഫാർമസി പ്രൊഫഷൻ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന ഫാർമസി കൗൺസിലുകൾ രൂപീകരിക്കുകയും ചെയ്തു. രജിസ്ട്രേഡ് ഫാർമസിസ്റ്റുകൾ മാത്രമേ ഔഷധങ്ങളുടെ ഉൽപാദനം മുതൽ വിതരണം വരെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്ട് രൂപീകരിച്ചിട്ടുള്ളത്. Next, Sri O.C. Naveen Chand. He is the current president of Kerala State Pharmacy Council. He is also the elected member from Kerala State Pharmacy Council to the Central Pharmacy Council of India. He is the founder member of Kerala Private Pharmacists Association. He was a state committee member from 1988 and started his pharmacy career in 1985. He is an alumni from JSS College of Pharmacy, Mysore. Now, I consider it a great honor to invite you to deliver the welcome speech. Sir, please. വേദിയിലിരിക്കുന്ന നമ്മുടെ ഉദ്ഘാടക, ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഈ മേഖലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനകം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ മേഖലയിൽ ഓരോ വിഷയവും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് മിനിസ്റ്റർ, അതേപോലെ ഈ ചടങ്ങ് അധ്യക്ഷം വഹിക്കുന്നത് നേരത്തെ നമ്മുടെ അധ്യക്ഷം വഹിക്കാമെന്നേറ്റിരുന്ന നമ്മുടെ തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവർക്ക് ഒരു അടിയന്തര മീറ്റിംഗ് അവിടെ നടക്കുന്നത് കൊണ്ട് വരാൻ കഴിയില്ല എന്നുള്ള അറിയിച്ചതിനെ തുടർന്ന് നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മൾ വിശിഷ്ടാതിഥിയായി നേരത്തെ കണ്ടിരുന്ന ശ്രീമതി ടീച്ചർ അധ്യക്ഷത വഹിക്കും. ടീച്ചറും അതേപോലെ മറ്റുള്ള പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകർ, ഫാർമസിസ്റ്റ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഫാർമസി പ്രൊഫഷനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1948 ഫാർമസി ആക്ട് രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ മേഖലയിൽ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രൊഫഷൻ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഫാം ഡി എന്നുള്ള ഒരു കോഴ്സോടുകൂടി ഈ മേഖലയിൽ മരുന്നിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവും പ്രാപ്തിയുള്ള വിഭാഗം ഫാർമസിസ്റ്റ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ വരെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മരുന്ന് എന്ന് പറയുന്നത് ഒരു അവശ്യ വസ്തുവാണ്. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് ഏറ്റവും അപകട വസ്തുവായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്കൊക്കെ അറിയാം, മരുന്നിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ മാരകമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത്. ഇന്ന് ഉപയോഗിക്കുന്ന മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം
സാധാരണക്കാർക്ക് 100% അജ്ഞതയാണ്. അപ്പോൾ അത് തീർത്തു കൊടുക്കാനുള്ള അതിൻ്റെ സംശയ നിവാരണത്തിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള വിഭാഗമാണ് നമ്മൾ ഫാർമസിസ്റ്റുമാർ. അപ്പോൾ അത്തരത്തിൽ പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്നുള്ള ഒരു ഫാർമസിസ്റ്റിൻ്റെ പരമപ്രധാനമായ കർത്തവ്യം നിറവേറ്റുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പോൾ അതിനുതകുന്ന രീതിയിൽ നേരത്തെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മുടെ കേരളത്തിലെ ഫാർമസി കോളേജ് അധ്യാപകരുടെ സഹായത്തോടു കൂടി ഒരു സിലബസ് തയ്യാറാക്കി പാർട്ട് 1 എന്നുള്ള നിലയിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പാർട്ട് 2 എന്നുള്ള നിലയിലാണ്. അതൊക്കെ നല്ല രീതിയിൽ ഞാനതൊന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല. അത്തരത്തിൽ നമ്മുടെ ഫാർമസിസ്റ്റുമാരെ പഠിപ്പിക്കുക, പേഷ്യൻ്റ് കൗൺസിലിന് പറ്റുന്ന രീതിയിൽ ഒരു ഫാർമസിസ്റ്റിനെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, ഫാർമസിസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും മറ്റും എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും ആ തരത്തിലുള്ള കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുമുള്ള ഒരു പോരായ്മ നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്ര ഫാർമസിസ്റ്റുമാർ 81,000 മേലെ ഫാർമസിസ്റ്റുമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലോ മറ്റ് കമ്മ്യൂണിറ്റി ഫാർമസികളിലും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിൻ്റെ സേവനം ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പം ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയിൽ വളരെയധികം സ്തുത്യർഹമായ കുറേ സേവനങ്ങൾ ചെയ്തിട്ടില്ല. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതൊരു സെൻസേഷൻ ആണ്. മരുന്ന് അല്ലെങ്കിൽ മറ്റുള്ള രോഗം, അതിൻ്റെ പകർച്ചവ്യാധികൾ ഒട്ടനവധി നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല വേൾഡ് തലത്തിൽ തന്നെ മികച്ച ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇത് ഈ അടുത്ത കാലത്താണ് ഇത്രയും വലിയൊരു പുരോഗതി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ അധ്യക്ഷ കൂടിയായിട്ടുള്ള ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായപ്പോഴാണ് ഇതിനൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു അടിത്തറ പാകിയത്. മരുന്നുകൾ സാധാരണക്കാർക്ക് ലഭ്യമാകണം. എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെ ചികിത്സക്കെത്തുന്ന നമ്മുടെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്നുകൾ ലഭ്യമാകണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് KMSCL കേരള മെഡിക്കൽ സെയിൽസ് കോർപ്പറേഷൻ രൂപീകരിച്ചത്. അത് നമ്മുടെ ശ്രീമതി ടീച്ചറുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്ന് പടുത്ത അടിത്തറയിട്ടതിൻ്റെ മേലെയാണ് കഴിഞ്ഞ തവണ നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ശൈല ടീച്ചർ അതിന് കുറേ പ്രവർത്തനങ്ങൾ നടത്തി. നമുക്കറിയാം പകർച്ചവ്യാധികളൊക്കെ വന്നപ്പോൾ കേരളം ഒരു മികച്ച മാതൃകയായി മാറിയിട്ടുണ്ട്. അതിനിങ്ങോട്ട് ഇപ്പം നമ്മുടെ വളരെ കാര്യക്ഷമമായി നമുക്കറിയാം മാധ്യമരംഗത്തൊക്കെ നമ്മളൊക്കെ കണ്ട ഒരു മുഖം വളരെ ക്രിയാത്മകമായി ഇടപെട്ടിട്ടുള്ള മന്ത്രി വീണ ജോർജ് ഇപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. നമ്മുടെ ഈ ഉദ്ഘാടക ശ്രീമതി വീണ ജോർജിനെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യാം. അടുത്തതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മേയറുടെ ഒരു അസാന്നിധ്യത്തിൽ നമ്മുടെ വിശിഷ്ടാതിഥിയായിരുന്ന ശ്രീമതി ടീച്ചർ അധ്യക്ഷ പദം അലങ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ സ്നേഹപൂർവ്വം അവർ സ്വീകരിക്കുകയും അങ്ങനെ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷയായിട്ടുള്ള ടീച്ചറെ പറ്റി പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഇവിടെയൊന്നും പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല. ഏത് സമയം ഫോൺ വിളിച്ചു കഴിഞ്ഞാലും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്ക് പിടിച്ച ഒരു വനിത നമ്മുടെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. രാഷ്ട്രീയ പ്രവർത്തനവും മഹിളാരംഗത്തും ഒക്കെ തന്നെ എവിടെയായാലും ഇടപെടുന്ന, കേരളത്തിലൊക്കെ ഓടി നടന്ന് വളരെ ഊർജ്ജസ്വലമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും ഏത് സമയം ഫോൺ ചെയ്താൽ പോലും ആ ഫോൺ എടുക്കും.
അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുക എന്നുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നേതൃത്വ ഗുണം നമ്മുടെ സിമൽ ടീച്ചർക്കുണ്ട്. അതുമാത്രമല്ല, ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴുള്ള ആ കാഴ്ചപ്പാടാണ് ഇപ്പോഴും നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ തന്നെ, നമുക്ക് തുടർന്ന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ അധ്യക്ഷയാകൂ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. ടീച്ചറെയും ഹാർദമായി സ്വാഗതം ചെയ്യാം. അടുത്തതായി നമുക്കൊരു വിശിഷ്ട അതിഥി എന്നുള്ള നിലയിൽ നേരത്തെ നമ്മുടെ സയൻറ്റിഫിക് സെമിനാർ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റിരുന്ന PCAയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ മോണ്ടു പട്ടേൽ, അദ്ദേഹത്തിന് കുടുംബപരമായിട്ടുള്ള ഒരു അത്യാവശ്യം കാരണം നമുക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നതിൻ്റെ അറിയിച്ചതിനെ തുടർന്നാണ് PCI എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ വെങ്കട്ടരമണ, അദ്ദേഹം ശരിക്ക് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വ്രത അനുഷ്ഠാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ അതിൻ്റെ കൃത്യമായ ഒരു എന്താ പറയുക, ആ കാഴ്ചപ്പാടോടുകൂടി തന്നെ വ്രതം അനുഷ്ഠിക്കുന്ന, ഭക്ഷണത്തിലൊക്കെ തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമ്മൾ ക്ഷണിച്ചപ്പോൾ പെട്ടെന്ന് എത്തുകയും അദ്ദേഹം നമ്മളെ ഈ ചടങ്ങിന് പങ്കെടുക്കാമെന്ന് ഏൽക്കുകയും അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. അടുത്തത് അനീഷ് ചെക്കുങ്കൽ. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അസോസിയേറ്റ് സയൻറ്റിഫിക് സെഷൻ നമ്മുടെ ഈ പുതിയ ആൻറ്റിബയോട്ടിക് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് എന്നുള്ള ഒരു വലിയൊരു പ്രതിഭാസം, ഒരു മാരകമായ പ്രതിഭാസം നമ്മുടെ ലോകത്താകമാനം പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തായിരിക്കണം, ഭാവിയിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഗവേഷണ രംഗത്ത്, അതിൻ്റെ വാക്സിൻ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ മലയാളികൾക്കൊക്കെ അഭിമാനമായിട്ടുള്ള ശ്രീ അനീഷ് സാറിനെ ഹാർദമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തത് ഇതേപോലെ തന്നെയാണ്. നമ്മൾ കൊറോണ കാലത്ത് നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യം, എപ്പോഴാണ് വാക്സിൻ കണ്ടെത്തുക, ഇതിന് പ്രതിവിധി എന്ത് എന്നുള്ളത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ രാവിലെ പത്രം എടുത്തു കഴിഞ്ഞാൽ അല്ലെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പരതിയിരുന്നത് മരുന്ന് കണ്ടുപിടിച്ചോ എന്നുള്ളതാണ്. അത്രമാത്രം നമ്മുടെ രാജ്യത്തെ ഭീതിയിലാഴ്ത്തിയ ആ മാരക വിപത്തിനെതിരെ, വൈറസിനെതിരെ വാക്സിൻ കണ്ടെത്തുന്നതിൽ ഒരു അംഗമായി പ്രവർത്തിച്ച, അത് ശാസ്ത്ര ഗണത്തിൽ പ്രവർത്തിച്ച മോൻസി സാർ ആണ്. അദ്ദേഹവും നേരത്തെ അനീഷ് സാറിനെ സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം ഫാർമസിസ്റ്റാണ്. അതേപോലെ തന്നെ മോൻസി സാർ അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയാണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പേരിൽ ആദരിക്കാൻ തീരുമാനിച്ചത്. കാരണം നമുക്ക് മലയാളികൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന, നമ്മുടെ ഫാർമസിസ്റ്റുമാർക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഇവരെ ആദരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മോൻസി സാറും. സാറിനെയും ആർദ്രമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മുടെ ഈ സന്ദേശം, ഫാർമസി ആക്ട് വജ്ര ജൂബിലി, ഡയമണ്ട് ജൂബിലി ആഘോഷത്തിൻ്റെ സന്ദേശം നമ്മുടെ ഡ്രഗ്സ് കൺട്രോളർ കൂടിയായിട്ടുള്ള ജയൻ സാറാണ്. സാറ് നമ്മുടെ എക്സ് ഓഫീഷ്യോ മെമ്പർ കൂടിയാണ്. അദ്ദേഹമാണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ ചീഫ് അനലിസ്റ്റ് എക്സ് ഓഫീഷ്യോ മെമ്പറാണ് സുധാ മേഡം. മേഡത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് KGOയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ SR മോഹനചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെയും ഹാർദമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് KP സണ്ണി, MA അജിത് കുമാർ, NGO യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്.
അജിത് സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കുള്ള എല്ലാ കാര്യത്തിലും ഒരു മാർഗദർശിയാണ്. നമ്മുടെ എന്ത് പരിപാടി നടത്തുമ്പോഴും കൃത്യമായി ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ഞങ്ങൾക്ക് പകർന്നു തന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. അടുത്തത് KP സണ്ണി, KPPA കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യാം. അടുത്ത KR ദിനേഷ് കുമാർ, PCI മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യാം. ശ്രീ പ്രവീൺ രാജ് R, ജനറൽ സെക്രട്ടറി, KPTF അധ്യാപക സംഘടനയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യാം. അടുത്തതായി ഡോക്ടർ D സുനിൽ കുമാർ, നമ്മുടെ സംഘാടക സമിതി ചെയർമാൻ കൂടിയാണ്. സാറിനെയും ഹാർദമായി സ്വാഗതം ചെയ്യാം. അടുത്തത് ഫാർമസി കൗൺസിൽ മെമ്പർമാരായിട്ടുള്ള ശ്രീ ഗലീലിയോ ജോർജ്, ശ്രീ BJ റിയാസ്, ശ്രീ ബാലകൃഷ്ണൻ C, ശ്രീ അരുൺകുമാർ C, ശ്രീ അനിൽകുമാർ, ശ്രീമതി നിമ്മി അന്നാപ്പോൾ, ഡോക്ടർ പ്രീജ G പിള്ളൈ പ്രിൻസിപ്പൽ, ഡോക്ടർ ഷിജി കുമാർ, ഡോക്ടർ പ്രശോഭ്, ശ്രീ ഷിബു പ്രശാന്ത്, അതേപോലെ ഈ ചടങ്ങിന് നന്ദി പറയുന്ന ശ്രീ അജിത് കിഷോർ, എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേർക്കും, കൂടാതെ ഞങ്ങൾ ഇവിടെ ഒരു ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡ് എന്നുള്ള നിലയിൽ ഇവിടെ നേരത്തെ കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ കോൾ ചെയ്ത ഒരു അവാർഡായിരുന്നു. പക്ഷേ അതിൻ്റെ കൊറോണയുടെ പ്രശ്നം കാരണം നീണ്ടുപോയതാണ്. അതിൽ ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡ് എന്നുള്ള നിലയിൽ നമ്മൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡോക്ടർ ശരത് ചന്ദ്ര ഷേണായിയാണ്. അധ്യാപക മേഖലയിൽ നിന്നുള്ള അവാർഡിന് അർഹതായത്. പിന്നെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ ബെറ്റി മേഡം, അവരാണ് ബെറ്റി മേഡമാണ് സ്വകാര്യ മേഖലയിലെ ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡിന് അർഹരായിട്ടുള്ളത്. ഗവൺമെൻറ് മേഖലയിൽ നിന്നുള്ള ബിജു സാറാണ് അവർ അർഹയായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മികച്ച വാർത്താ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന അച്ചടി മാധ്യമരംഗത്തെ പ്രവർത്തകർക്കും ഞങ്ങൾ അവാർഡ്, ഫാർമസി രംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരുന്നുമായി ബന്ധപ്പെട്ട മികച്ച വാർത്തകൾ പ്രസിദ്ധീകരിച്ച ഈ 2 മേഖലയിൽ നിന്ന് അവാർഡ് അതിനുവേണ്ടി ക്ഷണിക്കുകയും അതിൻ്റെ ഭാഗമായി മാധ്യമ രംഗത്ത് ഏഷ്യാനെറ്റിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ് അവർ, പ്രവീണ മേഡം, അവരെയും സ്വാഗതം ചെയ്യാണ്. അതുപോലെ മാതൃഭൂമിയുടെ നേരത്തെ കൊച്ചി ബ്യൂറോ ചീഫായിരുന്ന രാജശേഖരൻ സാർ, അദ്ദേഹം ഇപ്പം തൃശ്ശൂരാണ്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നേരത്തെ വിട്ടുപോയ നമ്മുടെ കൗൺസിൽ മെമ്പർ കൂടി, എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിട്ടുള്ള നാദിയ, അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീമതി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അധ്യക്ഷപദം സ്വീകരിച്ചുകൊണ്ട് ആദ്യമായി നമ്മുടെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി കൊണ്ട് നിർവഹിക്കുന്നതിന് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഞാൻ സാദരം ക്ഷണിക്കുന്നു.
Srimati Veena George is the current Minister for Health and Family Welfare in the Government of Kerala. She is widely regarded as one of the best women news journalists in the history of Kerala. Veena George is a postgraduate in physics. Prior to joining politics, she has worked with major Malayalam news channels for over 16 years. She was also the first female executive editor among Malayalam news channels. With that note, when darkness comes, let us not condemn the dark, but light a lamp to illuminate. Keeping the note, now I humbly invite Srimati Veena George, Honorable Health Minister of Kerala, for the inauguration and lighting the lamp ceremony. Ma'am, please. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി പി.കെ. ശ്രീമതി ടീച്ചർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഡോക്ടർ എം വെങ്കട്ടരമണ, ശ്രീ ഒ സി നവീൻ ചന്ദ്, ഡോക്ടർ അനീഷ്, മിസ്റ്റർ മോൻസി മാത്യു, ശ്രീ പി എം ജയൻ ഉൾപ്പെടെ ശ്രീ അജിത് കുമാർ, ഡോക്ടർ മോഹനചന്ദ്രൻ, ശ്രീ കെ പി സണ്ണി, ശ്രീമതി സുധാ ടി, ശ്രീ ദിനേഷ് കുമാർ, ശ്രീ പ്രവീൺ, ഡോക്ടർ ഡി സുനിൽകുമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനീയരായിട്ടുള്ള ഏവരുമേ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കൾ, രാജ്യത്ത് ഫാർമസി ആക്ട് നിലവിൽ വന്നിട്ട് 75 വർഷങ്ങളാവുകയാണ്. 1948 ഫാർമസി ആക്ട് നിലവിൽ വന്നത്. ഡയമണ്ട് ജൂബിലിയുടെ ഈ അവസരത്തിൽ ഫാർമസിസ്റ്റുകളുടെ, ഫാർമസി കമ്മ്യൂണിറ്റിക്ക്, സമൂഹത്തിന് 75-ാം വർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ഘട്ടമായി ഇതിനെ കാണേണ്ടതാണ്. ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ രാജ്യത്ത് ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെയും സമീപനങ്ങളുടെയും നയങ്ങളുടെയും ഗതിയിൽ സുപ്രധാനമായിട്ടുള്ള മാറ്റം ഉണ്ടായത് രാജ്യത്ത് ഫാർമസി ആക്ട് നിലവിൽ വന്നതോടുകൂടിയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, ആഗോളതലത്തിൽ തന്നെ ആരോഗ്യ മേഖല പുതിയ പുതിയ വെല്ലുവിളികളെ നേരിടുകയാണ്. ഓരോ ഘട്ടത്തിലും പുതിയ ചാലഞ്ചസ്, വെല്ലുവിളികൾ ആരോഗ്യ മേഖലയ്ക്ക് നേരിടേണ്ടതായി വരുന്നുണ്ട്. മുൻപ് നമുക്ക് പരിചയമുണ്ടായിരുന്നില്ലാത്ത, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വലിയ മഹാമാരിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമങ്ങളാണ് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടു പോരുന്നത്. പൂർണ്ണമായി കോവിഡിൻ്റെ വെല്ലുവിളികൾ ഇപ്പോഴും മാറിയിട്ടില്ല. പുതിയ വേരിയൻറ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, നമ്മുടെ രാജ്യത്ത് തന്നെയും പുതിയൊരു വേരിയൻറ്റ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുസജ്ജമായി, ഒറ്റക്കെട്ടായി എല്ലാവരും ഒരേപോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ആരോഗ്യ മേഖലയുടെ ഈ വെല്ലുവിളിയെ നേരിടുന്നതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എപ്പോഴും ബ്രാൻഡഡാണ്. കേരള ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയ
അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പതിറ്റാണ്ടുകളായുള്ള കേരളത്തിൻ്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു മികവും അംഗീകാരവും നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് കാണേണ്ടതാണ്. ഈ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ടീച്ചറാണ്. കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള ഒരു സങ്കല്പം തന്നെ, ഒരാശയം നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. വട്ടിയൂർക്കാവിലാണ് നമ്മൾ ആദ്യമായിട്ടൊരു മോഡൽ ഹെൽത്ത് സെൻറ്റർ ആ രീതിയിലേക്ക്, ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു പഞ്ചായത്തിന് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം, അതൊരു പോളിസിയാണ് ഈ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അത് ആദ്യമായിട്ട് അത് പ്രായോഗികമായി നമ്മുടെ ഒരു സാഹചര്യത്തിൽ സാധ്യമാണോ എന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ അത് നടത്തി വിജയകരമാണ് എന്ന് ആ രീതിയിൽ ആശയം കൊണ്ടുവന്നത് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, ഞാൻ ശ്രീമതി ടീച്ചറിൻ്റെ കാലഘട്ടത്തിലെ കുറിച്ച് പറഞ്ഞു, തൊട്ട് മുൻപ് ശൈലജ ടീച്ചർ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, ആയുർദൈർഘ്യം കേരളത്തിൽ ഏറ്റവും കൂടുതലാണ്. രാജ്യത്തിൻ്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി കേരളത്തിൽ വളരെ കൂടുതലാണ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, നവജാത ശിശുക്കളുടെ മരണനിരക്ക് കേരളത്തിലാണ് ഏറ്റവും കുറവ്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കേരളത്തിൽ 6 കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ദേശീയ ശരാശരി 27 കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ളതാണ്. ട്രൈബൽ മേഖലയിലേക്ക് വരുമ്പോൾ ദേശീയ ശരാശരി 57 മുകളിലാണ്. മാതൃമരണ നിരക്ക് കേരളത്തിൽ ഏറ്റവും കുറവാണ്. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമങ്ങൾ തുടരുന്നത്. നമ്മുടെ ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ മേഖലയിലെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം രോഗനിർമ്മാർജ്ജനം, രോഗമുക്തി, അതിലൂടെ വ്യക്തികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നാം കാണേണ്ടത് ഔഷധ മേഖല വാസ്തവത്തിൽ വളരെ പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ്. ടീച്ചറിൻ്റെ കാലയളവിൽ KMCL ഇവിടെ ആരംഭിച്ചതിനെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും ഒരു ബഹുഭൂരിപക്ഷത്തോട് സംസാരിക്കുമ്പോഴും നമ്മളൊരു അസുഖം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയി അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ നിന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് അതിൻ്റേതായിട്ടുള്ള ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെയൊക്കെ പലരും പറയും, ഞാൻ മരുന്ന് വാങ്ങിച്ചു, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ആണെങ്കിലും ഏത് മരുന്നല്ല, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൽ നമ്മൾ എത്ര പേര് അത് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളത് പരിശോധിച്ചാൽ അത് പൂർണ്ണമായിട്ട് ആ കോഴ്സ് എടുക്കുന്നവരുടെ എണ്ണം എത്ര ശതമാനമുണ്ട്, നല്ലൊരു ശതമാനവും അങ്ങനെ എടുക്കുന്നില്ല എന്നുള്ളത് കാണാം. അത് ആളുകൾ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാർ കണ്ടിട്ടുള്ളത്. ഇതിലൊരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പേഷ്യൻ്റ് കൗൺസിലിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ അനീഷ് എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം ഒരു മികച്ച രീതിയിൽ നെതർലൻഡ്സിൽ ഗവേഷണം, അവിടുത്തെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗവേഷണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് ഈ മരുന്നുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു എന്നുള്ളത്. അപ്പോൾ സർക്കാർ ഈ മേഖലയെ കാണുന്നത് ഫാർമസിസ്റ്റുകളുമായി ബന്ധപ്പെട്ട്, അതിൽ ഔപചാരികമായ വിദ്യാഭ്യാസം ഫാർമസി മേഖലയിൽ നിന്ന് നേടിയിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ സേവനം നമ്മുടെ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും കൂടുതലായി ഉപയോഗിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായി ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അതൊരു പേഷ്യൻറ്റിൻ്റെ ഒരു റൈറ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ അതെന്തിനു വേണ്ടിയിട്ടാണ്, ഏത്
തലത്തിലാണ് അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക. അത് ഏത് രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിലേറ്റവും ഗുണഫലം ഉണ്ടാവുക തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ അതൊരു രോഗിയുടെ ഒരു റൈറ്റ് കൂടിയാണ് എന്ന് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഒത്തിരി കമ്പോണൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എൻ്റെ പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്നുള്ള ഒറ്റൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളെ ശാസ്ത്രീയമായി കണ്ടുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഔഷധ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കേരളം ഏറ്റവും അധികം മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡ്രഗ്സ് കൺട്രോളർ ശ്രീ ജയൻ അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പോൾ പരമാവധി ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന മരുന്നുകൾക്ക് ഗുണനിലവാരം ഉറപ്പാക്കുക എന്നുള്ളത് അതിന് പരമപ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ളത് ഡ്രഗ്സ് കൺട്രോളർക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. അതവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അതുകൂടാതെ ഈ കാലഘട്ടത്തിൽ കൂടുതലായി അത് സംബന്ധിച്ചിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്നുള്ള ഒരു തീരുമാനം കൂടി സർക്കാരിൻ്റേതായിട്ടുള്ളൊരു നിർദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം കാണേണ്ടത് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഔഷധത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു AMR ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അതിനു വേണ്ടിയിട്ട് AMR ലിറ്ററേറ്റ് സംസ്ഥാനമായിട്ട് രാജ്യത്തിന് ഐക്യരാഷ്ട്രസഭ AMR സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ തന്നെ ആദ്യമായി ഇത് സംബന്ധിച്ചിട്ടൊരു ഗൈഡ് ലൈൻ ഇറക്കി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ ലക്ഷ്യമിടുന്നത് 2023 ആകുമ്പോഴേക്കും AMR ലിറ്ററേറ്റ് സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ പഠനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ വകുപ്പ് AMR ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൽ 2 ദിവസത്തെ ഒരു ദ്വിദിന വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട്. ഈ നവംബർ മാസം 9, 10 തീയതികളിൽ ഇതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പല ആൻറ്റിബയോട്ടിക്സിനോടും നമ്മൾ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു സാധാരണ ആളുകളോട് നമ്മളൊരു പനി വരും, പനി വന്നാൽ സ്വയം പ്രിസ്ക്രിപ്ഷൻ നൽകി സ്വയം ചികിത്സിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത്. എന്താണ്, നമ്മൾ പാരസിറ്റമോൾ വാങ്ങിക്കും, ഇനി അതല്ല എങ്കിൽ ആദ്യം തന്നെ ആൻറ്റിബയോട്ടിക്സ് വാങ്ങിക്കും. തീർത്തും തെറ്റായ കാര്യമാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ ഒരു ശീലമാകേണ്ടതായിട്ടുണ്ട്. അതൊരു ശീലം മാത്രമല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ബോധ്യവും കൂടി നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉപഭോഗത്തിൽ നിന്ന് മാത്രമല്ല, വ്യക്തിപരമായി നമ്മൾ എടുക്കുന്ന മരുന്നുകളുടെ ഉപഭോഗത്തിൽ നിന്ന് മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മളിലേക്ക് പല മരുന്നുകളുടെയും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സുകളിലോട് റെസിസ്റ്റൻ്റ് ആകുന്ന ഒരു സാഹചര്യമാണ്. അത് സസ്യങ്ങളിലൂടെ നമ്മൾ കഴിക്കുന്ന നോൺ വെജ് ആയിട്ടുള്ള മാംസാഹാരത്തിലൂടെ വെള്ളത്തിലൂടെയൊക്കെ ഈ ഒരു മരുന്നുകൾ അല്ലെങ്കിൽ ഇതിനോടുള്ള അതിനെ തുടർന്ന് അതിൻ്റെ ഉപഭോഗത്തിലൂടെ അതിലേക്കുള്ളൊരു പ്രതിരോധം നമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ളത്, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒട്ടേറെ പരിശോധനകളും പരീക്ഷണങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ഏതായാലും 2023 വർഷം കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം AMR ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കൂടുതൽ ജനകീയമായിട്ട് ആ പ്രവർത്തനങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി നമ്മുടെ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള 10 കാര്യങ്ങളിൽ ഒന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് വരുന്നുണ്ട് എന്നുള്ളത് കാണുകയാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഒട്ടേറെ വിദ്യാർത്ഥിനികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു, ഏറ്റവും അധികം മരുന്നുകൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. നമുക്കറിയാം, സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. അത് മെഡിക്കൽ കോളേജുകളിലും DHSന് കീഴിലുള്ള ആശുപത്രികൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരു മാസം നമ്മൾ ഓരോ മെഡിക്കൽ കോളേജുകളിലെയും
നമുക്കൊരു കാഷ്വാലിറ്റിയുടെ ഒരു പീക്ക് അവേഴ്സ്, രാത്രിയിലാണ് എപ്പോഴും കൂടുതൽ ആളുകൾ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത്. മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ സാധാരണഗതിയിൽ ഒരു 450-500 ആളുകളാണ് രാത്രി വരാറുള്ളത്. അതിൻ്റെ ഒരു പീക്ക് അവേഴ്സ് വരുമ്പോൾ രാത്രി ഒരു 8 മണി 9 മണി മുതൽ ഒരു പുലർച്ചെ ഒരു 2 മണി വരെ, ആ സമയത്താണ് കൂടുതൽ. എന്തുകൊണ്ടാണ്? കൂടുതൽ ആക്സിഡൻറ്റ്സ് റോഡുകളിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ആളുകൾ ആ സമയത്താണ് വരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു മാസം ഒരു ദിവസം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെത്തിയ, തിരുവനന്തപുരത്ത് മാത്രം എത്തിയവരുടെ എണ്ണം 987. അതിൻ്റെ ഞാൻ ഈ കണക്ക് പറഞ്ഞതിന് കാരണം നമ്മുടെ ആ ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ DHSനോടും DMAയോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുതിയൊരു കണക്കെടുക്കണം. പുതിയ കണക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എത്ര പേർ OP, എത്ര പേർ IP. കാരണം പലപ്പോഴും മരുന്നുകളുടെ ഇൻറ്റൻറ്റ് ഇപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള 2023-24 സാമ്പത്തിക വർഷം ഏപ്രിൽ ആരംഭിക്കുന്ന മാസത്തിൽ തുടങ്ങി അടുത്ത മാർച്ച് വരെ ഉള്ള മരുന്നുകളുടെ ഇൻറ്റൻറ്റാണ് അത് നൽകപ്പെടുന്നത് ഇപ്പോഴാണ്. 2022 ഒക്ടോബർ മാസത്തിൽ ഇപ്പോൾ നമ്മൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ, ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസൃതമായിട്ടാണ് പലപ്പോഴും അന്നത്തെ മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻറ്റ് നൽകുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാനിത് പറയാൻ കാരണം മരുന്നുകളുടെ ഉപഭോഗത്തിൽ വലിയ വർധനവുണ്ട്. അപ്പോൾ ഭൂരിഭാഗം മരുന്നുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. നമുക്ക് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടേണ്ടതായിട്ടുണ്ട്. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ്, അദ്ദേഹവുമായി ഞാനും മിനിസ്റ്ററും കൂടെ ഒന്നിച്ചിരുന്നു കൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതിന് അടിസ്ഥാനമാകുന്ന റിസർച്ച്, ഗവേഷണം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നാം കാണേണ്ടതാണ്. ഫാർമസി മേഖലയിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നാം കാണണം. നമുക്ക് ഡെവലപ്പ് ചെയ്യണം, നമുക്ക് പുതിയ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ മുന്നിൽ രാജ്യത്ത് തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ നിപ്പ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നമ്മൾ കോവിഡ് ആദ്യമായി കണ്ടെത്തിയത് കേരളത്തിലാണ്. അങ്ങനെ ഇപ്പോൾ സിക്ക വളരെ ഭംഗിയായി നമ്മൾ അത് കണ്ടെയ്ൻ ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ് സിക്ക ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അപ്പം നമ്മുടെ മുന്നിൽ കേരളത്തിൻ്റെ ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെയും പരിശോധനാ സംവിധാനത്തിൻ്റെയും പ്രത്യേകം നമ്മൾ പുതിയ രോഗങ്ങൾ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളിത് കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മങ്കി പോക്സ്, ഇത് അങ്ങനെ ഒരു ആൾ മറ്റൊരു രാജ്യത്തു നിന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഒരു ആരോഗ്യ പ്രവർത്തകർ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പരിശോധനകൾ നടത്തി അത് കണ്ടുപിടിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഔഷധ ഗവേഷണ മേഖലയ്ക്ക് നമ്മൾ വലിയ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിലും തുടക്കത്തിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായി, നമ്മുടെ ഒരു കോളേജെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റേറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിലേക്ക് ഉയർത്തി അതിൻ്റെ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എനിക്കറിയാം നിങ്ങളൊക്കെ ഒരു പ്രതിഭാധനരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ വിഷൻ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയും ആഗ്രഹിക്കുകയുമാണ്. ആ രീതിയിലുള്ള ഈ രംഗത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രയാണത്തെ ഒന്നിച്ച് നമുക്ക് ദീർഘവീക്ഷണത്തോടുള്ള ഇടപെടലുകൾ നടത്താം. നമുക്കൊരു വലിയ കമ്മ്യൂണിറ്റി നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ശ്രീ മുൻസി മാത്യു, അതുപോലെ ശ്രീ അനീഷ്, അവരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ മേഖലയിൽ ബന്ധപ്പെട്ട് മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാം ഇവർക്കൊപ്പം തന്നെ ഒട്ടേറെ ആളുകളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ അവരെല്ലാം നമുക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഘട്ടം ഫാർമസി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ ശ്രീമതി ടീച്ചറിൻ്റെയും വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും സദസ്സിലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഈ ഡയമണ്ട് ജൂബിലിയുടെ സെലിബ്രേറ്റ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Now, it's the time to honor some of our eminent personalities in the pharma sector.
Firstly, Dr. M. Venkataramana. He is the Director of Vagdevi College of Pharmacy, Guntur, Principal and Professor of Azad College of Pharmacy, and also the Executive Committee Member of Pharmacy Council of India. He pursued his B.Pharmacy from SCS College of Pharmacy, Karnataka, M.Pharm in Industrial Pharmacy from Annamalai University, and PhD from Acharya Nagarjuna University, Guntur, Andhra Pradesh. He is also the National Vice President of Association of Pharmaceutical Teachers of India in the South Zone. He has been in the teaching field for about 22 years and have guided PhD and PG students and have about 20 peer-reviewed paper publications. I cordially invite you, sir. Now, on this auspicious occasion, as a token of appreciation, I would like to welcome Srimati Veena George, Honorable Health Minister, to hand over the memento and honor Dr. M. Venkataramana with a ponnada. Sir, please. Ma'am, please. Thank you, sir, and thank you, ma'am. Secondly, Dr. Anish Chakumkal, Associate, Scientific Processing, Strong Analytical Communication and Organization Skills. He acquired solid background in biotech product development with a focus on characterization of active pharmaceutical ingredients and compounded formulations. He is a team player who enjoys working with cross-sectional project teams and easily gets connected with wide variety of people. Some of his key achievements includes PhD from National Institute of Immunology, New Delhi, more than 40 high-impact publications, more than 130 European and US patent applications, out of which 29 are granted, recipient of prestigious research grants. His awards includes Janssen Global Research and Development Award for Outstanding Technical Achievements in the year 2016. He also received Best Outgoing Student Award from Graduating University in 2001. So I am totally privileged to welcome you, sir. Thank you. Finally, Mr. Monsi Matthew, highly specialized clinical trials, pharmacist, Guy's and St. Thomas NHS Foundation Trust. He has worked in the development of a safe and efficacious vaccine development against severe acute respiratory syndrome coronavirus 2. He pursued B.Pharm, PG Diploma in Pharmaceutical Sciences and MSc in Biotechnology. He was employed as Head of Clinical Pharmacy at James Paget University Hospital NHS Trust, Head of Clinical Trials at Buckinghamshire Healthcare NHS Trust, Quality Assurance Pharmacist at Lancashire Teaching Hospitals NHS Foundation Trust, Aseptic Production Lead Pharmacist at Queen Elizabeth Hospital, King's Lynn NHS Foundation Trust. He has many relevant publications in peer-reviewed journals. With equal pleasure, I welcome you, sir. Now in this bright moment, thank you both. From the government sector, I invite Sri Biju CS, Pharmacist, Store Superintendent, General Hospital, Kanjirapalli, Kottayam, to receive the award. From the academic sector, I invite Dr. Sharat Chandran C, Assistant Professor, College of Pharmaceutical Sciences, Government Medical College, Pariyaram, Kannur, to receive the award. From the print media, I invite Sri M.K. Rajashekharan, Madhubhumi, Kochi, to acquire the award.
From the visual media, I invite Srimati P.R. Praveena, Asianet, Thiruvananthapuram to receive the award. Thank you, madam. Congratulations to all the award winners for your achievement. നമ്മുടെ മുൻ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ശ്രീമതി PK ശ്രീമതി ടീച്ചറെ ആദരിക്കുന്ന ചടങ്ങാണ്. സാമൂഹ്യ വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും മന്ത്രി പ്രിയപ്പെട്ട ശ്രീമതി വീണ ജോർജ് അധ്യക്ഷവേദിയിൽ നേരത്തെ സ്വാഗതം ആശംസിക്കുകയും വീണ്ടും നമ്മുടെ ഉദ്ഘാടക പേരെടുത്ത് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്ത ബഹുമാന്യരും പ്രിയങ്കരരുമായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നുമായി എത്തിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരായ ഫാർമസി മേഖലയിൽ പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കുകയും നിയന്ത്രിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഫാർമസി ആക്ട് വന്നതിന് ശേഷമുള്ള ഈ 75 വർഷത്തെ ഓർത്തുകൊണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഇന്നത്തെ ദിവസം ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ എന്നുള്ള നിലയിൽ ആചരിക്കണമെന്ന് തീരുമാനിച്ച് അതിൻ്റെ ഭാഗമായി ഈ വലിയ വളരെ ആവേശകരവും അഭിമാനകരവുമായിട്ടുള്ള ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത്. ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനെ, അതിൻ്റെ നേതൃത്വത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇതുപോലൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. നേരത്തെ നമ്മുടെ ഉദ്ഘാടക കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി സുപ്രധാനമായ ചില വസ്തുതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. വളരെ ചുരുക്കം വാക്കുകളിലാണ് അവർ നിങ്ങളോട് സംസാരിച്ചതെങ്കിലും ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനം നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം ഒക്കെ ലോകത്തെമ്പാടും ഏറ്റവും അധികം ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ് ഫാർമസി മേഖല. മരുന്ന് നിർമ്മാണ രംഗത്ത്, വാക്സിൻ നിർമ്മാണ രംഗത്ത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തെമ്പാടും പലയിടങ്ങളിലും ഏറ്റവും വലിയ ഗവേഷണ നിരീക്ഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തും അതിന് കഴിവുള്ളവരുണ്ട്, പ്രതിഭകളുണ്ട്. കേരളത്തിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഗവേഷണ രംഗത്തേക്ക് കടക്കേണ്ടത് അനിവാര്യമാണ് ഇന്നത്തെ ഈ കാലത്ത് എന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു സ്ഥാപനം, ഗവേഷണ സ്ഥാപനം മരുന്ന് രംഗത്ത്, ഫാർമസി രംഗത്ത് കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞ ആ രൂപത്തിൽ പുതിയ ഒരാശയം അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇതിനു മുൻപ് ആരും ആ രൂപത്തിൽ ഒരു ഗവേഷണ മേഖലയെ സംബന്ധിച്ച് ചിന്തിച്ചതായിട്ട് ഞാൻ 5 കൊല്ലം മന്ത്രിയായിരുന്നപ്പോൾ ആരും അങ്ങനെ ഫയലിൽ കുറിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതേസമയത്ത് കേരളം ആദ്യം രൂപം കൊണ്ട കാലം മുതൽക്ക് മരുന്ന് നിർമ്മാണത്തെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിലെ
KSDP എന്ന് പറയുന്ന വ്യവസായ വകുപ്പിൻ്റെ കീഴിലാണെങ്കിൽ പോലും അത് പൂർണ്ണമായും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഒരു ഫാക്ടറി പൊതുമേഖലയിൽ തുടങ്ങിയത് അങ്ങനെയാണ്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം KSDP എന്ന് പറയുന്ന ആ മരുന്ന് നിർമ്മാണ ഫാക്ടറി ആരോഗ്യവകുപ്പിൻ്റെ ഒരു അടുക്കള ഫാക്ടറി എന്നുള്ള നിലക്കാണ് അത് അറിയപ്പെട്ടിരുന്നത് ആദ്യം. അത് പൂർണ്ണമായും പൂട്ടിപ്പോയി. അന്ന് 2006 ഞങ്ങൾ ആലോചിച്ചപ്പോൾ ആ ഫാക്ടറി ഒന്ന് തുറന്ന് പ്രവർത്തിക്കാൻ എന്താണ് വഴി? അങ്ങനെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി, അന്ന് മന്ത്രിയായിരുന്ന ഇളമരങ്കരിയും ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഞാനും ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കും കൂടി ചേർന്ന് ആലോചിച്ച്, ഒന്നിച്ചിരുന്ന് സെക്രട്ടറിമാരുടെ ഒക്കെ ഇരുന്ന് ആലോചിച്ച് ആ KSDP എന്ന് പറയുന്ന മരുന്ന് നിർമ്മാണ ഫാക്ടറി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരുന്നിൻ്റെ ഉപഭോഗം നടക്കുന്ന ഈ കേരളത്തിൽ ഒരു മരുന്ന് നിർമ്മാണ ഫാക്ടറി എങ്കിലും ഉണ്ടാവണം, അതിനി വീണ്ടും പുനർജീവിപ്പിക്കണം. ഏതായാലും ഒരു കാര്യം എനിക്ക് സന്തോഷമുണ്ട്, അന്ന് നമ്മൾ വീണ്ടും തുടങ്ങി വെച്ച ആ ഫാക്ടറി ഇപ്പോൾ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ ഒരു പിന്തുണയോടുകൂടി വ്യവസായ വകുപ്പ് കുറേ കൂടി മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും കുറേ ഗവേഷണങ്ങൾ, ചെറിയ ചെറിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ചെറിയ ചെറിയ ഗവേഷണങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മരുന്നിൻ്റെ ഉപഭോഗം, അത് ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് എന്ന് പറഞ്ഞ് വെറുതെയാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം രോഗികൾ തന്നെ സ്വയം ഡോക്ടറാവുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. സ്വയം. അതിപ്പോൾ തുടങ്ങിയതല്ല. ഈ മോഡേൺ മെഡിസിൻ്റെ ഒരു കാലം വന്നതോടുകൂടി എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഒരു തലവേദന വന്നാൽ ഉടനെ തന്നെ ഷോപ്പിൽ പോയി, അന്ന് അനാസിൻ എന്നാണ്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ചെറിയ പ്രായക്കാർക്ക് അറിയില്ല, അന്ന് അത് പരസ്യം വരും, അനാസിൻ എന്നാണ് പറയുക. അതിന് ഒരു അനാസിൻ എടുത്ത് കഴിച്ചാൽ മതി. എത്ര നിർദോഷമായിട്ടുള്ള ഉപദേശമാണ് കൊടുക്കുന്നത്. പക്ഷെ എത്ര ദോഷകരവും ദ്രോഹകരവുമായിട്ടുള്ള രീതിയിലാണ് ആ മരുന്ന് ഉപയോഗം മനുഷ്യനിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ആലോചിക്കുക. ഇപ്പോഴും അത് തന്നെ. തലവേദന വന്നാലും അല്ലെങ്കിൽ തൊണ്ടവേദന വന്നാലും ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വന്നാലും ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങി എന്നിട്ട് ഫാർമസിയിൽ പോയി ഫാർമസിസ്റ്റിൻ്റെ ഫാർമസിസ്റ്റ് തരുന്ന മരുന്ന് കഴിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ മരുന്ന് സ്വയം കഴിക്കുന്ന ഒരു സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ കേരളം. ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ആ രൂപത്തിൽ അങ്ങനെ പോകുന്നില്ല. രോഗത്തിൻ്റെ രംഗത്ത് നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ പറയാറുണ്ട് ഡയബറ്റിക്. എന്തുകൊണ്ടാണ് ഡയബറ്റിക് ഇങ്ങനെ കൂടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇത്രയൊന്നും ഡയബറ്റിക് പേഷ്യൻസിനെ കണ്ടിരുന്നില്ല. ഇന്ന് ഡയബറ്റിക് പേഷ്യൻസ് ആണ് ഒരു കുടുംബത്തിൽ 2 പേര്. അവർ മരുന്ന് കഴിക്കുന്നു, അല്ലെ ഇൻസുലിൻ കുത്തിവെക്കുന്നു. അപ്പോൾ ഇത്രയേറെ മരുന്ന് ഉപയോഗിക്കുന്നത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയേറെ മരുന്ന്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അത് നമ്മൾ നോക്കണം. ഇത്രയേറെ മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് എന്തെങ്കിലും രോഗം വരുന്നുണ്ടോ? ക്യാൻസർ കൂടാനുള്ള കാരണം എന്താണ്? ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഈ മരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം വാക്സിൻ, ഇല്ലാത്തൊരു വാക്സിൻ എത്ര വേഗത്തിൽ കണ്ടുപിടിച്ചു. കൊറോണ വന്നു, ആ വൈറസിനെ തുരത്താനുള്ള വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യൻ കണ്ടുപിടിച്ചു, ഇന്ത്യക്കകത്ത് തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിക്കുന്ന ഈ ഗവേഷണ രംഗത്തെ അത്യുന്നത സ്ഥാനത്തെത്തി നിൽക്കുന്ന ഗവേഷകരിൽ പ്രതിഭാധനന്മാരും ധനകളുമായിട്ടുള്ള ആളുകൾ നല്ലൊരു ശതമാനം കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിൽ നിന്നുള്ള നല്ല ബുദ്ധിശാലികൾ അമേരിക്കയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും എല്ലാം ഉണ്ട്. ഇവിടെ നിന്ന് പഠിച്ചു പോയവരാണ്. ഒരു കാലത്ത് D.Pharm മാത്രം മതിയായിരുന്നു, പിന്നെ B.Pharm ആയി. ഞാൻ എൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ M.Pharm കൊണ്ടുവന്നെന്ന് ഞാൻ ഓർക്കുന്നു. M.Pharm ആയി. M.Pharm മാത്രമല്ല,
അക്കാലത്ത് വിദേശത്തൊക്കെ ഫാംഡി എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേരളത്തിൽ അങ്ങനെ ഒരു കോഴ്സില്ല, ഇല്ലാത്തൊരു കോഴ്സിന് ഫീസൊക്കെ എങ്ങനെയാണ് നിർണ്ണയിക്കുക? ഏതായാലും ഗവൺമെൻറ് മേഖലയിൽ അങ്ങനെ തുടങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എളുപ്പത്തിൽ. കാരണം ഇപ്പോൾ ഫാംഡി എംഫാം കഴിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അൽഷിഫ മലപ്പുറത്ത് അതിൽ മാനേജ്മെൻറ്റ് പറഞ്ഞു ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഫീസിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം. കാരണം ഇവിടുന്ന് തൊഴിൽ തേടി വിദേശത്തൊക്കെ പോയാൽ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആലോചിച്ചു, സെക്രട്ടറി എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് കേസ് എന്നുള്ള നിലയിൽ ഈ കോഴ്സ്, അപ്പോൾ ഇതൊരു ഡോക്ടറേറ്റിന് തുല്യമാണ്, 6 വർഷം പഠിക്കണം. അങ്ങനെ 6 വർഷം പഠിക്കണം എന്നുള്ള രീതിയിൽ ഫീസൊക്കെ നിശ്ചയിച്ച്, എനിക്ക് തോന്നുന്നത് അൽഷിഫയിൽ തന്നെയാണ് ആദ്യത്തെ ഫാണ്ടി അല്ലേ ഫാണ്ടി തുടങ്ങിയതെന്നാണ്. അത് കഴിഞ്ഞ് പരിയാരം, അന്ന് കോപ്പറേറ്റീവ് സെക്ടറിലാണ് പരിയാരം, പിന്നെ ഇന്നത്തെ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ഫാംഡി. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഫാംഡി കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറച്ച് നാൾ വരെ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ആ പഠിച്ച കുട്ടികളുടെ അംഗീകാരം നമുക്ക് കൊടുക്കണം. കാരണം അവർ 6 വർഷം പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ്. ആ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ രക്ഷയില്ല. ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് എപ്പോഴും അവർ പരിഹാരത്തുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഇത് ശരിയാക്കി തരണം. 100 കണക്കിന് കുട്ടികളുണ്ട്. അവരാണെങ്കിലോ ഏറ്റവും ഇന്നത്തെ എംഫാം കഴിയുമ്പോൾ കുറച്ച് തീർച്ചയായിട്ടും അതിനോട് PG ആണ്, പക്ഷേ ഇത് ഡോക്ടറേറ്റ് ആണ്. അപ്പോൾ അവരിവിടെ ഉണ്ടെന്ന് അർത്ഥം അല്ലേ? നമ്മുടെ കുട്ടികളിവിടെ ഉണ്ട് എന്നാണ് അതിനർത്ഥം. കാരണം അവർ കൈയടിച്ചത് കൊണ്ട് എന്തായാലും അത് നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ പ്രിയ സഹോദരി അതിൽ ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പഠിച്ചിറങ്ങുന്ന PSC ഇനിയിപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ ചെയർമാനൊക്കെ വന്നതിന് ശേഷം ഈ വിഷയം ഒന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, എന്നിട്ട് ചർച്ച ചെയ്ത് ഇതിനെന്ത് വേണം, അങ്ങനെ PSCയുടെ ഒരു അംഗീകാരത്തോടു കൂടി നമ്മുടെ ഈ മേഖലയിൽ അവർ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് പോവുകയും ചെയ്യും. അതോടൊപ്പം പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ്, ഒരുപക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതുപോലെ ജനകീയ ബന്ധമുള്ള മറ്റൊരു തൊഴിൽ ഈ കേരളത്തിലില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു പറയാം. കാരണം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മരുന്ന് കഴിക്കാത്തവർ എത്ര പേരുണ്ടാവും? ഒരു തവണ എന്തായാലും വയസ്സായാലെങ്കിലും ഒരു തവണയെങ്കിലും മരുന്ന് കഴിക്കേണ്ടി വരുമല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നത് കുറവാണ്. അന്നൊക്കെ ക്യാൻസറും കുറവാണ്. ക്യാൻസർ എനിക്ക് എൻ്റെ വിശ്വാസം, ഒരു പരീക്ഷണവും നിരീക്ഷണവും നടത്തിയിട്ടൊന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, കഴിഞ്ഞ VS ഗവൺമെൻറ് കാലത്താണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോളിസി ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചത്. അങ്ങനെ ഒരു പോളിസി കൊണ്ടുവരാൻ ഒരു കാരണം നമ്മുടെ ആശുപത്രികളിലെല്ലാം വരുന്ന ക്യാൻസർ പേഷ്യൻസിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടാണ്. കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ, ചെറിയ കുഞ്ഞുവാവക്കുൾപ്പെടെ ക്യാൻസർ, മാരകമായ ക്യാൻസർ, അതിന് വലിയ ശക്തിയുള്ള മരുന്ന്. RCCയിലൊക്കെ പോയി കാണുമ്പോൾ ഉണ്ടാകുന്ന വേദന, അപ്പോഴാണ് നമ്മൾ ഈ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ അച്ഛനമ്മമാരുടെ ദുഃഖം ഇനി കാണാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അന്ന് ആ കാലത്തുണ്ടാക്കിയതാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാ ചികിത്സയും ഇന്ത്യക്കകത്ത് കംപ്ലീറ്റ് സൗജന്യമാക്കിയ കാലമായിരുന്നു 2008. എല്ലാ ചികിത്സയും അതിന് മരുന്ന് അവർ തന്നെ കൊടുത്തോണം. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് 50 കൊല്ലം കേരളത്തിൽ സെൻട്രൽ പർച്ചേസിംഗ് സിസ്റ്റം ആയിരുന്നു. ഒരു മുറിക്കകത്തിരിക്കുക, വലിയ കമ്പനികൾ വരിക, ആ കമ്പനികളുമായിട്ട് ബാർഗെയിൻ ചെയ്യുക, എന്നിട്ട് ഉറപ്പിക്കുക. ഇത്രയേറെ കൊള്ള നടക്കുന്ന ഒരു ബിസിനസ് ഈ ഭൂമുഖത്ത് മറ്റൊന്നുമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വെറുതെ ഒരു 25 രൂപയുടെ സാധനം അത് കൊണ്ടുണ്ടാക്കിയത് മരുന്ന് 2500 രൂപക്ക് വിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിപ്പം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വീണെ ശ്രദ്ധിച്ചോളൂ, നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്ന് നമുക്കാണെങ്കിൽ 2000-ന് കിട്ടുന്നത് പുറത്ത് 25,000-30,000 അതിൻ്റെ വില. അതിൻ്റെ യഥാർത്ഥ വില ചിലപ്പോൾ 1000 രൂപയായിരിക്കും.
ഈ 1000 രൂപയുള്ള അത് എനിക്ക് തന്നെ നന്നായിട്ട് ചില ഇഞ്ചക്ഷനൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഫാർമസിയിലുള്ള മരുന്നിൻ്റെ വില എത്രയാണ്? 46. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ കിട്ടുന്നത് എത്രയാണ്? 10 രൂപക്ക്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ, പ്രൈവറ്റ് ആശുപത്രികളിൽ ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഫാർമസി സിസ്റ്റം പ്രൈവറ്റ് ആശുപത്രിയിലാണ്. കാരണം ഓരോ സെക്ഷനിലും അവർക്ക് ഫാർമസിസ്റ്റ് ഉണ്ട്. എന്നാൽ ചുളുവിൽ ഫാർമസിസ്റ്റിൻ്റെ എണ്ണം കുറച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ട്. അത് ശരിയല്ല. ഫാർമസിസ്റ്റുമാരെ കൃത്യമായിട്ട് അതിനൊക്കെ ഇപ്പം നിയമമുണ്ട്. ആ നിയമത്തിനനുസരിച്ച് ആശുപത്രികൾ നടത്തിക്കൊണ്ടു പോകണം. ഫാർമസിസ്റ്റിനെ നിശ്ചയിച്ചിട്ട് രാവും പകലും പണിയെടുപ്പിക്കുന്ന ചില ഉടമസ്ഥന്മാരുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ ഇരുത്തിയിട്ട് അവരെ പറഞ്ഞു വിടും. അപ്പം മരുന്നെടുത്ത് കൊടുക്കുന്നത് ഒരാഴ്ച, 10 ദിവസം, 1 മാസം കൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കിയിട്ട് മരുന്നെടുത്ത് കൊടുത്താൽ മതി. അതൊക്കെ ശരിയായിട്ടുള്ള സമീപനമല്ല, നമ്മൾ മാറ്റേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫാർമസിസ്റ്റ്, പ്രൈവറ്റ് മേഖലയിലുള്ള ഫാർമസിസ്റ്റ് എന്നുള്ള നിലയിൽ സംഘടിതരല്ലാത്തത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു വേതനം സർക്കാർ മേഖലയിൽ ഇതുപോലെ ഒരു തുല്യതയില്ലാത്തൊരു ഇതാണ്. ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ഓരോരുത്തർക്ക് എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ആവശ്യമായ വിധത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ കണ്ട് നിങ്ങൾ ഈ ഫാർമസിസ്റ്റ് മേഖലയിൽ ഒരു ഏകീകൃതമായ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റിനെ ചുരുങ്ങിയത് എത്ര കിട്ടണം? നഴ്സുമാർ അങ്ങനെ നേടിയെടുത്തതല്ലേ അല്ലേ? വെറും 5000 രൂപ പ്രൈവറ്റ് മേഖലയിൽ 5000 രൂപ വാങ്ങിയ നേഴ്സ് ഈ കേരളത്തിൽ നിന്ന് എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും അതിൻ്റെ ബെഡിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഒരു കണക്ക് വെച്ച് തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. 10,000 വരുന്ന കേരളത്തിലെ ഫാർമസിസ്റ്റുമാരുടെ ജീവിതം അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പ്രൈവറ്റ് മേഖലയിൽ കഴിയണമെങ്കിൽ വളരെ ഒരു മനസ്സോടുകൂടി മറ്റ് വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെച്ച് സുസംഘടിതമായി നിന്ന് നിങ്ങൾ പഠിച്ചതിൻ്റെ, നിങ്ങൾ അധ്വാനത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള വേതനം നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ മേഖലയിൽ നമുക്കറിയാം, നേരത്തെ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് സർക്കാർ മേഖല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. എല്ലാവരും കാരുണ്യ ഫാർമസി എന്ന് പറയുമ്പോൾ വളരെ കാരുണ്യ, ആ വാക്ക് എന്താണ്? കാരുണ്യ, ദയാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആ സന്ദർഭത്തിൽ നമ്മൾ തീരുമാനിച്ചത് സർക്കാർ മേഖലയിൽ സൗജന്യമായിട്ട് കിടത്തി ചികിത്സിക്കുന്നവർക്ക് സൗജന്യ ചികിത്സയായിരിക്കണം, മരുന്ന് പുറത്തുനിന്ന് വാങ്ങാനിടയാവരുത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി നോക്കുക, തൊട്ടടുത്ത് HDSൻ്റെ ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു ഫാർമസി ഉണ്ട്. HDS നല്ലോണം അറിയാലോ. അത് പുറത്ത് കിട്ടുന്ന 50 രൂപക്കുള്ള ഒരു ടാബ്ലറ്റിൻ്റെ കുറച്ച് ഒരു 40 രൂപക്ക് എന്ത് കിട്ടും? HDSന് കിട്ടും. അപ്പോൾ രോഗികൾ വിചാരിക്കും പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ ക്യൂ നിന്നായാലും കുറച്ച് മരുന്ന് ഇവിടുന്ന് വാങ്ങാം, കുറച്ച് മരുന്ന് അപ്പുറത്ത് വാങ്ങാം. അതിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് എവിടുന്ന് കിട്ടുന്നത്? ഇപ്പോൾ കാരുണ്യ ഫാർമസി. യഥാർത്ഥത്തിൽ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ 3 മാസത്തേക്ക് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച് വെയർഹൗസ് എന്നുള്ള നിലയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത ആ വെയർഹൗസ് അന്ന് പിന്നത്തെ ഗവൺമെൻറ് വന്നപ്പോൾ അന്നത്തെ അവിടുത്തെ അതോറിറ്റിയോട് ചോദിക്കാതെ ആ വെയർഹൗസാണ് സൗജന്യമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച ആ വെയർഹൗസാണ് ചുരുങ്ങിയ വിലക്ക് കച്ചവടം നടത്താൻ കാരുണ്യ ഫാർമസിയാക്കി മാറ്റിയതെന്ന ദുഃഖം ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. യഥാർത്ഥത്തിൽ ആ മരുന്ന് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൊടുക്കുന്നതാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ലൂടെ വാങ്ങുന്ന മരുന്ന് ഒരു കാരണവശാലും കാരുണ്യയിലേക്ക് കച്ചവടം നടത്താനുള്ളതല്ല. ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇവർക്ക് സൗജന്യമായി കിട്ടുന്ന മരുന്ന് ചുരുങ്ങിയ വിലക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടല്ലോ എന്ന് പേഷ്യൻസ് കരുതി അവിടെ പോയിട്ട് വാങ്ങുകയാണ് ചുരുങ്ങിയ വിലക്ക്. ആരുടെ ഫണ്ട് ആരുതാ? ഏതെങ്കിലും വ്യക്തിയുടേതല്ല, ഗവൺമെന്റിന്റെ പണമാണ്. ഗവൺമെന്റിന്റെ പണം അന്നത്തെ UDF ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി ഞാൻ ഉദ്ഘാടനം ചെയ്ത, ഇവിടെ ഇപ്പം അതിന്റെ അതോറിറ്റി ആരും ഇല്ല, ഫാർമക്കോളജി ഡിപ്പാർട്ട്മെന്റ് അറിയാമോ?
ഞാൻ ഉദ്ഘാടനം ചെയ്ത ആ വെയർ ഹൗസ് 3 മാസത്തേക്കാണ് ഓരോ ജില്ലയിലും. കുറേ പേരുണ്ട് ഇവിടെ. ഓരോ ജില്ലയിലും നമുക്ക് 3 മാസത്തേക്കുള്ള മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കാനാണ്. ഇന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് പകരം ചുരുങ്ങിയ വിലക്ക് കൊടുക്കും. ഇത് കാരുണ്യമാണ്. അപ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണയായി. ഇപ്പം എല്ലാവരും പറയുന്നത് എനിക്ക് കാരുണ്യ ഫാർമസി വേണം, ഞങ്ങൾക്ക് കാരുണ്യ ഫാർമസി വേണം. എന്നാൽ അതിന് പകരം ഈ ആശുപത്രിയിൽ സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കണം എന്ന് പറയുന്നതിന് പകരം 2007 മുതൽ 2011 വരെ ഈ ആശുപത്രിയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ സൗജന്യ മരുന്ന് രോഗികൾക്ക് കിട്ടിയെടുത്താണ് ഈ കാരുണ്യ ഫാർമസി സൗജന്യ നിരക്കിൽ മരുന്ന് കൊടുക്കുന്നത്. ശരിക്കും ആർക്കും അത് മനസ്സിലാവുന്നില്ല. അതാണ് അത്ഭുതം. കാരണം എൻ്റെ ജില്ലയിൽ നിന്നും ആശുപത്രിക്കാർ പറയുന്നു ഞങ്ങളുടെ ജില്ലയിൽ ഞങ്ങളുടെ ആശുപത്രിയോട് വെച്ച് ഒരു കാരുണ്യ ഫാർമസി വേണം. ഞങ്ങൾക്ക് സൗജന്യമായിട്ട് മരുന്ന് വേണമെന്നല്ലേ പറയേണ്ടത്? അല്ലേ? അതല്ലേ പറയേണ്ടത്. അതിന് പകരം ഞങ്ങൾക്കൊരു കാരുണ്യ ഫാർമസി. എന്താ ചെയ്യുക? 5 കൊല്ലം അതങ്ങ് നടന്നു പോയതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ആ ഉദ്ഘാടനം ചെയ്ത ബോർഡ് പോലും അവിടുന്ന് പറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഉള്ള സത്യം ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും കേട്ടോ. അതാണ് സത്യം. ഏതായാലും ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്, നീണ്ട വർഷം കഴിഞ്ഞു പോയില്ലേ, ആദ്യമായിട്ടാണ് ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ എനിക്ക് വളരെയധികം സഹായിച്ച ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഫാർമക്കോളജി. നല്ല രീതിയിൽ അവരെല്ലാം കൂടി ചേർന്നാണ്. ഡ്രഗ്സ് കൺട്രോള് ഇപ്പം മാറിയിട്ടുണ്ടെങ്കിലും അന്നത്തെ ഡ്രഗ്സ് കൺട്രോള് എല്ലാവരും വളരെയധികം സഹായിച്ച് നല്ല ഒരു ഇമേജ് ഉണ്ടാക്കിയതായിരുന്നു. ഒരുപാട് അന്നത്തെ കാലത്ത് തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് ഒരു കാര്യം കൂടി ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എനിക്ക്, കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കുടുംബത്തിലെ മെഡിക്കൽ കമ്പനിയിൽ നിന്ന് മരുന്ന് എടുക്കാനാണ് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത് എന്ന് ചാനലുകളിലൂടെ പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് മീഡിയേറ്റർ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ മൂത്ത സഹോദരിയെ പോലെ കാണുകയാണ്, സോറി, ടീച്ചർക്കോ ടീച്ചറുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് പോലും കാണുന്നില്ല, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. എന്നിട്ട് മീഡിയേറ്ററെ കൊണ്ട് കോടതി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ശിക്ഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല, ശിക്ഷിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഈ മരുന്നുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. നിങ്ങളത് പരസ്യമായിട്ട് പറയണം. പരസ്യമായിട്ട് അങ്ങനെ പത്രസമ്മേളനം വിളിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ചാനലിൽ നിന്ന് സംസാരിക്കുമെന്ന് ഞാൻ പറയാം. ശരി, ആയിക്കോട്ടെ, എനിക്ക് നിങ്ങൾ ദ്രോഹിക്കണമെന്നൊന്നുമില്ല. ഏതായാലും മീഡിയേറ്ററെ വെച്ച്, കോടതിയിലെ മീഡിയേറ്റർ ഉപയോഗിച്ച് വെച്ച് മാപ്പ് ചോദിച്ച കത്തുകൾ അവിടെ കിടക്കുന്നുണ്ട്, അത് നമുക്ക് എടുക്കാം. ഞാൻ പറയുന്നത്, എത്രയോ ആരോപണം ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത് കൊണ്ട് കേട്ട ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, നിങ്ങൾ തെളിയിക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെന്ന്. അതൊക്കെ ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ക്രൂശിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോന്ന് എഴുതി വിടുന്നത് അല്ലേ? നമ്മളെ പ്രവീണ പോയുണ്ടോ? അന്ന് മലയാള മനോരമയിലെ കുട്ടിയാണ് നമ്മുടെ പ്രവീണ എന്നോട് പിന്നെ പറഞ്ഞു, അവിടെ സാന്നിധ്യത്തിൽ പറയണമെന്നാണ്, ടീച്ചറെ നമ്മളെല്ലാം ഭയങ്കരമായി തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പോൾ നമ്മുടെ അവാർഡ് വാങ്ങി കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആ സാരില്ല മോളെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ഉള്ളതാണ്, അതുകൊണ്ട് അതൊന്നും വലിയൊരു കാര്യമായിട്ട് എടുക്കണ്ട. എന്തായാലും സന്തോഷമുണ്ട്, അവൾ കണ്ണൂരൊക്കെ വന്ന് എന്നെ കണ്ടിരുന്നു. ഏതായാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, സഹോദരങ്ങളോട്, കേരളത്തിൽ മരുന്ന് നിർമ്മാണം അത് വേറെയാണ്, അതൊരു വ്യവസായമാണ്, അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കേരളത്തെ ഒരു മാതൃക സ്റ്റേറ്റാക്കി ഈ രംഗത്ത് മാറ്റണം. ചുരുങ്ങിയ മരുന്ന് ഉപയോഗം, അതേസമയത്ത് അത് ബോധവൽക്കരണം നടത്തണം. നമ്മുടെ ഫാർമസി കൗൺസിൽ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. മരുന്നിൻ്റെ ഉപയോഗം കുറക്കുക. ഞാൻ ആ പക്ഷക്കാരിയാണ്, ഞാൻ അതുകൊണ്ട് അധികം മരുന്ന് കഴിക്കില്ല. പറഞ്ഞാലും നോക്കിയിട്ട് ഞാൻ കഴിക്കുള്ളൂ. ഡോക്ടർമാർ പറഞ്ഞാൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മളൊരു പനി വരുമ്പോഴത്തേക്ക് ഡോക്ടർ പോയി കണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ശീലക്കാർ, അതിന് ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തണം. ആ ബോധവൽക്കരണം അതിന് നടത്താൻ ഏറ്റവും പറ്റിയ ആൾക്കാർ നമ്മുടെ ഫാർമസി മേഖലയിലുള്ളവരാണ്. അതിന് ഫാർമസി കൗൺസിൽ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
നിങ്ങളുടെ ഈ ഒരു സെലിബ്രേഷന് എല്ലാ ആശംസകളും നേരുന്നു. നല്ല ഒന്നാന്തരം സംഘടിക്കൂ, ശക്തരാകൂ എന്ന് അവസാനം മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ഇത്രയും നേരം എൻ്റെ ഈ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞത് കേട്ട് ക്ഷമയോടെ മീറ്റിംഗ് ഉണ്ടാവും എനിക്കറിയാം. എനിക്ക് നല്ല അനുഭവമുണ്ട്. കാരണം ആരോഗ്യ വകുപ്പ് മന്ത്രിയായാലും സമയം മാത്രമേ ഇല്ലാണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടാവും, സമയമില്ല. പക്ഷേ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടു. വളരെ നന്നായിട്ട്, വളരെ ഫലപ്രദമായിട്ട് ഇപ്പം കണ്ടില്ലേ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ് ആയി നമ്മുടെ സർക്കാർ ആശുപത്രിയിലാണ്. അതിനെല്ലാം വളരെയധികം മുൻകൈ എടുക്കുകയാണ്. ഈ നേട്ടം നമ്മൾ കാണണം. കോട്ടങ്ങൾ കാണുമ്പോൾ, വിമർശനം ഉന്നയിക്കുമ്പോൾ നേട്ടങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ കൂടി അവതരിപ്പിക്കാൻ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക്, സോഷ്യൽ മീഡിയക്ക്, ചാനലുകൾക്ക്, പത്രമാധ്യമങ്ങൾക്ക് കഴിഞ്ഞാൽ ആരോഗ്യരംഗത്ത് അതൊരു വലിയ നേട്ടമായിരിക്കും. ഏതായാലും ഇത്തരം ഈ ഒരു സന്ദർഭം എനിക്ക് നമ്മുടെ ഫാർമസി കൗൺസിലിൻ്റെ ഭാഗമായി അവർ തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. Thank you, ma'am. Next, for the Diamond Jubilee message, I call upon Mr. P.M. Jain, Drug Controller of Kerala. Sir, please.
ചെയ്ത ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് അവർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഫാർമസിസ്റ്റുകളെ, 1948 ഫാർമസി ആക്ട് നിലവിൽ വന്നതിൻ്റെ 75-ാം വാർഷികം നമ്മുടെ രാജ്യമൊട്ടുക്കും ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് ആസൂത്രണം നൽകിയിരുന്നു. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി നടന്നിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് മാഡം പറഞ്ഞതനുസരിച്ച് കേരളത്തിൽ വിതരണം നടത്തുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നിയന്ത്രിക്കുക, ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു കടമയാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. വകുപ്പിൻ്റെ മേധാവി എന്ന നിലയിൽ അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രവർത്തനം നടത്തുമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്കും സംസ്ഥാനത്തെ ഭരണക്രമത്തിനും ഉറപ്പ് നൽകുകയാണ്. അതേപോലെ തന്നെ ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങൾ ഓരോ ഫാർമസികളുടെയും, നിങ്ങൾ ഓരോരുത്തരും മരുന്നിൻ്റെ ഔഷധ വിതരണ രംഗത്തെ കാര്യങ്ങൾക്കുള്ള ഓരോ പോരാളികളാണ്. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇക്കാര്യം പൂർണ്ണമായി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ വേദി നിങ്ങളുടെ സഹകരണം ലഭിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു അവസരമായിട്ട് എടുക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഫാർമസി ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്തായാലും ഇങ്ങനത്തെ ഒരു ചടങ്ങ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതിനെക്കുറിച്ച് പരാമർശിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ 2023 കൂടി ആൻറ്റിബയോട്ടിക് ലിറ്ററേറ്റ് സ്റ്റേറ്റാക്കി മാറ്റാനാണ് സംസ്ഥാനത്തെ തീരുമാനം. അതിനായിട്ട് വർഷങ്ങളായിട്ട് നീണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിനകത്ത് നമുക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾക്ക് വളരെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിലുള്ള ഒരു പങ്കുണ്ട്. ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ യോഗങ്ങളിലും കേൾക്കുന്ന ഒരു പഴി, കേരളത്തിൽ ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും ഏത് ആൻറ്റിബയോട്ടിക്കും ലഭിക്കും എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിൽ തന്നെയും അതിനെ മുഴുവനായിട്ട് നമുക്കും തള്ളിക്കളയാൻ പറ്റുകയില്ല. പല മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഹോസ്പിറ്റലുകളിൽ നിന്നും ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകുന്നൊരു സാഹചര്യമുണ്ട്. അക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ രജിസ്റ്റേർഡ് ഫാർമസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു മരുന്ന് ഒരു ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ഒരു ആൻറ്റിബയോട്ടിക് നൽകില്ല എന്നുള്ള ഒരു തീരുമാനം ഓരോ ഫാർമസിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. കാര്യം 2022 തുടക്കത്തിലെ കോവിഡിൻ്റെ 2ാം തരംഗത്തിൻ്റെ സമയത്ത് ചില അനൗദ്യോഗിക സംഘടനകളൊക്കെ നടത്തിയ പഠനത്തിൽ അസിത്രോമൈസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ വിൽപ്പന 50% ഉയർന്നു എന്നാണ് കണ്ടിരുന്നത്. അന്ന് നമ്മുടെ വാട്സാപ്പിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം പനി വന്നവരെല്ലാം തന്നെ പാരസെറ്റമോളിൻ്റെ കൂടെ അസിത്രോമൈസിൻ കഴിക്കണമെന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു പ്രചരണം വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ്, കാര്യം മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന് രാഷ്ട്രീയ ഭേദമില്ല, സാമ്പത്തിക ഭേദമില്ല, ജെൻഡർ വ്യത്യാസമില്ല, ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു വിപത്താണ്. പുതിയ ആൻറ്റിബയോട്ടിക്കുകളൊന്നും വർഷങ്ങളായിട്ട് കണ്ടുപിടിക്കുന്നില്ല. അതിൻ്റെ സാഹചര്യത്തിൽ നിലവിലുള്ള ആൻറ്റിബയോട്ടിക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഡോക്ടർമാർക്ക് രോഗികളുടെ രോഗത്തെ ചെറുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ രോഗാണുക്കൾ ആൻറ്റിബയോട്ടിക്കുകൾ റെസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഡോക്ടർമാർക്ക് യാതൊരു പങ്കുമില്ല. രോഗി ഒന്നുകിൽ മരണത്തിലേക്ക് കീഴ്പ്പെടേണ്ടി വരും, അല്ലെങ്കിൽ വളരെയധികം ചികിത്സാ ചെലവ് കൂടി കടക്കാരനായി ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് മാറേണ്ടി വരും. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ ഒക്ടോബർ 2-ാം തീയതി മുതൽ ലഹരിക്കെതിരായി വലിയൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന ചില ആൾക്കാരുടെ എല്ലാം ഒരു ബാഡ്ജ് കണ്ടു, നോ ടു ഡ്രഗ്സ് എന്നുള്ളത്. അക്കാര്യത്തിലും നമ്മൾ ഫാർമസിസ്റ്റുകൾക്ക് വളരെയധികം വലിയൊരു പങ്കുള്ളതാണ്. ഇപ്പോഴും
പല സ്ഥലങ്ങളിലും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്നുകൾ ഇത്തരം ഉപയോഗിക്കാവുന്ന ആൻറ്റി ഡിപ്രസൻറ്റോ അല്ലെങ്കിൽ ആൻസിയോലറ്റിക്സോ ആയ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകുന്നു എന്നുള്ള ഒരു പരാതിയുണ്ട്, പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ പലരും ചിലർ ഘട്ടം കടന്നു പോയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് സർക്കാർ ആശുപത്രികളിലെയോ സ്വകാര്യ ഹോസ്പിറ്റലുകളിലെയോ പ്രിസ്ക്രിപ്ഷൻ തന്നെ വ്യാജമായി, പ്രിസ്ക്രിപ്ഷനും ഡോക്ടറുടെ സീൽ പോലും വ്യാജമായി ഉണ്ടാക്കി മരുന്ന് വാങ്ങിക്കുന്ന ചില സംഘടനകളുണ്ടെന്നാണ്, സംഘങ്ങൾ സക്രിയമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അത്തരം പ്രിസ്ക്രിപ്ഷൻ ഡിസ്പെൻസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പോലീസിനെയോ എക്സൈസിനെയോ അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിനെയോ അറിയിക്കുക ഇത്തരം എന്തെങ്കിലും ഗ്രൂപ്പുകളുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ ഒരു പുതിയ തലമുറയ്ക്ക് ഈ മയക്കുമരുന്നിൻ്റെ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാവർക്കും ഉള്ള ഒരു പങ്കുണ്ട്. ഇനി ഞാൻ എന്നിൽ കർത്തവ്യമായിട്ടുള്ള കടമയിലേക്ക് കടക്കുകയാണ്. 1948 മാർച്ച് 4 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ലെജിസ്ലേറ്റീവ് പാസാക്കിയ ഫാർമസി ബിൽ ഗവർണർ ജനറൽ അംഗീകരിക്കുകയും 1948 ഫാർമസി ആക്റ്റായി സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിലെ ഫാർമസി പ്രൊഫഷന് വ്യക്തമായ ഘടന ഉണ്ടായി. ഈ ഫാർമസി ആക്ടിൻ്റെ ആമുഖം ഫാർമസി പ്രൊഫഷനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നിയമം ആണിത്. ഇതേ നിയമം ഫാർമസി പ്രൊഫഷനും പ്രാക്ടീസും നിയന്ത്രിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അതിനായി കേന്ദ്ര സംസ്ഥാന ഫാർമസി കൗൺസിലുകൾ രൂപീകരിക്കുന്നതിനും മെച്ചപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനും ഉചിതമായിരിക്കും. മേൽപ്പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ക്രമപ്രകാരമുള്ള ഗുണമേന്മയുള്ള ഫാർമസി വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നും അതുവഴി നിലവാരമുള്ള ഫാർമസിസ്റ്റുകൾ പൊതുജനാരോഗ്യം കൈകാര്യം ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ 4/3/1948 ഫാർമസി ആക്ടിലെ സെക്ഷൻ 3 പ്രകാരം കേന്ദ്രം ഫാർമസി കൗൺസിൽ രൂപീകരിച്ചു. സംസ്ഥാനങ്ങളിൽ ഫാർമസിസ്റ്റുകൾക്ക് രജിസ്ട്രേഷൻ നൽകുവാനും ഫാർമസി പ്രൊഫഷൻ നിയന്ത്രിക്കുന്നതിനും വേണ്ടി സംസ്ഥാന ഫാർമസി കൗൺസിലുകൾ അതാത് സംസ്ഥാനങ്ങളിൽ ഫാർമസി ആക്ട് 19 പ്രകാരം അതാത് സംസ്ഥാന സർക്കാരുകൾ രൂപീകരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് 1963 ഫാർമസി കൗൺസിൽ ട്രൈബ്യൂണൽ ആയി പ്രവർത്തനം ആരംഭിച്ചു. 1965 സംസ്ഥാന സർക്കാർ ഫാർമസി ആക്ടിലെ സെക്ഷൻ 15 പ്രകാരം കേരള സംസ്ഥാന ഫാർമസി കൗൺസിലിനെ രൂപീകരിച്ചു. മരുന്നുകളുടെ കാര്യത്തിൽ യോഗ്യതയുള്ളതും രജിസ്റ്റർ ചെയ്തതുമായ ഫാർമസിസ്റ്റിൻ്റെ സേവനം പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നെന്ന തിരിച്ചറിവാണ് ഫാർമസി ആക്ട് 1948 നടപ്പാക്കുന്നതിലൂടെ സാധിച്ചത്. 1927 1947 ഇടയിൽ 22 വർഷങ്ങൾക്കിടയിൽ അശ്രാന്ത പരിശ്രമങ്ങൾക്കും വ്യവഹാരങ്ങളും നടത്തി 1948 ഫാർമസി ആക്ട് പ്രഖ്യാപിക്കുന്നതിലേക്കായി ചില ഫാർമസി നേതാക്കന്മാരുടെയും ഫാർമസി രംഗത്ത് പ്രവർത്തിച്ച സംഘടനകളുടെയും കഠിനാധ്വാനം ഒരിക്കലും ഒരു ഫാർമസിസ്റ്റിനും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾ മാത്രമേ ഔഷധങ്ങൾ സംയോജനം മുതൽ വിതരണം വരെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂവെന്ന ഉദ്ദേശത്തോടെ രൂപീകരിച്ച ഈ നിയമത്തിൽ കാലാനുസൃതമായി കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും ഉണ്ടായിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചില അമെൻമെൻറ്റ്സ് 1948 തന്നെ ഫാർമസി ആക്ടിലെ വിവിധ സെക്ഷനുകളുടെ അമെൻമെൻറ്റ് നടക്കുകയുണ്ടായി. 1958 മുതൽ 1975 വരെയുള്ള കാലഘട്ടത്ത് പല അമെൻമെൻറ്റുകൾ ഈ ആക്ടിൽ നടപ്പാക്കുകയുണ്ടായി. 1958 അമെൻമെൻറ്റിൽ 5 വർഷം കമ്പൗണ്ടിങ്ങിൽ പരിചയമുള്ള ആൾക്ക് രജിസ്ട്രേഷൻ നൽകാമെന്ന് തീരുമാനിച്ചു. 1900 അമെൻമെൻറ്റിൽ 1962 മുമ്പ് കമ്പൗണ്ടിംഗ് വ്യവസ്ഥയിൽ ഉള്ള ആൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ നൽകാമെന്ന വ്യവസ്ഥ മാറ്റി പകരം ഫാർമസിസ്റ്റായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഡിപ്ലോമ ഇൻ ഫാർമസിയോ ഡിഗ്രി ഇൻ ഫാർമസിയോ വേണമെന്നാക്കി. ഫാർമസി ആക്ട് 1948 അമെൻമെൻറ്റ് സ്വാതന്ത്ര്യ സമരാനന്തര വിഭജനം കാരണം ബുദ്ധിമുട്ടിലായ ഫാർമസിസ്റ്റുകളെ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കുന്നതിനെ കുറിച്ചായിരുന്നു. 1900 അമെൻമെൻറ്റ് സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ തുടർന്ന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിരുന്നു. 1958 1975 ഇടയിൽ നടന്ന പ്രധാനപ്പെട്ട ഫാർമസി ആക്ട് അമെൻമെൻറ്റുകൾ താഴെ പറയുന്നതാണ്.
1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം 1969 ഡിസംബർ 31 മുമ്പ് അംഗീകൃത ക്വാളിഫൈഡ് പേഴ്സണായി അംഗീകാരം ലഭിച്ചവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ നൽകുകയുള്ളൂ. 1971 മാർച്ച് 25 മുമ്പും 1957 ഏപ്രിൽ 14 ശേഷവും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ നിലവിൽ വന്നു. ബർമ്മ, ശ്രീലങ്ക, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥിയായി വന്നവരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളും ഇതിൽ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ റെഗുലേഷൻ ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന ശേഷം സംസ്ഥാന ഫാർമസി കൗൺസിലുകളിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ. ഏതായാലും ഫാർമസി ആക്ട് 1948 നിരവധി വന്നതിന് ശേഷം കേന്ദ്ര സംസ്ഥാന ഫാർമസി കൗൺസിലുകൾ രൂപീകരിച്ചു. ഇതിനെ തുടർന്ന് ഫാർമസി വിദ്യാഭ്യാസ രംഗത്തും ഫാർമസി റെഗുലേറ്ററി മേഖലയിലും പുരോഗതി കൊണ്ടുവരാൻ സാധിച്ചു. ഫാർമസിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർ ഈ മേഖല കൈകാര്യം ചെയ്തു തുടങ്ങിയതോടെ ഫാർമസിയിലെ തൊഴിൽ മേഖലയിൽ കാര്യമായ പുരോഗതികൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. ഈ മേഖലയുടെ ആരോഗ്യ പരിപാലന രംഗത്തെ പുരോഗതിയുടെ പ്രസക്തിയെയും അധികാരികളെയും സമൂഹത്തിനെയും ബോധ്യപ്പെടുത്തുക, ഫാർമസി വിദ്യാർത്ഥികൾക്കും ഫാർമസിസ്റ്റുകൾക്കും അറിവും ദിശാബോധവും പ്രചോദനവും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ആരോഗ്യ പരിപാലന മേഖലയിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഫാർമസി മേഖലയുടെ അടിസ്ഥാന ശിലയായി പ്രവർത്തിക്കുന്ന ഫാർമസി ആക്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും പ്രാധാന്യവും ഉൾക്കൊണ്ട് ഫാർമസിസ്റ്റുകൾ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ഈ ഫാർമസി ആക്ടിൻ്റെ വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് ബഹുമാന്യയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മാഡം, വിശിഷ്ട അതിഥിയായി എത്തി അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി പി കെ ശ്രീമതി ടീച്ചർ അവർ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ എം വെങ്കട്ടരമണ സർ, കെ എസ് പി സിയുടെ പ്രസിഡൻറ്റ് ശ്രീ ഒ സി നവീൻചന്ദ് സർ, വൈസ് പ്രസിഡൻറ്റ് സതീശൻ സർ, സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോളർ ശ്രീ പി എം ജയൻ സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഫാർമസി കൗൺസിൽ ഓഫ് ഫാർമസി ആക്ടിൻ്റെ വജ്രജൂബിലി ആഘോഷമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1948 ഫാർമസി പ്രൊഫഷനെ നിയമപരമായി നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ ആക്ടിൻ്റെ 74 വർഷം പിന്നിട്ടിരിക്കുകയാണ് ആക്ട്. ഔഷധ ഉപയോഗം ഫലപ്രദമായി എത്തിച്ചേരണമെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതുപോലെ തന്നെ ഫാർമസി ആക്ടിൻ്റെ നിയമം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ഓരോ ഫാർമസിസ്റ്റിൻ്റെയും ചുമതലയും ആണ്. മരുന്നുകളുടെ നിർമ്മാണം, അവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, അത് ഫലപ്രദമായി ആവശ്യക്കാരായ രോഗികൾക്ക് കൃത്യസമയത്ത് കൃത്യ അളവിൽ നൽകുക, അവയുടെ ഉപയോഗക്രമം ശാസ്ത്രീയപരമായി തന്നെ അവർക്ക് ഉപദേശിക്കുക, പാർശ്വഫലങ്ങളെക്കുറിച്ച് വിലയിരുത്തുക എന്ന് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഫാർമസിസ്റ്റുകൾക്കുള്ളത്. മരുന്നുകളുടെ ദുരുപയോഗം അധികരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരാഘോഷം നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഫാർമസി ആക്ടിൻ്റെ അത്യാവശ്യവും ഒക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിൽ ഇത്തരമൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് എല്ലാ മാന്യ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഫാർമസി ആക്ട് 1948 വജ്രജൂബിലി ആഘോഷത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. നൗ സഹോദരി സഹോദരന്മാരെ,
ഫാർമസി ആക്ടിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ എടുത്ത തീരുമാനം തികച്ചും അഭിനന്ദനാർഹമാണ്. ഇന്ന് അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം എന്ന നിലയിലാണ് ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നത്. ഫാർമസി ആക്ട് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇവിടെ സന്ദേശം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ കൺട്രോളർ അതിൻ്റെ ചരിത്രവും നാൾ വഴിയുമൊക്കെ പരാമർശിച്ചു. തീർച്ചയായും ഒരാക്ട് വന്നു, അതിൻ്റെ 75 വർഷം പൂർത്തിയായി എന്നത് കേവലമായ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമായി അല്ല ഫാർമസി കൗൺസിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് നാം കരുതുന്നത്. ആക്ട് 1948 വന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും അമെൻമെൻറ്റ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനൊരു ആക്ടുണ്ട്, ആ ആക്ട് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നതിനെ ഒന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു 75-ാം വർഷം എന്ന നിലയിൽ അതിനെ സംബന്ധിച്ചൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും നാം നടത്തേണ്ട ഇടപെടലുകളും ഒക്കെ ആ ദിശയിലുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മളെ കടത്തുന്നതിന് കൂടി ഈ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ്റെ ഭാഗമായി നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഫാർമസി കൗൺസിൽ ഇങ്ങനെ അതിൻ്റെ ഒരു സെലിബ്രേഷൻ സംഘടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും അതിനുശേഷം ശ്രീമതി ടീച്ചറുമൊക്കെ ഈ മേഖലയിൽ നിൽക്കുന്ന ചില പ്രയാസങ്ങളെ സംബന്ധിച്ചും നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്ത് കേരള മോഡൽ വികസനം എന്ന കാര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരമൊരു ആശയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ കേരള മോഡൽ വികസനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റാണ് ആരോഗ്യരംഗത്ത് നാം കൈവരിച്ചിട്ടുള്ള വളർച്ച, നേട്ടങ്ങൾ. അങ്ങനെ ആരോഗ്യരംഗത്തുണ്ടായ നേട്ടങ്ങളെല്ലാം ഉയർത്തി കാണിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സമീപ ദിവസങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ആ മോഡൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ഇനിയും നമുക്ക് ആരോഗ്യരംഗത്ത് ഏറെ മുന്നോട്ട് പോകാനുണ്ട്. വിമർശനപരമായി പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്, തിരുത്തപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്നത് ഔഷധ രംഗത്തെ സംബന്ധിച്ച് അവിടെ അതിൻ്റെ ആ മേഖലയിൽ വരുത്തേണ്ട ഗവേഷണത്തെക്കുറിച്ച്, ആ മേഖലയിലെ മരുന്നിൻ്റെ ഉപയോഗ രീതിയെക്കുറിച്ച്, ദുരുപയോഗത്തിൻ്റെ സാധ്യതകളെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും ഒക്കെ നാം ഒരു പുതിയ സംസ്കാരവും കൂടി രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഒരു ഔഷധ സംസ്കാരം, ഒരു ഔഷധ സാക്ഷരത എല്ലാം വളർത്തിക്കൊണ്ടുവന്ന് ആ മേഖലയിൽ വരുത്തിയെടുക്കേണ്ട ഒരു സംസ്കാരത്തിന് കേരളത്തിൻ്റെ ആരോഗ്യ മോഡലിൽ ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട്. ആ പങ്ക് നിർവഹിക്കുന്നതിൽ നമ്മുടെ ഫാർമസിസ്റ്റുമാർക്ക് വലിയ പങ്ക് തന്നെയാണ്, വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു 80,000-ലധികം ഫാർമസിസ്റ്റുമാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചത് 80,000 അല്ല, അതിൽ കൂടുതൽ വരും. ഇപ്പോൾ ഉള്ള ആളുകളുടെ എല്ലാം രജിസ്ട്രേഷൻ അതിൻ്റെ നടപടി പൂർത്തീകരിക്കുമ്പോൾ 1,00,000-ത്തോളം ആളുകൾ വരും എന്ന് സൂചിപ്പിച്ചു. ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ ആളുകളും ഈ സേവന രംഗത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടാവില്ല. എല്ലാ ആളുകളും സേവന രംഗത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ കേരളത്തിൽ മാത്രമല്ല മറ്റു പല സ്റ്റേറ്റുകളിലും വിദേശത്തുമൊക്കെ അവരുടെ സേവനം ഉണ്ടാവും. എങ്കിലും ലഭ്യമായ കണക്ക് വെച്ചാൽ കേരളത്തിൽ 1,000 ജനസംഖ്യയ്ക്ക് 2 ഫാർമസിസ്റ്റിൻ്റെ സേവനമെങ്കിലും ഉണ്ട് എന്നത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട എണ്ണം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആ മാൻ പവറിനെ ഉപയോഗപ്പെടുത്തി നമുക്കെങ്ങനെ ഔഷധ രംഗത്ത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് പരിശ്രമിക്കാം എന്നതുകൂടി ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാലഘട്ടമാണ്. ഔഷധ മേഖല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരോഗ്യരംഗം, ചികിത്സ നൽകുക, രോഗനിർണയം നടത്തുക, ശുശ്രൂഷ നടത്തുക, മരുന്ന് കൊടുക്കുക, ഇതിനെല്ലാം വലിയ മാനവിക മൂല്യമുണ്ട്. അതുകൊണ്ട് ഔഷധ രംഗത്ത് കൈകാര്യം ചെയ്യുന്ന എല്ലാ ജോലിക്കും മാനവിക മൂല്യങ്ങൾ വലിയ പ്രാധാന്യമുണ്ട്. അതിൻ്റേതായ ദർശനമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മറുവശവുമുണ്ട്. ഈ മേഖലയിലെ കമ്പോള താല്പര്യവും മാനവിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന അതേ ഭാഗത്ത് തന്നെ
ഈ മേഖലയിലെ കമ്പോള താല്പര്യവും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് കമ്പോള താല്പര്യത്തിന് വിധേയമാവാതെ നമ്മുടെ സമൂഹത്തെ മാറ്റാൻ കഴിയണമെങ്കിൽ വളരെ ശക്തമായ നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണ്. സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. അതിന് പര്യാപ്തമാവുന്ന രൂപത്തിൽ സമൂഹത്തെയും വളർത്തിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വളർത്തിയെടുക്കാൻ ഇവിടെ ഔഷധവുമായി ബന്ധപ്പെട്ട് പേഷ്യൻ്റ് കൗൺസിലിംഗ് നടത്താൻ ഏറ്റവും പ്രാപ്തമായ ആളുകൾ, എല്ലാ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ ഫാർമസിസ്റ്റുമാർ തന്നെ എന്ന് സൂചിപ്പിച്ചു. അങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് പൂർണ്ണമായും ഒരു കൗൺസിലിംഗ് നടത്താൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നടത്താൻ കഴിയുന്നില്ല എന്നതിൻ്റെ പോരായ്മ എങ്ങനെ നമുക്ക് പരിഹരിക്കാം? ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട ആശയമാണ്. അതിന് സ്വകാര്യ ആശുപത്രികളിൽ എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തണം, സർക്കാർ ആശുപത്രികളിൽ എങ്ങനെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തണം, ജനങ്ങളെ ഔഷധ സാക്ഷരരാക്കുന്നതിന് എന്തെല്ലാം ഗവൺമെൻറ് നയം സ്വീകരിക്കണം, ഫാർമസി കൗൺസിലിൻ്റെ ഭാഗമായി എന്തെല്ലാം ഇടപെടൽ നടത്താൻ കഴിയും, ഇതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച നടത്തണം. ദൗർഭാഗ്യവശാൽ നേരത്തെ ഇവിടെ ശ്രീമതി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്ന് കഴിക്കുന്നവരാണ് മലയാളികൾ എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കുന്നവരാണ്. എൻ്റെ വീട്ടിൽ ഉദാഹരണം പറയാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭാര്യയോട് നമ്മുടെ തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചോ, വെറും വയറ്റിൽ കഴിക്കണമല്ലോ, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം, തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചോ എന്ന് ചോദിക്കും. ഭക്ഷണം കഴിഞ്ഞാൽ ഉള്ള ഗുളിക, ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക, യഥാർത്ഥത്തിൽ മരുന്ന് കഴിക്കുന്നതിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടാണ് ആഹാരത്തെ കൂടി നിർണ്ണയിച്ചിട്ടുള്ളത്. ആഹാരം കഴിക്കുന്നത് മരുന്ന് എപ്പോൾ കഴിക്കുന്നു എന്നതിനെ ആസ്പദമാക്കി മാറിയിരിക്കുന്നു. ആഹാരം കഴിച്ച് ജീവൻ നിലനിർത്തുന്ന സ്ഥിതിയിൽ നിന്ന് മാറി മരുന്ന് കഴിച്ച് ജീവൻ നിലനിർത്താനും ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇടവേള കണക്കാക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിലേക്കും മാറിയിരിക്കുന്ന ഒരു സംസ്കാരം മലയാളിക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് ഗൗരവമേറിയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത് രാത്രി കിടക്കുന്നത്, നാളെ എഴുന്നേൽക്കാൻ മരുന്ന് കഴിക്കണം, രാത്രിയിൽ ഉറങ്ങാൻ മരുന്ന് കഴിക്കണം, രാവിലെ എഴുന്നേറ്റ് ജോലിയിൽ പ്രവേശിക്കാൻ കഴിക്കണം, ആഹാരം കഴിക്കാൻ മരുന്ന് കഴിക്കണം, വെള്ളം കുടിക്കാൻ മരുന്ന് കഴിക്കണം, എല്ലാത്തിനും മരുന്ന് കഴിക്കണം. അങ്ങനെ മരുന്നിൽ മാത്രമായി ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തെയും കെട്ടിയിടുന്ന നിലയിലേക്ക് വരുന്നത് അത് നല്ല ആരോഗ്യശീലമായി, ഉയർന്ന ആരോഗ്യ നിലവാരമായി ഒരിക്കലും അളക്കാൻ കഴിയില്ല. ഇതൊന്നുമില്ലാതെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും എന്നതിലേക്ക് കൂടി വരേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശീലത്തിലേക്കും സാഹചര്യത്തിലേക്കും വരുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിൽ, പ്രതിരോധിക്കുന്നതിൽ വളരെ നിർണായകമായ കാര്യങ്ങളാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ വിലയിരുത്തുമ്പോൾ അത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായ ഔഷധ ഉപഭോഗ ശീലങ്ങൾ എവിടെയെങ്കിലും പ്രശ്നങ്ങളാവുന്നുണ്ടോ എന്നത് വളരെ ഗൗരവമേറിയ പ്രശ്നം തന്നെയാണ്. അതുകൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമാവണം നമ്മുടെ ഭാവിയിൽ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ. തീർച്ചയായും ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ആ നിലയിൽ ജനങ്ങളെ ഔഷധ സാക്ഷരരാക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നിങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസം, ഇവിടെ നേരത്തെ ടീച്ചർ പറഞ്ഞപ്പോൾ ഉയർന്ന ഖരഘോഷം കൃത്യമായി ഫാം ഡി ഉള്ളവരും എംഫാം ഉള്ളവരും ആ നിലയിൽ ഉന്നത വിദ്യാഭ്യാസം ഈ മേഖലയിൽ നടത്തുന്നവരാണ്, ഗവേഷകരാണ്. ആ ഗവേഷണവും പഠനവും ഒക്കെ ഈ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് കഴിയുന്ന രൂപത്തിൽ ഇന്ന് സമൂഹത്തിൽ ഈ മേഖലയിൽ നിൽക്കുന്ന ദൗർബല്യങ്ങളെ പരിഹരിക്കുന്നതിനെല്ലാം നമ്മുടെ ശേഷിയെ, നമ്മുടെ അറിവിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അങ്ങനെ അറിവിനെ ഉപയോഗപ്പെടുത്താൻ പര്യാപ്തമാവുന്ന രൂപത്തിലുള്ള പഠന പ്രക്രിയകൾ ഉണ്ടാവണം, പരിശീലന പരിപാടികൾ ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായ ജോലി സ്വഭാവങ്ങൾ, അതിൻ്റെ ഭാഗമായി ജോലി ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ ഭാഗമായി നിശ്ചയിക്കണം. ജനങ്ങളുടെ ഇടയിൽ അതിൻ്റെ ആശയം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അത് നിങ്ങൾ മാത്രം നടത്തണമെന്നതല്ല, ഇവിടെ വന്ന വിദ്യാർത്ഥികൾ നടത്തണമെന്ന് ഞാൻ ആ അർത്ഥത്തിലല്ല ഞാൻ ഇത് കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളെ ഉൾപ്പെടെ ഈ മേഖലയിലുള്ള ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന ഈ മേഖലയിൽ ജ്ഞാനമുള്ള, ഈ കാര്യത്തിൽ ഇടപെടാൻ ശേഷിയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, അവരിൽ മാത്രം ഒതുങ്ങാതെ അവരെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലാകെ ഇതിൻ്റെ ആശയം എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഫാർമസി കൗൺസിലിൻ്റെയും സർക്കാരിൻ്റെയും മറ്റ് വിവിധ ഏജൻസികളുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാവണം എന്നത് ഈ ഫാർമസി ആക്ടിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുമ്പോൾ തീർച്ചയായും
തീർച്ചയായും ആ ദിശയിലുള്ള ഒരു മാറ്റത്തിന് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം, അതിന് നമുക്ക് കഴിയും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും കേരള എൻജി യൂണിയൻ്റെ പേരിൽ നേർന്നുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. സദസ്സിലുള്ള ബഹുമാന്യരെ, ഫാർമസി പ്രൊഫഷൻ്റെയും ഫാർമസി ആക്ടിൻ്റെയും പ്രസക്തി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രൗഢമായിട്ടുള്ള ഈ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഇവിടെ നടത്തുന്നത്. ഫാർമസി കൗൺസിലിനെയും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും KGOയ്ക്ക് വേണ്ടി ഈ ആഘോഷ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ലോകം മുഴുവൻ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള വലിയൊരു പാൻഡമിക്കിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ നടത്തുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന AMR പോലെയുള്ള വിഷയങ്ങൾ ഇവിടെ ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടനയും OIE പോലെയുള്ള സാർവദേശീയ സംഘടനകളുമൊക്കെ തന്നെ മനുഷ്യരാശിക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ കൃത്യമായും മനുഷ്യരൊന്നായി വൺ ഹെൽത്ത് പോലെയുള്ള സമഗ്ര സമീപനത്തിൽ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന പ്രൊഫഷനാണ് ഫാർമസി പ്രൊഫഷൻ. ആൻറ്റിമൈക്രോബിയൽ ഡ്രഗ്സിൻ്റെ എണ്ണത്തേക്കാൾ വളരെ പരിമിതമായിട്ടുള്ള ആൻറ്റി പാരസൈറ്റിക് ഡ്രഗ്സിൻ്റെ കാര്യത്തിലും റെസിസ്റ്റൻസ് എന്നുള്ളത് അതിവേഗം വളരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായി മാറിയിട്ടുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദമെടുത്ത് സ്വന്തമായി പ്രിസ്ക്രൈബ് ചെയ്ത് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി വീടുകളിലേക്ക് മരുന്ന് വരുത്തി ചികിത്സിക്കുന്ന രീതിയിലേക്കുള്ള വലിയ മാറ്റം സാങ്കേതികവിദ്യയുടെ മുന്നേറ്റം മൂലം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഫാർമസി പ്രൊഫഷൻ്റെ പ്രസക്തി എന്നും ഉള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്വയം നവീകരിക്കുകയും പൊതുജനങ്ങളെ ആകെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അതിവേഗം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്നതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായി കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നു എന്നുള്ളതാണ് സമീപകാലത്തുള്ള പാൻഡമിക്കുകളും അതോടൊപ്പം തന്നെ AMR പോലെയുള്ള പ്രശ്നങ്ങളും നമ്മളെ തുറച്ചു നോക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഫാർമസി ആക്ടിൻ്റെ പ്രസക്തിയും ഫാർമസി പ്രൊഫഷൻ്റെ പ്രസക്തിയും മനുഷ്യരാശിയുടെ നിലനിൽപ്പുമായി തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ ഈ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ സംഘടിപ്പിച്ച കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനെയും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒത്തുചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രി ശ്രീമതി ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, ഫാർമസിസ്റ്റുകൾ, അതേപോലെ തന്നെ ഫാർമസി സ്റ്റുഡൻസ്, സെക്ഷൻ 1940 ഫാർമസി ആക്ട് 1948 ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികളും, ഗുണമേന്മയുള്ള ഫാർമസിസ്റ്റുകളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി വന്നിട്ടുള്ള ഫാർമസി ആക്ട് 1948 അവരുടെ ഫാർമസിസ്റ്റുകളുടെ നിരന്തരമായ അറിവുകളുടെ അപ്ഡേഷനും കൂടിയാണ്. പൊതുസമൂഹത്തിന് ഗുണപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി എല്ലാ ഫാർമസിസ്റ്റുകൾക്കും കഴിയട്ടെ. അതിന് ഒതുക്കുമാറാകുന്ന സെമിനാറുകളും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ നടത്തുന്ന കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും ഒക്കെ നടത്തി വരുന്നുണ്ട്. ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാനും ഇവിടെ എന്നെ ക്ഷണിച്ച ഫാർമസി കൗൺസിലിനും എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട്, എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ഈ പരിപാടിക്ക് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ KPPAയുടെ എല്ലാവിധ ഭാവുകങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. Thank you, sir. Next,
മറ്റൊന്ന് 1975 ഈ രണ്ട് അമെൻമെൻറ്റുകളിലായിട്ട് ഏകദേശം 20-25 മാസത്തെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമെൻമെൻറ്റ് നിലവിൽ വന്നത്. ആ അമെൻമെൻറ്റിൽ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുകയാണ്. വീണ്ടും നമ്മുടെ ഫാർമസി മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് 2 ആക്റ്റുകളുടെ പിൻബലത്തിലാണ് ഫാർമസിസ്റ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് 1940 ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്റ്റും 1948 ഇന്ത്യൻ ഫാർമസി ആക്റ്റും. ഈ 2 ആക്ടിൻ്റെ വ്യത്യസ്തങ്ങളായ അമെൻമെൻറ്റുകൾ ഈ ആക്റ്റുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും വേണ്ടത്ര രീതിയിൽ ഫാർമസിസ്റ്റുകൾക്ക് ഒരു ഇന്ത്യയിലെ ഒരു മുഖ്യധാര ഹെൽത്ത് സർവീസിലേക്ക് ഉയർന്നു വരുവാൻ ഫാർമസി സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വിഷമതയോടുകൂടി നമുക്ക് ഓർക്കേണ്ടതാണ്. എന്നാൽ കാലാനുസൃതമായി ഞാൻ പറഞ്ഞതുപോലെ 5 പ്രോഗ്രാമുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ കാലാനുസൃതമായ ഡോക്ടർ ഇൻ ഫാർമസി അടക്കമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ വിദ്യാഭ്യാസ നിലവാരം നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഉതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് എക്സിറ്റ് എക്സാം ഉൾപ്പെടെയുള്ളത് നടത്തിക്കൊണ്ട് അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാച്ചിലർ ഇൻ ഫാർമസിയും എം ഫാമും അതുപോലെ ഫാം ഡി അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ വിഭാഗങ്ങളെയും എക്സിറ്റ് എക്സാം നടപ്പിലാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പോകുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയതിൻ്റെ പ്രധാന കാരണം വിദ്യാർത്ഥിനികളാണ് ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പഠിച്ചു മിടുക്കരാകുന്നതിനോടൊപ്പം സമൂഹത്തിന് പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം ഫാർമസി സമൂഹത്തിൽ കൊണ്ടുവരേണ്ടത്, പൊതുജന സമൂഹത്തിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ്. ഒരു വർഷം ഏകദേശം 1,99,000 വരുന്ന ഫാർമസി വിദ്യാർത്ഥികളാണ് നമ്മുടെ രാജ്യത്ത് പഠിച്ചിറങ്ങുന്നത്. 60,000 ഫാക്കൽറ്റികളും 3,333 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ പ്രവർത്തനവുമായി പോകുന്നുണ്ട്. 4 ലക്ഷം വിദ്യാർത്ഥികളാണ് ഒരു വർഷം പൂർത്തീകരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1.3 മില്യൺ ഫാർമസിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ 1000 രോഗികൾക്ക് ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിലും ഒരു ഫിസിഷ്യന് 1.5 എന്ന നിലയിലും നമ്മുടെ രാജ്യത്ത് ഫാർമസിസ്റ്റുകളുടെ എണ്ണമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഫാർമസിസ്റ്റുകളുടെ എണ്ണം കുറവാണെന്ന് ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു അവകാശം ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് ശരിയല്ല എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു വർഷം പഠിച്ചിറങ്ങുന്നവർ 8,793 വിദ്യാർത്ഥികളാണ് ഒരു വർഷക്കാലം നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 57 കോളേജുകളിൽ നിന്നായിട്ട് പുറത്തിറങ്ങുന്നത്. ഇനി ഇത്തരത്തിലുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് ഈ ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ. അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗവൺമെൻറ്റുകൾ വളരെ കൃത്യതയോടുകൂടി ഈ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഫാർമസിസ്റ്റുകളുടെ ആവശ്യകതയെ സംബന്ധിച്ചും ഉള്ള അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ചെല്ലാം തന്നെ നമുക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 5000-ലധികം വരുന്ന തസ്തികകൾ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ പ്രവർത്തനങ്ങൾ പോയിട്ടുള്ളത് എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓരോ സന്ദർഭത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ മേഖലയിൽ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ ഗവേഷണങ്ങൾ ഉണ്ടാകുകയും പുതിയ കമ്പനികൾ ഉടത്തുകയും നമ്മുടെ KSDPയെ സംബന്ധിച്ചെല്ലാം തന്നെ ശ്രീമതി ടീച്ചറൂടെ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അത്തരത്തിലെ വലിയ ഒരു പ്രവർത്തന സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇതിനെ സംബന്ധിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. കാരണം വളരെ വൈകിയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഡയമണ്ട് ജൂബിലി ആഘോഷത്തിനോടൊപ്പം തന്നെ നടക്കുന്ന 3 ക്ലാസ്സുകളെ സംബന്ധിച്ചാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 അധ്യാപകരാണ് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത്. ആദ്യ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി വരുന്ന 2 ക്ലാസ്സുകളും വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരവസരത്തിൽ നമുക്ക് വീണ്ടും സംവദിക്കാമെന്നുള്ളത് കൊണ്ടും ഈ അവസരത്തിൽ ഞാൻ കൂടുതൽ വിഷയത്തെ സംസാരിക്കുന്നില്ല. വജ്ര ജൂബിലി ആഘോഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ വജ്ര ജൂബിലി ആഘോഷത്തിന് സംസ്ഥാന ഫാർമസി കൗൺസിൽ നടപ്പിലാക്കിയ ഈ സംവിധാനത്തെയും എല്ലാവിധ ആശംസകളും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. Thank you, sir. Next, I request Sri D. Sunil Kumar, Principal, AJ College of Pharmacy,
I am Chairman of Organizing Committee of Diamond Jubilee Celebration for the felicitation address. Sir, please. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ പ്രസിഡന്റ്, PCI മെമ്പർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, കൗൺസിൽ മെമ്പേഴ്സ്, ഇന്ത്യ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, KGOയുടെ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട ഫാർമസി അധ്യാപകരെ, വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഫാർമസിസ്റ്റുകളെ, ഫാർമസി ആക്ടിൻ്റെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ചാണ് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഇന്നിവിടെ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഫാർമസി ആക്റ്റാണ് നമ്മുടെ നിലനിൽപ്പിന് ആധാരം. ഫാർമസി ആക്റ്റിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രൊഫഷനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ആക്ട് നമുക്ക് ഉപകരിക്കും. അതിനുള്ള സപ്പോർട്ട് എല്ലാ കാലത്തും നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാവണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. അടുത്തതായി കേരള ഫാർമസി ടീച്ചേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയും കേരള ആരോഗ്യ സർവകലാശാല സെനറ്റ് മെമ്പറുമായ ശ്രീ പ്രവീൺ അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. So good afternoon, respected dignitaries on the dais and off the dais, dear delegates. It's a great honor and privilege to be here with this august gathering for the Diamond Jubilee Celebration of Pharmacy Act, which is organized by Kerala State Pharmacy Council. As we know, Pharmacy Act and its subsequent amendments played a significant role in the transformation of our profession from no real identity to the professional status which we enjoy today. I sincerely appreciate the efforts made by our dear President of PCI, Dr. Montakumar Patel, who with his team, which includes our chief guest of the day, Dr. Venkatramana sir, for making every possible effort to strengthen our profession by bringing positive changes. Being a pharmacist, I take this opportunity to thank Government of Kerala for all the support and encouragement offered to the profession. At this moment, the efforts of Kerala State Pharmacy Council under the leadership of Sri O.C. Navijan sir shall not be forgotten. In fact, for the last 5 years, KSPC made the best possible efforts to uplift the profession in the state, which is indeed challenging. And I know the process still needs time to achieve the full set of objectives. But I congratulate him and his team for their sincere efforts and also for organizing such a mega event which will not just pass the message of Pharmacy Act but also discuss a very high quality science. On this occasion, I am privileged to meet my teacher, Dr. Anish C.K., probably after some 15-20 years. Thank you, sir, to be with us. As a Senate member on behalf of Kerala University of Health Sciences and as a secretary for APTA Kerala State Branch and as a secretary of Kerala Pharmacy Teachers Federation, I wish this event a grand success. In fact, being an APTA member, I am privileged to have the Vice President of APTA India, Sri Venkatramana sir, as the chief guest of this mega event. Once again, thanking you for inviting me and I wish all the success for this event. Thank you, Jai. Thank you, sir. Lastly, I welcome Sri M.R. Ajit Kishore, Executive Member, Kerala State Pharmacy Council, to deliver the vote of thanks of inaugural session. Sir, please. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ക്ഷമകെട്ട ചില ആളുകളൊക്കെ എനിക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളിങ്ങനെ എപ്പോഴാണ് എനിക്കേണ്ടത് എന്ന് നോക്കിയിരിക്കുകയാണ്. എന്തായാലും അല്പസമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചേ മതിയാവും. നേരത്തെ വീണ ജോർജ് മിനിസ്റ്ററും ശ്രീമതി ടീച്ചറൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ക്ഷമയോടുകൂടെ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ അവിടെ വന്നപ്പോൾ, ഞാൻ ഈ ആളുകൾക്ക് ഒരു വഴികാട്ടിയായി അവിടെ നിന്നപ്പോൾ ഞാൻ അവരെ ഫ്രണ്ടിലേക്ക് ഇരുന്നോളൂ, ഇഷ്ടംപോലെ സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ
നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഫാർമസിസ്റ്റുകളായി വരാൻ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ നേരെ പുറകിലേക്കാണ് പോയത്. നമ്മളങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും മുന്നോട്ട് വരാൻ വളരെ പ്രയാസമുള്ള ഒരാളുകളായി മാറുകയാണ്. ഭാഗ്യത്തിന് അവിടെ ആ ചെമരുള്ള കാരണം അതിൻ്റെയും അപ്പുറത്തേക്ക് പോയില്ല എന്നുള്ളൊരു സമാധാനം മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. മുഴുവൻ ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. സമൂഹമാകെ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു മേഖല കൂടിയാണ് ഇത് എന്നുള്ളത് നമുക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ടാവും. നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വലിയ ദൗത്യമാണ്. ആ ദൗത്യം പൂർത്തീകരിക്കാൻ സംഘടിക്കുക, ശക്തരാവുക എന്നല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. വേറെ ഒരു സൂത്രവിദ്യകളും നമ്മുടെ കയ്യിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ഫാർമസി പ്രൊഫഷൻ്റെ വളർച്ചയ്ക്കുമൊക്കെ ആത്മാർത്ഥതയോടുകൂടെ ഒരുമിച്ച് നിൽക്കുക. അതിൽ DPharm എന്നോ BPharm എന്നോ MPharm എന്നോ PharmD എന്നോ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മേഖലയുടെ വളർച്ചയ്ക്ക്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ അനീഷ് സാറും മോൻസി മാത്യു ഒക്കെ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അവരെയൊക്കെ മാത്രമല്ല, ഇനിയും ഇഷ്ടം പോലെ ആളുകൾ ഈ മേഖലയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ വളരാനും ഈ മേഖലയെ വളർത്താനുമുള്ള പരിശ്രമത്തിൽ ഈ പരിപാടി നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. അന്ന് ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമുക്കേറെ പ്രിയങ്കരിയായ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്, വീണ ജോർജാണ്. വളരെ നമ്മളവരെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ തൊഴുകയോടുകൂടിയാണ് നമ്മളെ സ്വീകരിക്കാറ്. എപ്പോഴും അത്രയും ലാളിത്യത്തോടുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കാനും അതിന് പരിഹാരം എന്ത് എന്ന് ചോദിച്ച് പല കാര്യങ്ങളും ഇപ്പോൾ ഫാർമസി കൗൺസിൽ പ്രസിഡൻറ്റിനോട് എങ്ങനെയാണ് നമുക്കൊരു റിസർച്ച് സെൻറ്റർ എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് നമ്മളോട് എന്നും വളരെ അനുഭാവപൂർവമായ ഒരു സമീപനം ഉള്ള ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നിങ്ങളെല്ലാവർക്കും വേണ്ടി, സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചർ അവർ ആ കാര്യങ്ങൾ വെറുതെ പറഞ്ഞതല്ല. അവർ സംഘടനാ രംഗത്തും വളരെ സജീവ പ്രവർത്തക കൂടിയാണ്. അവരാ കാര്യങ്ങൾ നേടിയെടുക്കണം. അവരിപ്പോൾ എന്നോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ആ ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിന് വയ്യാതെ കിടന്നപ്പോൾ അവിടെ 3 ശമ്പളമാണ് ഫാർമസിസ്റ്റുകൾക്ക്. അതിലൊരു ഫാർമസിസ്റ്റിന് കിട്ടിയത് 5000 രൂപയാണെന്നാണ് ടീച്ചർ പറയുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് മിനിമം വയസ്സ് പ്രഖ്യാപിച്ചതുപോലും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് ടീച്ചറെ പോലുള്ള നേതൃത്വത്തെ നമുക്ക് നന്നായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ടീച്ചർ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചത് ടീച്ചറാണ്. അവരെ വളരെ സന്തോഷപൂർവ്വം സംഘാടക സമിതിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ PCI എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വെങ്കട്ടരമണ, NGO യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് കുമാർ. അത് പറയുമ്പോൾ അദ്ദേഹം NGO യൂണിയൻ്റെ വലിയ സഹായമാണ്. ഇന്നിപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, ഭക്ഷണം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രചരണം, മറ്റു കാര്യങ്ങളൊക്കെ വലിയ സഹായം ചെയ്തു തന്നിട്ടുള്ളൊരു സംഘടന കൂടിയാണ്. നമ്മുടെ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന NGO യൂണിയൻ്റെയും KGOയുടെയും ഒക്കെ വലിയ സഹായം ഈ കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. NGO യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അജിത് കുമാർ, KGOയുടെ ജനറൽ സെക്രട്ടറി മോഹനചന്ദ്രൻ, അതുപോലെ തന്നെ ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ നേരത്തെ AJ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സുനിൽകുമാർ, അതുപോലെ തന്നെ നമുക്ക് ഈ അവാർഡ് നമ്മൾ ആദരിക്കുന്ന അനീഷ് ചക്കുങ്കൽ, മോൻസി മാത്യു, അതുപോലെ തന്നെ അവാർഡ് ജേതാക്കൾ നമ്മളിന്ന് ആദരിച്ച 2018 ആളുകളെയാണ് നമുക്ക് ആദരിക്കാൻ പറ്റി. കൊറോണ നമുക്ക് വല്ലാതെ തടസ്സം നിന്നതുകൊണ്ട് അവരെ ആദരിക്കാൻ നമുക്ക് ഇനി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 2018 അന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്നാണ് നമുക്ക് അവരെ ആദരിക്കാൻ കഴിഞ്ഞത്. ആ അവാർഡ് ജേതാക്കൾ PCI അംഗം, അതുപോലെ തന്നെ നമ്മുടെ ഫാർമസി കൗൺസിൽ അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. സന്തോഷം. Thank you, sir. Now we have come to an end of our inaugural. അധ്യക്ഷൻ ശ്രീ OC നവീൻസൻ സർ, ഈ സയൻറ്റിഫിക് സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ശ്രീ വെങ്കട്ടരമണ സർ, പ്രിയപ്പെട്ട ഫാർമസി കൗൺസിൽ അംഗങ്ങളെ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, മറ്റ് അധ്യാപകരെ, ഇന്നിവിടെ ആദരിച്ചിട്ടുള്ള മോൻസി, അനീഷ്, ഇന്ന് അവാർഡ് ജേതാക്കളായിട്ടുള്ള ബാക്കി ഫാർമസിസ്റ്റ് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇന്ന് 2 ഫാർമസി മേഖലയിൽ നിന്ന് വളരെ ഉയരത്തിൽ എത്തിയ
രണ്ട് മഹത് വ്യക്തികളെ, അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് മഹത് വ്യക്തികളെ നമ്മൾ കൗൺസിലിൽ നിന്ന് ആദരിക്കാൻ, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന് ആദരിക്കാൻ സാധിച്ചു. അത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഷ് സാർ, മോൻസി സാർ, അവരെ ഞാൻ ഇന്ന് ഈ ഇനോഗ്രൽസ് അവരുടെ സയൻറ്റിഫിക് സെക്ഷൻ അവരുടെ 2 സെക്ഷനുണ്ട്, അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സയൻറ്റിഫിക് സെക്ഷൻ കേൾക്കാനും ആഹാരം കഴിഞ്ഞിട്ട് ഇത് കേൾക്കാനും കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. Anyway, I would like to thank Sri Venkatramana sir. He is the executive member of Pharmacy Council of India, and he is a well-known leader in APTA. And I thank him for accepting our invitation in short notice. And I know he is in Vrida for going to Sabarimala, and in this situation, he accepted our invitation and agreed to come here and agreed to invite this international scientific section. I thank you, sir, first of all. And with immense pleasure, in behalf of Kerala State Pharmacy Council, I invite you, sir, for inaugurating this section. പിന്നെ ഈ ചെറിയ ചടങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കൗൺസിൽ പ്രസിഡന്റ് OC നവീൻ സെൻ സർ, അദ്ദേഹം ഇത്തരം സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്ര കാര്യങ്ങൾ ഒത്തിരി കൗതുകമുള്ള ഒരു പ്രസിഡൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ സയൻറ്റിഫിക് സെമിനാറുകളും മറ്റും നടത്താൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനെയും നിറഞ്ഞ മനസ്സോടെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തു. പിന്നെ ഈ രാവിലെ ഗൗതം രാജ് സാർ, HOD ഫാർമസ്യൂട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഊട്ടി JSS, അദ്ദേഹത്തിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 മണിക്ക് ട്രെയിൻ ആയതുകൊണ്ടാണ് രാവിലെ ആ ക്ലാസ് സെക്ഷൻ അറേഞ്ച് ചെയ്തത്. അദ്ദേഹത്തിനോടുള്ള ആദരവ് ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ 2 നല്ല ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്രയും കേരളത്തിൽ നിന്ന്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഇന്നുള്ള കോളേജുകളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുള്ളത് അനീഷ് സാറിൻ്റെയും മോൻസി സാറിൻ്റെയും ക്ലാസ്സുകൾ കേൾക്കാനാണ്. ഈ അനീഷ് സാർ 2003-ലോ 2005-ലോ ഒക്കെ തുടങ്ങിയ പരിചയമാണ്. പിന്നെ സാറിനെ കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. ഞാനും സാറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് പത്രത്തിൽ കേട്ടു. പിന്നെയാണ് ഞാൻ പിന്നെ എന്നെയും കുറേ ലാഗിങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിലേഷനിൽ. പിന്നെ സാറിനുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റായി. സാറിൻ്റെ ഉയരങ്ങളിൽ ഒത്തിരി സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതുമായിട്ടുള്ള ആളാണ് ഞാൻ. സാറിനെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ ഇൻ്റർനാഷണൽ സയൻറ്റിഫിക് സെമിനാർ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെയാണ് മോൻസി മാത്യു സാർ. അദ്ദേഹം നമ്മുടെ കോവിഡ് കാലത്ത് യാദൃച്ഛികമായി TV-കളിൽ ചർച്ചകൾ സജീവമായിട്ട് നടക്കുമ്പോൾ, കോവിഡ് വാക്സിനെ പറ്റിയൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ, പെട്ടെന്ന് ഒരു ദിവസം 24-ൻ്റെ ചാനലിൽ ഇങ്ങനെ റിസർച്ച് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേരിൽ ഒരാളെ കണ്ടു. ഞങ്ങളെപ്പോഴും ചിന്തിക്കും ഈ വാക്സിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഫാർമസിസ്റ്റ് ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടത്. അതിൽ നിന്ന് തുടങ്ങിയ ഒരു സൗഹൃദം അദ്ദേഹത്തിന് ഇത്രയും ഉയരത്തിലെത്തിയ അദ്ദേഹത്തിനെ ഞങ്ങളുടെ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മളെ അതിയായ ആഗ്രഹം. അതിനെ തുടർന്നാണ് അദ്ദേഹം ഇങ്ങെത്തിയത്. അദ്ദേഹത്തിനെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ചെയ്തു.
പിന്നെ ഈ സെക്ഷനിലെ നന്ദി പറയാൻ ഇവിടെ എത്തിയിട്ടുള്ള കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം നാദിയ വളരെ സജീവമായിട്ടുള്ളൊരു NGO പ്രവർത്തകയാണ്. കൗൺസിലിലെ എല്ലാ കാര്യത്തിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. നാദിയെയും കൗൺസിലിൻ്റെ പേരിൽ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി അധ്യക്ഷനിലേക്ക്. Thank you, sir. Now, ഈ സയൻറ്റിഫിക് സെഷൻ ഇതിൻ്റെ ഇനോഗ്രൽ സെഷനാണ് ഇപ്പം നടക്കുന്നത്. നമുക്ക് ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ 2 ക്ലാസ് ആഫ്റ്റർ ലഞ്ച്, അതിന് ശേഷം ഭക്ഷണത്തിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഇത് അവസാനിപ്പിക്കാനും എല്ലാവർക്കും കൃത്യസമയത്ത് തന്നെ പിരിഞ്ഞു പോകാൻ കഴിയും. അപ്പം അധികം ഞാൻ സംസാരിക്കുന്നില്ല. I invite Sri Dr. M. Venkataramaji, please do inauguration this session. Please. Print and electronic media, good morning to all of you. On behalf of Pharmacy Council of India, I welcome you all for this Diamond Jubilee celebrations in state of Kerala. I feel that this is one of the best gathering happened in our country. Really appreciate Kerala State Pharmacy Council, Sri Naveen Chandji and his entire team office bearers for taking this initiation and bringing forward these Diamond Jubilee celebrations. Thank you, sir. And also, I would like to share a few of milestones in our Pharmacy Council of India. As JM sir has discussed about evolution of our profession, our act, and K.R. Dinesh has been briefly discussed about the Drugs and Cosmetics Act. As all of you are pharmacists, you are much aware about this Pharmacy Act as well as Drugs and Cosmetics Act. I don't want to go in detail about this because all of us are pharmacists. I would like to enlighten on what exactly the Pharmacy Council of India roles and responsibilities and where we are after 75 years. Pharmacy Council of India regulates educational standards as well as pharmacy practice. No doubt that we are giving more priority for these educational regulations rather than this pharmacy practice. I do agree that because pharmacy practice is associated with lot of issues like support from the government, support from the drugs and cosmetics, drug control departments, as well as from the public and from various hospital managements. So because of these few limitations, we could not emerge much more in the practice in our country. Coming towards our pharmacy profession, we started D Pharmacy, B Pharmacy, M Pharmacy courses, Pharmacy Postbaccalaureate, as well as B Pharmacy practice. So after 75 years, what is our future goals in our pharmacy profession? Now we are looking towards specializations in our graduation level. We are looking for specializations right from the graduation, like pharmaceutical chemistry, B Pharm pharmaceutical chemistry, B Pharm pharmacology, B Pharmacy regulatory affairs, B Pharmacy medical devices. So we are going to design our curriculum, and we are looking for more expertise in specific area like our engineering programs. So this is under our pipeline. Once if it has come out with the proper approvals, definitely the pharmacy will be at other end.
and will be really outstanding programs will be coming out in our profession. So our PCA President Dr. Montu Kumar Patel is young and dynamic president, and he started working on various activities like exit exam regulations, and informally I would like to share with that Government of India has accepted to give prescription rights for our family graduates. Once if a gazette has come out for this prescription rights to our family students, definitely most of the problems might be sorted out, because our Honorable Minister of Health, Srimati Teacher, what she discussed about our family opportunities. So, this prescription rights may give solution for various questions which are facing from our students as well as from the public. No doubt that Pharmacy Council of India, time to time, they are going to review the syllabuses and they are trying hard to uplift the pharmacy profession. Coming towards our today inaugural session, scientific session, I inaugurate this scientific session. Two eminent people have come in front of this auditorium to have a good discussion, healthy discussion, and I would like to request all these delegates to utilize this opportunity and you please clarify whatever the doubts you are having related to that. It should be like interactive session, and hope that this session will be a grand success. And also I thank Sri Naveen Chandji and all his office bearers for giving me this opportunity to attend this Diamond Jubilee celebrations at Kerala State. Outside of this, really I love Kerala State because Kerala is excellent in several activities. Kerala promotes quality nursing staff. Kerala promotes quality teachers. Kerala promotes traditional medicines. Finally, Kerala educates and teaches how we should be and how best we can maintain the discipline in ourselves. So, because in my graduation and in my post-graduation, so many of my friends are there from Kerala. I learned a lot of things from them. So right from my graduation, I used to love Kerala. Kerala is such a beautiful state in our country, and really you people are you are very fortunate to be a Malayali. Thank you so much. Thank you for giving me this opportunity. Thank you, sir. Lastly, for the vote of thanks, I would like to call upon... എങ്കിൽ പോലും നമ്മൾ ആദരിച്ച രണ്ടുപേരെയും ഒരു 5 മിനിറ്റ് വീതം സംസാരിക്കാൻ വേണ്ടി, കാരണം അടുത്ത ക്ലാസ് ആകുമ്പം നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായി മോൻസി സാറെ ക്ഷണിക്കാം. Extremely humbled to be here today. I'm not going into detail of what I do because that's going to be part of my presentation. But what excited me is I was just talking to Anish. It's so impressive to see all of you here. I don't think I have seen this many number of pharmacists or pharmacy students, apart from being part of the uni lectures. So glad to see you. I'm so humbled to be here. And I think there's only one thing I want to say. There's nothing sweeter than being recognized by the homeland. That's above everything. So thank you very much to all of you, and particularly your lead organization, Kerala State Pharmacy Council, and its leadership, because only if the leaders recognize the good things what we do, then the profession will be led appropriately or to the next generation. So I'm so happy and so grateful to the leadership of Kerala State Pharmacy Council for inviting me to be here and allowing me to engage with you all and seeing you all. Thank you.
ഈ നാട്ടിൽ പഠിച്ച്, ഈ നാട്ടിൽ ജനിച്ച്, ഈ നാട്ടിൻ്റെ സുഗന്ധങ്ങളും ദുർഗന്ധങ്ങളും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ വേദിയിലെത്തി നിൽക്കുമ്പോൾ സന്തോഷത്തെക്കാളല്ല ഉപരി മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് പഴയ ഒരു മനസ്സാണ്. പണ്ടൊരു വിദ്യാർത്ഥിയായിട്ട് ആദ്യമായി ഫാർമസി കൗൺസിൽ ഇതുപോലൊരു ഒരു സെമിനാറിന് വന്നൊരു ഒരു ദിവസമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അവിടെ നിന്ന് കാലങ്ങൾ കുറച്ച് കടന്നു പോയപ്പോൾ ഈ വേദിയിലെത്തി നിൽക്കാൻ പറ്റി എന്നുള്ളത് ദൈവാനുഗ്രഹമാണ്. അതിനുവേണ്ടി ഒരുപാട് പേര് പിന്തുണ നൽകിയിട്ടുണ്ട്, ഒരുപാട് സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫാർമസി പ്രൊഫഷനിലെ നമ്മുടെ യാത്രയുടെ ഒരു തുടക്കമാണ് ഈ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ്. ഇത്രയും വിപുലമായി ഒരുപാട് കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട്, ആരോഗ്യമന്ത്രിയെ, മുൻ ആരോഗ്യമന്ത്രിയെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇത്ര വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്കായി, ഒരു സമൂഹം എന്ന രീതിയിൽ നമുക്കായി എന്നുള്ളത് വലിയ കാര്യമാണ്. ഇന്ന് വേദിയിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഗവേഷണ സ്ഥാപനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് വേണ്ടി നമ്മളിവിടെ നടക്കുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് വേണ്ടി, അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി അതിന് ക്യാമ്പയിനിൽ നേതൃത്വം നൽകുന്നവരായിട്ട് കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ്റെ ഫാമിലിയുടെ കാര്യം പറഞ്ഞു, അത് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അത് നേടിയെടുക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് നിൽക്കണം. ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് എന്നെ വിളിക്കുന്നതിന് വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ ആദ്യം വിചാരിച്ചു എന്താ ചെയ്യേണ്ടത്, കാരണം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച് വേണം വരണം, ഒരാഴ്ചത്തേക്കാണ് വരണം, എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ പഴയ കൂട്ടുകാരെ, പഴയ സഹപ്രവർത്തകരെ, പണ്ട് ഒന്നിച്ചു പഠിച്ച സഹപാഠികളെ, പണ്ട് പഠിച്ച സ്കൂളിലേക്ക്, കോളേജിലേക്ക്, അതുപോലെ തന്നെ പണ്ട് നമ്മളോടെല്ലാം ചേർന്ന് പ്രവർത്തിച്ച സഹപ്രവർത്തകരെല്ലാം കാണാനുള്ളൊരു സുവർണ അവസരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഉണ്ടായതിന് ഞാൻ അത് നന്ദി പറയുന്നു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച എല്ലാവരോടും എന്നെ ക്ഷണിക്കുകയും ഇത്രയും സ്നേഹ ആദരങ്ങൾ നൽകി എല്ലാവരോടും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ഈ അവസരത്തിന് ഞാൻ ജഗദീശ്വരന് നന്ദി പറയുന്നു. ചുരുക്കുന്നതിന് മുമ്പ് ഒരു അപേക്ഷ കൂടിയുണ്ട്. എന്നോടിപ്പം അജിത് കിഷോർ സാർ പറഞ്ഞ പോലെ നമ്മുടെ ഫാർമസിസ്റ്റ് വിഭാഗത്തിനിടയിൽ എല്ലാവരും ഉണ്ട്. ഫാംഡിക്കാരുണ്ട്, PhDക്കാരുണ്ട്, ബിഫാംകാരുണ്ട്, ഡിഫാംകാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ പരസ്പരം തിരിഞ്ഞു നിന്ന് പോരാടിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും നേടിയെടുക്കാനാവില്ല. നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പരസ്പരം കൈകോർക്കണം. മനുഷ്യൻ എന്ന് പറയുന്നവർ തന്നെ മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വ്യത്യാസപ്പെട്ടത് മനുഷ്യന് ഒരാശയത്തിൽ എല്ലാവർക്കും കൈകോർക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. പണം എന്നതൊരു ആശയം മാത്രമാണ്. നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ നമ്മൾ ആരും പണം കൊടുക്കുന്നുണ്ടോ? ആരും പണം കൊടുക്കുന്നില്ല. നമ്മളൊരു മൊബൈലിട്ട് തട്ടുന്നുള്ളൂ. അപ്പം നമ്മൾ പണം കൊടുത്തു എന്ന് അവർക്ക് തോന്നുന്നു. ഈ പണം എന്ന ലോകത്ത് പല രാജ്യങ്ങളും പണം അച്ചടിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും പണം എന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ പലതരം സങ്കല്പമുണ്ട്. ദൈവിക സങ്കല്പമുണ്ട്, മതസങ്കല്പമുണ്ട്, രാഷ്ട്രീയ സങ്കല്പങ്ങളുണ്ട്. ഓരോ സങ്കല്പത്തിനെയും വിശ്വസിക്കാനുള്ളൊരു കഴിവാണ് മനുഷ്യനാക്കുന്നത്. അതുപോലൊരു സങ്കല്പമാണ് നമ്മുടെ പ്രൊഫഷൻ. ഈ പ്രൊഫഷനോട് ഇതിനിടയിൽ വ്യത്യസ്തങ്ങളുണ്ട്, വ്യതിരിക്തതകളുണ്ട്. അതിനെ മറന്നുകൊണ്ട് ഈ പ്രൊഫഷനെ കുറിച്ച് ഒരു ആത്മാർത്ഥത ചിന്തിക്കുകയും ഞാൻ ഒരു സയൻറ്റിഫിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു തൊഴിലാണ് ചെയ്യുന്നൊരു വിശ്വാസത്തോടുകൂടി നമ്മൾ കൈകോർക്കുകയും ഇതുപോലുള്ള വേദികളിൽ വന്നു ചേരുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. 2004 വിദ്യാർത്ഥിയായിരുന്ന ഞാൻ അധ്യാപകനായി തുടങ്ങുമ്പോൾ അന്നും എൻ്റെ വിദ്യാർത്ഥിയോട് പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങളിവിടെ ഇരിക്കുന്നതിൽ നിന്ന് ഒരാൾ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ട് എനിക്കൊരു മെയിൽ അയച്ചാൽ ഞാൻ സന്തോഷമായിരിക്കും. നിങ്ങൾ കാണുന്നതിനേക്കാളും വേറൊരു പരിപ്രേക്ഷ്യത്തിലുള്ള ഒരു തൊഴിലിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ സന്തോഷവാനായിരിക്കുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജോലി ചെയ്യുന്നത്. സർക്കാർ സർവീസിൽ 9 മണിക്കാണ് കോളേജ് തുടങ്ങുന്നത്. ഞാൻ 8:30 ക്ലാസ് തുടങ്ങും. 8:30 താമസിച്ച് വരുന്നവരെ ഞാൻ പുറത്ത് നിർത്തും. അവരോട് ദേഷ്യം കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് വരുവാണെങ്കിൽ വരാം, ഹോസ്റ്റലിൽ നിന്ന് വരുന്നവനാണെങ്കിൽ 8:30 കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് കയറ്റില്ല. അതായിരുന്നു നിയമം. വേറൊന്നും കൊണ്ടല്ല, ഒരു അച്ചടക്കം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രഹത്തിന് പുറത്ത് മാത്രമാണ്. അന്ന് ഞാൻ പറഞ്ഞ കുട്ടികളോട്, നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊരു നല്ല നിലയിൽ എത്തുവാണെങ്കിൽ ഞാൻ സന്തോഷമായിരിക്കുന്നു. ഇന്ന് എൻ്റെ വിദ്യാർത്ഥി ഒരാൾ ഇവിടെ നിന്ന് പ്രസംഗിച്ചു, പ്രവീൺ.
ഒരുപാട് വിദ്യാർത്ഥികൾ ലോകത്ത് പല കോണുകളിൽ നിന്ന് ഓരോ അവരുടെ ജീവിതത്തിൽ ഒരു ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാകുമ്പോൾ മെയിലയച്ചു, ഒരു മെയിലയക്കും, വർഷങ്ങളോളം ബന്ധങ്ങളുണ്ടാകും മെയിലയക്കും, സാർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് തിളങ്ങുന്നു. അത് കേൾക്കാനുള്ളൊരു സന്തോഷം, അതൊരു വലിയ സന്തോഷം, അതാണ് ഏറ്റവും വലിയ അംഗീകാരം. ആ അംഗീകാരത്തിന് കൂടെ തന്നെ മറ്റൊരു അംഗീകാരം കൂടിയാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം, നമ്മുടെ പ്രൊഫഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം. നമുക്ക് ഒരുമിച്ച് നേടാൻ ഒരുപാടുണ്ട്. നമ്മൾ അസംഘടിതരായി നിന്നാൽ നമുക്ക് നഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ. സംഘടിതരാവുക, ഒന്നിച്ച് നീക്കുക, മുന്നോട്ട് കൊണ്ടുപോകാം ഈ പ്രൊഫഷനെ. എന്നിട്ടൊരു ബി എ പ്രൗഡ് ഫാർമസിസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജൂബിലിയുമായി ബന്ധപ്പെട്ട സയൻറ്റിഫിക് സെമിനാറിൻ്റെ ഈ സെഷൻ്റെ ഉദ്ഘാടനത്തിന് നന്ദി പറയുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി ഇവിടെ വളരെ മനോഹരമായൊരു സ്വാഗത പ്രസംഗം നടത്തിയ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ രജിസ്ട്രാർ ശ്രീ രാജീവ് വിആർ സാറിന് ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ OC നവീൻ ചന്ദ് സാറിന് ഞാൻ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ഈ സെമിനാർ സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്കൊരു വളരെ വിലപ്പെട്ട ഒരു പ്രസംഗം കാഴ്ചവെച്ച PCIയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ M വെങ്കടരമണ സാറിന് ഞാൻ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ സെമിനാർ സെഷനിൽ ഫാർമസി മേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് മുഖ്യമായ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കുവാൻ വന്നിട്ടുള്ള മിസ്റ്റർ മോൻസി മാത്യു സാറിനും അതുപോലെ തന്നെ ഡോക്ടർ അനീഷ് ചക്കമ്പൽ സാറിനും ഇവിടെ ഒരു ചെറിയ പ്രസംഗം നടത്തിയതിന് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Good afternoon. Thank you. So with immense pleasure, let me invite Mr. Monsi Matthew to present on the topic changing phase of SARS-CoV virus, coronavirus 2, and keeping pace with vaccines development, getting ahead of the curve. So as you all know, he is a well-known scientist, a specialist in clinical trials, and he is the head of clinical pharmacy at James Paget University Hospital NH Trust, and now he is associated with Guy's and St. Thomas NH Foundation Trust UK. So with this brief introduction, let me invite Mr. Monsi Matthew to present the session. Sir, please. Thank you. So, a warm good afternoon, and I do understand your tummy is full. Maybe soon you'll be feeling sleepy, so better I make that very quick. Many of you wonder what I do, but before I say that, let me just say that some of you may not fully understand my British accent. Not fully British, but it's tend to be British accent. If you don't understand any of my statement or comments or anything, feel free to contact me. I'm sure the Pharmacy Council will give you the contact details. I'm more than happy to answer you any questions. Coming back to what I do, one word, I do clinical research. And you may ask, what is clinical research? It's not preclinical research. That's another answer. I basically, under the ICH guidance, I run clinical trials of investigational medicine product. And when I say I am part of a very big team. At site level, I will be led by a principal investigator. I will be working alongside with the research nurses, statisticians, pharmacologists, very highly experienced research fellows who sit in different committees who review and approve phase 1 studies because it's first in human studies. So there's a specific pathway for approving phase 1 studies. And I also work with other pharmacists, not just within the research pharmacy,
I also work with the pharmacists, particularly clinical pharmacists who are part of the standard of care. In other words, those clinical pharmacists who works in areas like, say, cardiology or rheumatology, they're highly specialized. So when we run a clinical study in their area, we need their collaboration as well. So what I'm trying to say is, it's just not one person's collective effort culminating into a drug. There are hundreds and thousands of people who work in clinical research to get a molecule out into the market or license space. And if I just give an example, to my knowledge, the Oxford vaccine group consists about 7,000 plus people across the globe, including in India, including in South Africa, New Zealand, Australia. And these people work based on a clinical protocol, an investigation brochure, and an investigation plan. So I haven't met Sarah Gilbert, who actually were the initial team, or her team invented the molecule at preclinical stage. But I did work with Andrew Gibbs, because he was the chief investigator for Oxford vaccine. Andrew is based in Nuffield in Oxford. His team on a daily basis communicate with our team, similarly with the other clinical sites as well. So on a daily basis, we get guidance, protocols, processes changed every day. We get the briefing, and based on that, we continue our clinical study. Now, what is interesting is when COVID came, or when COVID actually came to UK, there was no vaccine. There was no vaccine work happening. So the government gathered a group of people who is already in their clinical platforms, including me, and they formed this group called Oxford Vaccine Group. Before that, I was doing a lot of studies. I was managing over 500 studies with the different molecules, that's including advanced therapies. They asked us to stop everything, and then we've been moved into the COVID platform. And by late 2019, early 2020, we were completely focusing on COVID research, particularly on the Oxford vaccine thing. And that went along all the way and until the product got licensed, and then came Pfizer, different commercial platforms, and we also did studies for those commercial platforms as well. So that's a general briefing. Similarly, it's like you guys go to your schools, classes, or some of the teachers going into your lectures. It's a routine work for me. Some days it's boring actually, some days it's exciting because new molecules comes in and you have to write, you have to solve, you have to create different processes which is locally suitable. So sometimes it can be very innovative, sometimes it can be very boring. So routine work, daily clinical trials, go into office, get the first study, process it. 2 hours later, I may be doing another study. Then afternoon, another study. By evening, if you ask me what I did in the morning, I probably may not remember. So that's the kind of intensity we go through. I just want to show you a slide which would summarize actually what I said. So this is where I work, not the tall building. You will see a middle building just around the side, that's Guy's Hospital. That's where the Clinical Research Facility and British Research Council's platform is based. And I got an office on the 16th floor, and downstairs in the pharmacy we do store all the molecules and everything, so that's where 2 locations I work. And what is Biomedical Research Centre is basically, it's a scientific platform of UK government, and it is fully funded by the Department of Health, and they do world-class cutting-edge research basically. It doesn't matter whether it's a molecule or whether it's a community study or whether it's a survey, they do all sort of things, and they do have capability to manage advanced therapies like gene therapy, cell therapy, those kind of things. They can also do personalized medicines. They can draw blood from the target patient, they can separate T cells or regulatory cells, and they can create antibodies, and they can infuse back into the patients. You probably heard of T-Reg treatment. It's quite prominent in West End, but I don't know here.
But basically what they're doing is they are condensing the T regulatory cells, separated from the patient's blood, and then purify it, and then it's expanded into the culture system, and then prime it to a specific dose, and then re-infuse back into the patient, and that acts as the target therapeutic molecule. I have a slight problem with this video. I'm not sure whether it will work. Hopefully it will work. It's coming through. So you're going to see a video that's exactly where I work. This video was actually made before I joined Guy's Hospital, so you may not see me there. But some of the colleagues who are there are already working with me. No. The Biomedical Research Centre is a collaboration between Guy's and St Thomas's Hospital, which is one of the largest NHS foundation trusts in the UK, and one of the world's leading universities, King's College London. Our BRC links two main sites within South London. The first one at Guy's Hospital right next to the Shard houses our experimental medicine and therapeutics hub, with a focus around immunological monitoring, and our genomics centre. And then as we go down the River Thames near the Houses of Parliament and Big Ben, we have St Thomas's Hospital, which houses most of our paediatric, neonatal and women's research. Being in the heart of London gives us access to one of the most ethnically diverse and large patient populations in the world, all of whom have access to our experimental medicine programmes of work at the BRC. Our key focus with experimental medicine is that we approach it in an interdisciplinary manner, and our interdisciplinary programmes are underpinned by significant investment in world-class infrastructure. We have over 20 experimental therapeutics in the Biomedical Research Centre pipeline. We're now poised to deliver on our agenda of advanced precision therapeutics. One study is a first-in-man study in kidney transplant recipients, harnessing the body's own ability to make regulatory white blood cells. We're aiming to use those cells to infuse into kidney transplant recipients after transplantation in order to reduce or even eliminate the need for anti-rejection drugs. We've set that study up here using the infrastructure of the BRC. The GMP facility is where we can purify the cells, we can enrich them, we can store them, and then right next door you have the clinical research facility where the cells can be infused into the patients with proper monitoring. And then further on, after the transplant, we can take blood samples from the patients and analyse those in the immune monitoring facilities so that we can see if the cells are still active. I am one of the first patients in the world to undergo the treatment here in South London in the clinical research department. I'm hugely grateful to Guy's Hospital. The BRC facilities have enabled us to recruit some of the best and brightest young researchers in the field of stem cells and regenerative medicine. The platforms which are funded by the BRC are really world class. All of those platforms really help us to deliver improved cell therapies. We've developed a novel immune-based therapy for type 1 diabetes aimed at halting the progression of the disease. It's called multipeptide, and we've been trialling it here at the BRC. During its development, we've utilised a range of the BRC's research platforms. These include the genomics platform that we use to identify genetic traits, and the bioinformatics platform, which draws on our new high-performance computing facility called Rosalind. Through effective leadership from the Trust and the BRC, we've been able to create a genuine clinical academic environment in allergy. Without this sort of environment that we have here, the research we've produced, which led to some important changes in infant feeding guidelines, would just have been impossible. We're continuing to invest in innovation.
in our infrastructure, and we're working with a number of international manufacturers to ensure that our capability remains at the cutting edge to deliver our advanced therapeutics. A really good example of this is our work with Miltenyi Biotech, with whom we are developing the Max Quant Tito system, which allows us to sort cells in a sterile environment in the GMP facility prior to infusion into our patients. Our state-of-the-art infrastructure and strong commercial and non-commercial partnerships will enable us to deliver our outstanding experimental medicine pipeline. Our partnership with the Guys and St Thomas's charity has been absolutely critical to the success of the BRC over the last few years. Specifically, they've supported us with a capital award that's enabled us to maintain our infrastructure at the world leading edge. Guys and St Thomas's, in partnership with King's College London, are poised to become the premier academic foundation trust in the NHS, and we will continue to play a key role in national infrastructure, driving the agenda of health and wealth for the nation. We are totally committed to the BRC and fully supportive of its endeavours. Our vision for research at Guy's and St Thomas's is to embed it at the heart of the trust so it becomes business as usual. I think we've already made great strides on this journey. The BRC and its associated clinical research facility have been key to helping the Trust become one of the largest recruiters to clinical trials in the UK. It is fundamental to our ability to realise our research ambitions and to remain at the forefront of experimental medicine. The Trust has earmarked space for an advanced therapy centre. The idea is that working with academic partners and partners in life sciences, we'll be able to take advanced treatments emerging from the BRC and turn them into drugs and treatments that will be available worldwide. I'll probably stop there. I again got a problem with this slide, but hopefully it will be resolved. Okay, don't worry, I'll do it. Okay, sorted. So just to summarize, you see those platforms. So you got advanced therapy platform over here, and that's where you will have research specifically focusing on things like gene therapy, cell therapy, tissue culture, those kind of things. Also, advanced monoclonal antibodies are being focused on in that area. You then got clinical research facility. This is basically an area where patients get treated, and is particularly licensed by MHRA for running phase 1 studies. And as I said previously, phase 1 studies are first-in-human studies, and they do have to go through rigorous safety and governance checks before it get approved to run in our institution. So I sit in the panel of that committee who actually approves the phase 1 studies, and I advise them on the medicinal product or investigates the medicinal products and its risk. Similarly, other teams like pharmacologists, statisticians, physicians, they all sit and they conclude the review and say whether somebody can run that study in the facility or not. Genomic platform is actually similar to advanced therapy platform, but the difference is they are specifically focusing on DNA sequencing, those kind of things. They are probably targeting genomic anomalies or genomic targets or genomic therapeutic area where they can actually focus research. And then you've got advanced therapies manufacturing. So what happens is products from different researchers, it needs to be prepared, it needs to be made into a dose. So for example, if you are focusing on a study with T cells, you have to get the T cells from somewhere. So you have to draw the blood from patients, or you have to use an externally developed T cell, and then you have to extract it, then you have to make it into a patient-specific dose based on the weight or based on the number of cells needed for the treatment. So the manufacturing GMP facility does that for us. And we work very closely with them because I do manage gene therapy or advanced therapies. So some of the processes, how to handle the drug, how to mix the drug, those kind of things, we do write the procedures for them, and then they follow it, and then we jointly make accountability in terms of governance of managing investigational medicine product. Then you've got biostatics and statisticians working. So we also do our own research. We do other sponsors' research, along with we do our studies.
So what happens is, if I have a hypothesis and I can develop into a small principle statement, then I can actually take it to the team and say, I would like to do this research, and can you support me from the platform? So they will give you trial managers, statisticians, they will do research analysis, and then they run the feasibility, and then they also help you with getting the money or grants to run the study. And advanced cytometry, I have no involvement in that, so I wouldn't touch that. Translational bioinformatic platform, basically, what is translational research means taking a drug from the lab to the patient. And these days, bioinformatics plays a lot of role in that, a big role in that process, because they can predict, the softwares can actually predict, what will be the target for the molecule, or how a drug will be behaving at various preclinical and clinical stages, because that information is already embedded in the software or the artificial platform. And obviously, clinical trial management platform. A lot of people think clinical trial is something like, you get the medication, you prepare the dose, and then administer it. No, there's a huge amount of governance, finance, trial managers, audits, quality assurance systems, those kind of things happening. So the CTU, we call, they provide us with support for running the study within the principles of ICH GCP guidelines. So this is what basically I do. Now, as I said previously, I didn't have any previous experience with the COVID vaccine trial, just obviously when COVID started. That's the first time I'm engaging. But I was doing a couple of studies along the same molecule, using the same platform, which you probably may be aware of, called Charax platform, which is the chimpanzee adenovirus platform. I was also part of some of the studies using the same platform to insert the cytotoxic drug into a target area. In other words, to treat solid and soft cancers. So I was aware of it, but I never realized one day this is going to come to me in this shape or form as COVID vaccine. So the journey started in 2020, and this was a study I was handling at that time. This isn't a COVID study. This is a vaccine developed for Crohn's disease. But what is interesting, you can see, is that this is using the same technology as the Covishield you have, because they're using the same chimpanzee adenoviral vector as the platform to embed the target molecule into the vector platform. And they're using it as a mechanism to get the drug, get the translation product into the cell and create immunogenicity. So we knew about the drug, and when the COVID vaccine arrived, it was exactly the same way this molecule needs to be handled. So initially, the Covishield investigational product was -80, because you have to store the drug in a certain way, within a certain period. So handling a drug within -80 is extremely difficult. You have to have such good systems in place to make sure drug isn't exposed to any temperature outside the range. And then I realized, not just Charax, you can see all these studies using the Charax platform, where they're around or just before COVID vaccine product arrived. So if you think about MERS, Middle Eastern Respiratory Syndrome vaccine, it was the same team who developed the product. It was Sarah Gilbert team at preclinical stage who developed this vaccine for MERS. And MERS is actually part of the SARS family, or COVID virus family. So we had a good amount of knowledge of handling Charax vaccine, making sure how we can actually transform the same idea into a COVID vaccine and make sure this is being fast-tracked into the clinical trial. So what this proves is, if you have a good research platform, if you have good skills and knowledge of something as a technology, and if you can transform the same technology into the COVID vaccine or any future vaccines or upcoming variants,
That is where your skill, knowledge, infrastructure, everything is. So the fundamental point one is you need to have this baseline research, knowledge, facility, infrastructure, and ability to fund. This was actually the vector platform design you can see for the MERS vaccine. And you will see on the far end, on the top right, you can see the violet insertion going into the vector platform. So that is the area which is going to be translated into the cell or into the cytoplasm, and then it creates the corresponding immunogenic antibodies, T cells. And this was the result of the first preclinical study. It's not clinical, by the way, it is the preclinical study in mice. And you can see the charts. I don't know, some of you can actually see the baseline numbers. You can see the top pillar is where the T cell or immunogenicity measure has been measured. And then subsequently, the same animal's spleen being separated, extracted, T cells being separated, and that's the graph you can see for different places. So, we know this can work. We knew this will produce immunogenicity, but what we didn't know was actually at the time how this is going to react into humans, how this is going to be, what sort of immunogenicity is going to be there. So if you think about the beginning of COVID, you will be saying, oh, vaccine is coming, and vaccine came, then realize how long the immunogenicity is going to stay, how many months you need to boost the second dose. You probably remember the arguments about 28 days boosting or 64 days boosting, those kind of things. So around the same time, we were continually working on the clinical study. So the same patients who were recruited into the baseline study, we then boosted with a 28-day in one arm, and the next arm we will delay for 3 months. So by about 6 months into the discovery, what happened is we had the data proving that you don't need a booster dose within 28 days. So this is an evolving thing because we never experienced something like in our lifespan, probably once in 100 years even. So this is the beauty of clinical study. Things are evolving, things are emerging. As the data emerge from different parts of the world, different sites, different clinic, and when the statisticians analyze it, we get the figures. And then we change and modulate the treatment plan. Obviously, you know Sarah Gilbert, who actually discovered the drug. It was currently in the preclinical stage, and Andrew Gilbert was Andrew Pollard, I always forget his surname. Andrew Pollard was the person leading us as the chief investigator from Oxford, and we were part of the Oxford vaccine group. So this is a story you all know now. It's well known, understood, and there's no need for any additional information. But you can see a graph in late 2021, the amount of doses, contracts being arranged for individual vaccines. And I have to say, I had the opportunity to handle most of those studies. Obviously, AstraZeneca vaccine is the Oxford one. And then I did do Pfizer for Pfizer, Novavax, Moderna, and we are still running Moderna Taiwan study. So this is basically an efficacy data. I'm pretty sure you have seen this. You can see 2 doses of 92% effectiveness, and then 86% against the severe disease or hospitalization. And then you've got vaccine effectiveness against symptomatic disease in patients who already have symptoms, 70%. Cumulatively, one of the main things you all were heard that clotting, blood clotting happens. And often, even health experts, when I go into media and when I discuss with people, they don't capture the scale and scope and the huge amount of information coming through, because they just pick one incident and they project that as a major thing. You can see 2.3 events per million. So 1 million is 10 lakhs people. So in 10 lakhs people, you only had thrombocytopenic events, TTS or syndrome, in
2.3 people, basically 2 people out of 1 million. Now, what we are doing now in terms of Oxford, we are not going into multivariant vaccine platform. What we are doing is how we can combine different vaccines into a clinical trial and then test how immunogenicity is modulated at 3rd, 4th, and 5th doses. So that comparison is what we are doing in terms of Oxford vaccine groups. So you can see heterologous means multiple vaccines, homologous means one vaccine. So we are doing a lot of heterologous primer boost COVID-19 vaccine studies currently. And one of them are called COMCOV, and this is the result. So we have, you can see 1:1:1, 3 arms being mixed in with the different vaccines, and you can see the output. And this is the randomization pathway. And obviously, I'm not going into specific details. Basically, what we are trying to do is identify immunogenicity of combination of different vaccines. And also, we test the serious side effects or safety indicators in terms of various side effects. So what basically it says is, these results underline the benefits of how you can use the vaccine in different age groups, in different settings, and in different patterns. So for example, I only had 2 doses of vaccine. I don't need a 3rd dose because I don't have any underlying conditions. But that may not be the case with the other people. They may need every 3 months because they may be immunocompromised. Cancer patients, people who are on steroids, people who have transplantation. So they will need different dosing or boosting pattern. And how do you understand? You continuously do the study. Okay, so you've probably seen, I think there's a missing slide here, anyway, I don't know why. You've probably seen a lot about Omicron variant. Now, when it arrived in South Africa, or when it arrived next to UK, the way we detect these variants, it could be emerging anywhere in the world, but there are organizations who are capable of doing this. So, European Disease Control, EDC, is a platform. They monitor emergence of different variants across the globe. They do have an indicator. Every day they update the variant. Then every day they update concerning governments in the European Union, UK. And then that data goes into the vaccine group, translational research, and then we constantly monitor in terms of how effective the existing vaccine, how we can actually change or modulate existing vaccine to fight the emerging variants. Now, once it's become the dominant variant in the community, what they did is, particularly Moderna was so good in adopting to the new variant. So they brought bivalent studies, and that is mainly focusing the original variant of the Omicron, and half of the vaccine will target the original virus strain, and that is the one from 2020, and the other half will target the new variant, which is the Omicron. So we did this study, and finally we had a conclusion to this study, and the product is now licensed. And this is an agency I was talking about, European Center for Disease Prevention and Control. These are the organizations giving you the professionals and experts on a executive summary, and this is one side. Pretty much every day of the time, we will go and work out what is actually coming on the way. So you can see
how they describe where the variant, what is the population, and where is predominant. That means we can actually focus our work towards that information. And we also have an organization called Genomic Partnership. So basically, it's a platform, all came collaboratively, which is academia, like university platforms, NHS organizations, government's own organizations, private sector. They all come and then form this partnership. What this means is, even within the short span of time, we can actually run the test very fast, get the result out, we can run the sequencing, and if there is mutations or variants in a particular part of the virus, particularly around the spike protein, then we can actually respond to the situation. So, why I'm showing this slide is because this is one of the main strategies we follow, because if you can't have a proper genomic surveillance of the virus, if you can't have the demographic population or spread of the virus, you can't respond. That means you will wait till the new variant comes, it becomes predominant in your community. Until then, you won't be doing anything. So this is on a daily basis, probably an hourly basis, experts coming together, different platforms coming together, and then running the test and sequencing. The other ways, I mean, obviously, I live in a Western world. They have, they have enough infrastructure, technology, finance, everything to support us. How the third world is going to respond? How you guys know what is your predominant variant in Trivandrum? And obviously, Bangladesh done a very smart way. They started testing the sewage. So you can see the sewage is the culmination of everything. And say, if I test the sewage around this area, I can pretty much populate a bigger picture of what is a predominant COVID variant, and based on that information, it can be part of the larger data, and then clinicians or researchers can bring a response. I think I'm missing some slides. There were a couple of graphs there, it's not there. Anyway, I think I had to leave it there. Sorry, guys. Okay. So this is another, I'm glad at least that slide is there. So what it shows is, by October 2021, that was the percentage of population who has been vaccinated. 93% of the population is vaccinated with the first dose, 88.4% is second dose, and 69% with the third dose. What this means is, this is one actually controlling the community spread of the existing variant, not the new variant. And if you look at the 69.6% of that population has been very likely boosted with a bivalent vaccine. That means you are already fighting the predominant bivalent variant already in the community. And that is a strategy I was talking earlier. If you have the genomic intelligence, if you have the viral new variant emergence intelligence across the globe, you can respond by changing mRNA vaccines into different, you can change the sequencing, and you can bring up a new bivalent or new variant vaccine fairly quickly these days, because you have already the existing platforms in place. So this one is a Glaxo study, which I'm currently running. Basically, it's a phase 1, single-blind, safety and reactogenicity and immunogenicity trial of monovalent and bivalent SARS-CoV vaccine in SARS-CoV-2 seropositive. That means, a patient already had the disease. And
not sure why I'm not seeing a slide. There was a slide. Pictures were. Control. There you go. Version 1. Okay. Version meta file പഠിക്കുന്നു അല്ലല്ല വേറെ ഫയൽ റെഡ്യൂസ് ചെയ്ത് Luckily, I have another folder, so this may not be the most up-to-date, but I can actually show you. Okay, so this was actually the threat I was trying to show you. So it shows by October, 15th October 2022, actually, that data is from 22, sorry. People tested positive in England, you'll see the graph there, and deaths within 28 days of positive test in England. That is the yearly data. So you can see, if you look at the death rate, you can see how low it is now. And that is directly linked to the top graph, where how the vaccination helping to reduce the mortality within the community. And the Glaxo study I was discussing, this is a graph I was showing. So you can see 3 cohorts in it. And you can see different dose ranges being stipulated. And this is the way you design a study. So you've got different age group. You can see below 65, you can see 18 to 64, you can see above 65, and you can also see different strengths of vaccines being tested in different groups of people. So when the results comes out, what it gives you the data, that means it precisely tell you how the individual cohorts being performed against the vaccine, clinically performed against the vaccine. The future pandemic is, we don't know how things are going to be emerging. And what that means is a lot of uncertainties. So what the world is doing is they're bringing different research platforms from the different parts of the world, different countries, and they create alliances where they can actually input huge amount of money into the research and then bring in different expertise into one platform. And this is one of the similar platforms, something called an all-in-one millennium vaccine project. What this is, so before looking into the top pictogram or picture, you can see Caltech, CEPI, University of Oxford, and Ingenza. Obviously, Caltech is a technology company. They use different technologies to optimize existing or emerging drugs.
They don't just focus on the therapeutics, they also do other informatics or therapeutic technology. CEPI is a collaborative platform. So what does that mean? CEPI is being funded by different countries, including India. And it creates a huge amount of experienced researchers, funding and platforms. And then CEPI invests billions of pounds or millions of pounds into new emerging molecules. So this molecule is a platform called Mosaic 8, which is a nanoparticle. What it does is, it brings in the spike protein part, RBD receptor binding portion of the spike protein, which is what attaching to the cell of the coronavirus, and it brings about 8 different virus vaccine against. So these emerging peptides you will see around the Mosaic molecule is a different RBD protein or peptides from different variants, not just the current one, the future ones as well. The good thing we know is SARS is a big family. You have things like MERS, SARS-CoV-2, you have a number of viruses in that family. What if another virus jumped from animal to human and create another pandemic? Answer to that is this. This means multivariant vaccine which can fight against different emerging variants. In summary, CEPI gives about £30 million to Oxford, and then Oxford mainly run the research in developing the molecule. And as I said previously, in Gensa, they have a big, large biomanufacturing facility, and they are the company who is going to actually upscale and manufacture the product. And this is the future. And this may be, currently they are targeting the receptor binding domain of the spike protein. And the current region has a specific region, and there are common areas for different viruses. If you can create peptides and embed into systems like these Mosaic 8 nanoparticles, basically you can create multivariate, multi-targeted, including the future variant against vaccines. So these are the different regulatory bodies like EMA, FDA, and other organizations coming together to join CEPI in developing this molecule. We also have Wellcome Trust, which is a London-based charity, which I work for as well. So you can see a huge amount of collaboration of technology expertise coming together to fight future COVID vaccines. Going into the detail of this Mosaic 8 variant molecule. So the old system, by presenting, the old system used to work by old system or current COVID-shield molecule by presenting fragments of SARS-CoV-2 spike protein, which is the RBD part. But the newly arising SARS-CoV variants, such as various forms of Omicron, are increasingly able to evade this current system. Whereas if you actually, with the new system, what basically it's doing is, by contrast, this new vaccine aims to create immunity to known, which is the existing one, and the future strain simultaneously. That means it is designed to focus immune response on parts of the common area of the receptor binding domain, which is shared by all viruses in the SARS-like or beta coronavirus family. And what it does is, it does this by presenting spike protein fragments of the RBDs from SARS-CoV-2 together with the RBDs from 7 other different types of coronaviruses on protein nanoparticles, which is embedded into the Mosaic 8 nanoparticle system. And that's basically the current where things are being progressing. And what is, a lot of people think research alone will make a vaccine. Not necessarily.
You can have brilliant researchers in any part of the world. They can bring up hypothesis and they can say this is going to work. But if they don't have the platform to run the clinical study, the product is not going to come out. So even if you run the study, you need to have a scale-up manufacturing facility. And that means you need to have really good infrastructure in creating manufacturing of these new vaccines. So what this shows is there's a huge amount of different companies aligned with the UK government getting ready for future vaccines and continuously producing existing vaccines. That means what you need to, in summary, what you need to remember is it is not just researchers or research. You have to have funding, you have to have clinical research facilities like nurses, pharmacists, and various other experienced researchers. And you also have a scale-up model where you can actually manufacture vaccine to the global scale and it can be reached to the global population. And that's what I summarized here. How do you, what is your goal? How you strategically place? How you collaborate with the different people? How you manage your manufacturing, supply chain, finance, funding, and obviously the big data emerging from the population. And one thing I didn't mention here, and that's actually purposefully I did it, because the most critical thing for clinical research is volunteers. And how volunteers come forward, you need to have an educated people or a population who can actually listen to researchers and come forward and be part of the clinical research. So if you want to run a study here, if no one comes forward for study, you can run the study. So that's why you will see data, big data is a very key thing. So in UK, we have something called citizens data. That means when our clinical staff prepare for a study, they will condense those target patients or population into a small data, and then from the data they will contact patients, healthy people or with a specific condition. They will contact these people and they will invite them into study. So it is important that you have a society who support, facilitate research. They come forward and be part of the research, otherwise we can't do clinical research. I'm really sorry, probably one or two slides may be missed because this is my previous version of the earlier one. I thank you. I want to ask, be brave and stand up, or something else you want to ask, maybe email me, I'm more than happy to help you. It is an extreme pleasure and humble to be part of you. Thank you very much. Thank you, Mr. Monsi Matthew. Regarding the preclinical studies, then he also mentioned regarding the Oxford vaccine trial, then regarding the AstraZeneca vaccine, and how they fought against the new variants like Omicron. Then finally, the developments in all-in-one vaccine, that's the Millennium Project. So the session is open for discussion. Any questions? When you started the trial, in a sense, this was a major challenge. The COVID was a major challenge the entire world faced. So was there any specific deadline given to the project team that you should complete it? And another thing, like, the trials are really stringent. There are a set of regulations, isn't it? Was any regulation flexed to make this product get into the market? Okay, I think I got your question. The answer to your first question. So when we started the first study called 002, the 001 was run in Oxford. We were part of the phase 2 version. Because as I said, we already know how Chardoc's platform works. We already have a vaccine for MERS, Middle Eastern Respiratory Syndrome, which is part of the SARS family. So we do know a range of
safety, efficacy, data. So we have that knowledge already. So what we didn't know was actually how to handle the drug, because this is even though we are using Charab's new platform for COVID, the previous one we were handling at -80, so the initial product came at -80, then preparing the dose and preparing the vaccine administration, all those processes we need to write. We didn't have any clarity. I mean, I have to say, I was writing the process from where I live, which is King's Lynn, and 200 miles to London, with basic data, because Oxford wasn't sure how to handle this. And you can imagine handling in -80 a drug and administering to 20-25 participants a day is a mammoth task. It's not going to work. So that was a challenge until about 3 months down in the study. Then they managed to reformulate the drug into a fridge product, which is 2 to 8 degrees Celsius. Then from there, we knew we are going to meet the deadlines. And they were quite intense. We need to remember, these are really experienced clinical trial managers coming from different platforms, and they're working day and night. When I say day and night, they are truly working day and night. You can get call any time. Midnight, they will ask you to go to X area, move X amount of vials of drug, and get ready for next day dosing. So it was so intense. It was emotionally challenging because before the Oxford vaccine, the first drug we were handling was remdesivir. We didn't know, our aseptic unit wasn't prepared to prepare the dose in the aseptic unit, and you probably will be able to prepare 10 doses in 2 hours in an aseptic unit. So you have to create an alternative pathway to get the drug elsewhere, prepare it, and administer it. So we were answering your questions precisely. There was no target, but we were working intensely. The second question, I believe you are asking whether did we bypass the actual research activity. No, absolutely not. My site was one of the sites inspected by MHRA just 2 weeks before licensing the product. Extensive audit, extensive. Every piece of paper has been looked, corrected, and there was no feedback in our side. So that means we didn't do it, but we fast-tracked it. So traditionally, if you are doing this study, there will be a small study group, and we'll be running months and years. But when you have multiple sites across the globe, and you have big population coming in for study, then you get the data fast, and then you get the approval fast. We didn't bypass anything. I can confidently say. Thank you. So one more note. What is the future of COVID vaccine when the entire world gets opened up? Some say you don't require masks. So what is the future of COVID vaccine and its subsequent trials? Well, as I said, you could see all-in-one vaccines coming on your way, including for those variants which aren't here now. They will be emerging in a few years' time, or they may not emerge at all. But you will get immunogenicity for future variants. But this is only a smart platform. If this technology develops, you may be targeting hundreds of variants. But the question remains, do you actually need it? So what ideally should happen is you get the molecules ready, you get basic studies run, and then preserve it. And if things emerges, then you fast track it. So that's what I'm saying. You have to have a goal before you start the study. You have to have a strategy, where it's going, which group of patients, and when you are using it. It's not just, you can work hard, like a plan and claim that that's a drug. But unless until you actually test it, study it, you won't get it. Thank you. Thanks. Any other questions? Since we are running in short of time, I think we'll wind up. Thank you, sir. It was a wonderful session. We are glad that you have expressed all the current ideas appropriate to the session. Thank you, everyone.
Now, on this bright instance, as a token of gratitude, I would like to welcome Sri Balakrishnan C, Member, Kerala State Pharmacy Council, to hand over the Certificate of Excellence to Mr. Monsi Matthew. Thank you, sir. Ultimately, development to combat antibiotic resistance. The resource person for the session is Dr. Anish Chakunkal, Associate Scientific Director, Adjuvants and Delivery Systems, Janssen Vaccines and Prevention. The moderator for the session is Dr. Chandran C, Assistant Professor, College of Pharmaceutical Sciences, Government Medical College, Kannur, Pariyaram. With equal pleasure, I welcome Dr. Anish Chakunkal and Dr. Chandran C for the session. Now I request Dr. Chandran C to moderate the session. Sir, please. Thank you. Good afternoon. So we are into the last session, the third session for the day, and we have our resource person, Dr. Anish. We have already heard about him, very inspiring, a very dynamic personality. As he said, had a very humble beginning from his own favorite place, Idukki, then completed B.Pharm from Kottayam, Masters from ICT Mumbai, very prestigious organization. Then he has done his PhD and subsequently he holds a key position with the Janssen company. So, fantastic profile, really inspiring, motivational profile. And actually we are really happy, or we are really privileged to have three fantastic resource persons today, Monsi, Anish, and I am really proud to say that he was my contemporary and really a very humble person, very clear, very humble. I have attended some of his sessions, really interesting, informative. So now I really believe that it's going to be really worth listening to him. And Anish, it's over to you now. Thank you, sir. Indeed, it's a great pleasure to be here. Can everyone hear me? Is okay? Great. And it's a great pleasure that Sharat was introducing me. We met multiple times. It's a great thing to again hang out on a different role and different platform. Thank you, Sharat. And before I start, I would like to thank the organizations, especially Naveenchan sir and Raju sir for this great opportunity. They constantly encourage me. They motivated me to come over here, and that actually happened. Really, thanks a lot. So before I start, I would like to know how many of you are students? Hello? How many of you are B.Pharm students? Oh. How many of you are M.Pharm students? Good. And how many of you are practicing pharmacists? Oh. And teachers? Yeah, great. I got a good idea. Okay, what kind of, because I would like to tailor my talk to the audience. That's my idea. Okay. And is there anyone who can't follow Malayalam? Malayalam ariyatha arengundo? Illa. So in between ഞാൻ കുറച്ച് മലയാളം ഉപയോഗിച്ചാൽ കുഴപ്പമില്ലല്ലോ. So great. Thanks. That's thanks. So I'll be talking about what can a pharmacist do in vaccine development. ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഫാർമസിസ്റ്റിന് എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് ഞാൻ നോക്കുന്നത്. I will try to bring it down to the basics. നമ്മൾ ഇന്ന് കോളേജിൽ പഠിക്കുന്ന B.Pharm ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ പഠിക്കുന്ന കുട്ടി പഠിക്കുന്ന വിഷയങ്ങൾ എങ്ങനെയാണ് ഒരു വാക്സിൻ ഡെവലപ്മെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ? And there are a lot many things a pharmacist can do in vaccine development, but I'll try to make a correlation between what can a pharmacy student pick up from his daily curricula. ഓരോ ദിവസത്തിലും നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിൽ നിന്നും, ഫാർമസ്യൂട്ടിക്സിൽ നിന്നും, ഫിസിക്കൽ ഫാർമസിയിൽ നിന്നും, ഫാർമക്കോഗ്നസിയിൽ നിന്നും
അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു, അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ എന്ത് പഠിച്ചു, അതെങ്ങനെയാണ് ഒരു വാക്സിൻ ഡെവലപ്മെൻറ്റിൽ, അത് ചെറിയ സ്ഥലത്തല്ല, ലോകോത്തരമായ ഒരു വാക്സിൻ ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ റിസർച്ച് ലാബിൽ ഞാനതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വെരി സിമ്പിൾ സ്റ്റോറി. So I will keep it down to that basics and I will try not to drill into details of scientific results. Okay? That's the idea. And my whole idea was that ഞാൻ ഈ പ്രോഗ്രാമിൽ വരുന്നപ്പോൾ രാജു സാറിന് ചോദിച്ചു എന്തിനാണ് ഈ പരിപാടി നടത്തുന്നതെന്ന്. അപ്പോൾ രാജു സാർ പറഞ്ഞു ഒരുപാട് കുട്ടികൾ വരും, ഇന്ന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്യുന്ന നാളെ ഒരു കുട്ടി ഉണ്ടായാൽ അത് ഇന്നത്തെ പരിപാടിയുടെ ഒരു വിജയമാണെന്ന്. That is the sole motivation. So that's one of the reasons. So I'll try to make that correlation. Okay. So with this എന്താണ് എൻ്റെ ടോക്കിൻ്റെ ഒരു ഓവർവ്യൂ? ഐ ബി ടോക്കിംഗ് അബൌട്ട് സബ് യൂണിറ്റ് വാക്സിൻസ്. ഇന്ന് പുതുതായി വരുന്ന വാക്സിൻസ് എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് സബ് യൂണിറ്റ് വാക്സിൻ എന്ന കാര്യം പറയും. സാധാരണ വാക്സിനുകളിൽ നിന്നും പുതിയ തലമുറയിലുള്ള വാക്സിനുകൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കുറിച്ച് പറയും. അതെങ്ങനെയാണ് വർക്ക്, ഹൗ ഡസ് ഇറ്റ് വർക്ക്, എന്തുകൊണ്ടാണ് ഫോർമുലേഷൻ എന്ന ഒരു സബ് യൂണിറ്റ് വാക്സിന് പ്രാധാന്യം. ഇതുവരെ ഒരുപാട് വാക്സിൻസ് ഉണ്ടായിരുന്നു. പുതിയ തരത്തിലുള്ള വാക്സിൻസ് ഉണ്ടാകുമ്പോഴാണ് ഫോർമുലേഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് പാക്കേജ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. അതായത് ഒരു പാരസെറ്റമോൾ നമുക്ക് കുടിക്കാം, അല്ലേ, സിറപ്പായിട്ട് കുടിക്കാം, ടാബ്ലറ്റ് എടുക്കാം, പിന്നെ ഇഞ്ചക്ഷൻ ആക്കാം, പല ഫോർമുലേഷൻ ഉണ്ട്. ഒരു വാക്സിനെയും അങ്ങനെ പല ഫോർമുലേഷൻ ആക്കാം. ഇതുവരെയുള്ള വാക്സിൻ എല്ലാം ലിക്വിഡ് ഇഞ്ചക്ഷൻസ് ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും ചെല്ലുന്നു, കൈ കാണിക്കുന്നു, ഇഞ്ചക്ഷൻ കിട്ടുന്നു, വീട്ടിൽ പോകുന്നു, അതായിരുന്നു അല്ലേ. പക്ഷേ ഇനി പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന വാക്സിൻസുകൾ പലതും പല രൂപത്തിലുണ്ടാകും. അതെന്തുകൊണ്ടാണ് പല രൂപത്തിലുണ്ടാകുന്നത്? അങ്ങനെ പല രൂപത്തിലുണ്ടാകുന്നത് ഒരു ചലഞ്ചാണ്. പക്ഷേ ഒരു ഫാർമസിസ്റ്റിനെ സംബന്ധിച്ചുള്ള അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അതിനെ എങ്ങനെ പാക്ക് ചെയ്യണം, എന്ത് വാക്സിൻ ഉണ്ടാക്കണമെന്ന് പലർക്കും പറയാം. അത് ഏത് രൂപത്തിൽ പാക്ക് ചെയ്യണമെന്ന് പറയേണ്ടത്, പാക്കേജിൻ്റെ ഒരു വെരി ബിഗ് നെയിം. ഓക്കെ, ഏത് pH വെക്കണം, ഏത് സൊല്യൂഷൻ ആയിരിക്കണം, എന്ത് വയലിലായിരിക്കണം, അതെല്ലാം തീരുമാനിക്കുന്ന ഡിസിഷനിൽ ഫാർമസിന് ഒരു മേജർ റോളുണ്ട്. അപ്പോൾ I will try to explain why sub-unit vaccine is important and how a pharmacist can play a role in that. That's the important thing. And I will be talking a bit about antibiotic resistance. ഞാൻ വർക്ക് ചെയ്യുന്ന വാക്സിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് ഒരു വാക്സിൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന്. അവിടെയും ഫാർമസിസ്റ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ. ആൻഡ് ദെൻ I'll be talking about a very specific category of vaccine known as glycoconjugate vaccines. എന്താണ് ഗ്ലൈക്കോകോൺജുഗേറ്റ് വാക്സിൻസ്? ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനാണ് ഒരു വാക്സിനേഷനിലെ ഒരു സബ് യൂണിറ്റ് വാക്സിനാണ് glycoconjugate vaccine. I'll try to explain you what's a glycoconjugate vaccine and how can a pharmacist can play a role and how can something that you learned in pharmaceutical chemistry too can be used over there. Adu njan explain cheyan try. And towards the end I will highlight few examples where pharmacists play a critical role in developing few vaccines. ഒരു ഫാർമസിസ്റ്റിൻ്റെ ചിന്ത, അവൻ്റെ ബുദ്ധി, അവൻ്റെ വിവരം, അവൻ്റെ അറിവില്ലായിരുന്നെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത 3 വാക്സിൻ്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. I think that's going to be my total talk end to end. Okay, so now moving on. Very simple thing about vaccine, because ഇന്ന് പത്രം എടുത്ത് നോക്കിയാൽ, ഇൻ്റർനെറ്റ് എടുത്ത് നോക്കിയാൽ 10 പേര് വാക്സിനെ സപ്പോർട്ട് ചെയ്താൽ 11 പേര് വാക്സിനെതിരെ സംസാരിക്കുന്ന ഒരു കാലമാണ്. ഓക്കെ, ഒരു ആൻറ്റി വാക്സിൻ മാഫിയ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരുപാട് നമുക്ക് എക്സ്പ്ലനേഷൻ വിശദീകരണമില്ല. പല കാര്യങ്ങളും വൊളറ്റൈലാണ്, പലരും പല കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് ഒരു ആൻറ്റി വാക്സിൻ മാഫിയ ഉണ്ടാകുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ലൈഡ് വാക്സിനെ കുറിച്ച് പറയാൻ തീരുമാനിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, ശുദ്ധജലം, ഡ്രിങ്കബിൾ വാട്ടർ, ശുദ്ധജലത്തിൽ കഴിഞ്ഞാൽ പോർട്ടബിൾ വാട്ടറിന് ശേഷം ഏറ്റവും കൂടുതൽ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു ഔഷധം എന്ന് പറഞ്ഞാൽ വാക്സിനാണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ അമേരിക്കയിൽ മാത്രം എക്സാമ്പിളാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. മീസിൽസ്, ദ സൈസ് ഓഫ് ദി സ്പിയർ എക്സ്പ്ലെയിൻസ് ഓക്കെ ഹൗ ബിഗ് ദിസ് വാസ് ബിഫോർ വാക്സിനേഷൻ ആൻഡ് ഹൗ ഇറ്റ് ഈസ് കറൻ്റ്ലി. ഒന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. മീസിൽസ്, ഈ യെല്ലോ മീസിൽ ഹാസ് ബിക്കം 61 കേസായി. അതായത് വാക്സിൻ ഉണ്ടാകുന്നതിന് മുമ്പ് 3 ലക്ഷത്തോളം കേസുകളുണ്ടായിരുന്നു പ്രതിവർഷം. അത് വാക്സിന് ശേഷം വെറും 60 കേസായി മാറി. അതൊരു വളരെ മികച്ച എക്സാമ്പിളാണ്. പോളിയോ, ഈ പോളിയോ ഉണ്ടായത് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ്, വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വയ്യാത്തതൊന്നുമല്ല. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റിന്റെ മോൾക്കും പോളിയോ ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ മോള് കോവിഡായിട്ട്, അവിടെ അന്നത്തെ കാലത്ത് കോവിഡായിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ലങ് മെഷീനിൽ കിടക്കുമായിരുന്നു. എല്ലാ സമൂഹത്തിലെ എല്ലാ നാനോ തുറയിലുള്ളവർക്കുണ്ടായ സാധനമാണ് പോളിയോ.
ആ പോളിയോയാണ് ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് അമേരിക്കയിലൊക്കെ അത് എന്താണ് നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ലെവലിലേക്കാണ് ആ വാക്സിൻ മാറ്റിയത്. ആ പോളിയോയുടെ വാക്സിൻ കണ്ടെത്തിയ അദ്ദേഹം മനസ്സിലാക്കണം, ജോനാസ് ആൾക്ക് ആ വാക്സിൻ ആദ്യമേ ടെസ്റ്റ് ചെയ്തത് തന്നെ സ്വന്തം മോളിലാണ്. സ്വന്തം മോളിൽ അത്രമാത്രം ഒരു ഡയർ സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ പല അസുഖങ്ങളും ഞങ്ങൾ ഈ AKG സെൻറ്ററിൽ ഇന്ന് പറയാൻ പറ്റുന്ന മനോഹരമായ ഒരു കഥയാണ്. AK സെൻറ്ററിൽ ഇന്ന് പറയേണ്ട കഥയായതുകൊണ്ട് ഞാൻ കഥയോട് പറയാം. നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനോട് ഒരിക്കലും ഒരാളോട് ചോദ്യം ചോദിച്ചു, അങ്ങ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അന്ന് അദ്ദേഹം പറഞ്ഞു കഥ, ആ കഥ മനസ്സിൽ ഹൃദയത്തിൽ തട്ടുന്ന കഥയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഏതെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറമ്പിൻ്റെ മുകളിൽ ഒരു ചെറിയ കൂരയ്ക്കുള്ളിൽ ഒരു കൂരയാണ് കാണിച്ചതെന്ന് പറഞ്ഞ് കുറച്ച് നാൾ ശേഷം കൂര കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുമെന്നാണ് അദ്ദേഹം പത്രക്കാരോട് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം തരണമെങ്കിൽ വസൂരി വന്നാൽ അന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് നാൾ മുമ്പല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അമ്മയുടെ കഥയെ പറയുന്നത്, ഒരുപാട് നാളത്തെ കഥയല്ലേ പറയുന്നത്. വസൂരി വന്നാൽ പറമ്പിൻ്റെ ഊണിൽ ഒരു പുറംപറ്റ ഉണ്ടാക്കി അവിടെ മറച്ചു വെക്കുകയും കൂട്ടിയിട്ട് കത്തിക്കുന്നതായിരുന്നു നമ്മുടെ നാട്. നമ്മുടെ നാട് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെ ജീവനങ്ങളെ രക്ഷിച്ച ജീവൻ രക്ഷാ ഔഷധമാണ്, ലൈഫ് സേവിങ് മെഡിസിനാണ് വാക്സിൻ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഓരോ ഫാർമസിസ്റ്റും എംപവേർഡ് ആകണം, അറിഞ്ഞിരിക്കണം, സംസാരിക്കണം, വാചാലനാകണം, അതിനെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചും പഠിച്ചു വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ ലൈഫ് സേവിങ് തിങ്. ദാറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് മീ വർക്കിംഗ് ഔട്ട് ദെയർ. സോ എന്തുകൊണ്ടാണ് വാക്സിൻ വർക്ക് ചെയ്യുന്നത്? അവിടെ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയാണ്, അല്ലേ? നമ്മളൊരു കളക്റ്റീവ് കൂട്ടായ്മയാണ്, നമ്മളൊരു ഹേർഡാണ്. ഒരു മൃഗങ്ങളെ കുറിച്ച് പറയാറ് നമ്മൾ ആട്ടിൻ കൂട്ടം, ആട്ടിൻ പറ്റം, അല്ലെങ്കിൽ ചെന്നായ കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യരൊരു കൂട്ടമാണ്. വി ലീവ്. എത്ര നോക്കി ഞാനൊരു സെൻസർ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാനിന്ന് മീറ്റ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാൻ പറ്റും. ഞാൻ കാലാകാലങ്ങളായി ബന്ധപ്പെടുന്ന എൻ്റെ കണക്ഷനാണ് ഒരു കൂട്ടം. അപ്പോൾ നമ്മളൊരു കൂട്ടമായി ജീവിക്കുന്നതുകൊണ്ടാണ് ഈ വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന കാര്യം. കാരണം ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ആദ്യത്തെ ഒരു പാനലിൽ നോക്കിയാൽ ആരും വാക്സിനേറ്റഡ് അല്ലാത്ത അവിടെ ഒരു വൈറസ് വന്നു വീണാൽ ആ വൈറസ് പെട്ടെന്ന് എല്ലാവരിലേക്കും ഇത് വർക്ക് ചെയ്യില്ല, അല്ലേ? ഓക്കെ, ഫൈൻ. സോ ആദ്യത്തെ പാനലിൽ നോക്കുവാണെങ്കിൽ ആ എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന്, കാരണം ആരും വാക്സിനേറ്റഡ് അല്ല. രണ്ടാമത്തെ പാനൽ കുറച്ച് പേര് വാക്സിനേറ്റഡ് ആണെങ്കിൽ അത് പിന്നെയും വരും. പക്ഷേ സമൂഹത്തിൽ ഒരുപാട് പേര് വാക്സിനേറ്റഡ് ആണെങ്കിൽ, ഒരു 80% ആൾക്കാർ വാക്സിനേറ്റഡ് ആണെങ്കിൽ ഒരു വൈറസ് വന്നാൽ അവർ വാക്സിനേറ്റ് അല്ലാത്തവർ, ഈ റെഡ് ആൾക്കാരെല്ലാം വാക്സിനേറ്റ് അല്ലാത്തവരും, അതാണ് ഹെഡ് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ എല്ലാവരും വാക്സിനേറ്റഡ് ആകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. 100% വാക്സിനേഷൻ പറഞ്ഞാൽ പലപ്പോഴും ലോജിസ്റ്റിക്കലി നമുക്ക് നടന്നെന്ന് വരികയല്ല. അതിന് പിന്നിൽ ഒരു അപ്പം എന്താണ്, പക്ഷേ ഒരു 80% പേര് വാക്സിനേറ്റഡ് ആയാൽ, കാരണം വാക്സിൻ ചിലപ്പോൾ അസുഖം കാരണമോ അല്ലെങ്കിൽ എല്ലാവർക്കും വാക്സിൻ എടുക്കാൻ പറ്റുന്ന വരില്ല. ചിലർക്ക് ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടാകും, ചിലർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, മാർജിനൈസ് ആൾക്കാർ. അവർക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ആരോഗ്യമുള്ളവരെല്ലാം വാക്സിൻ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ വെല്ലുമയ്ക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയില്ല, ഞാൻ വാക്സിൻ എടുത്തു, എൻ്റെ അമ്മ വാക്സിൻ എടുത്തു, എൻ്റെ അനിയത്തി വാക്സിൻ എടുത്തു, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും വാക്സിൻ എടുത്തുവെങ്കിൽ നാളെ ഒരു വൈറസ് എന്നിൽ കയറിയാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല, കാരണം അവിടെ കൊണ്ട് ആ ശൃംഖല നീക്കുകയാണ്. അപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റാത്ത എൻ്റെ അമ്മയും എൻ്റെ വെല്ലുമ്മയും എൻ്റെ അമ്മൂമ്മയും അതിലൂടെ പ്രൊട്ടക്റ്റഡാണ്. അതാണ് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഓഫ് നമ്മളൊരു കൂട്ടമാണ്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ കൂടെ ഒരു പ്രതിഫലനമാണ് നമ്മൾ വാക്സിൻ എടുക്കുക എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് ഹൗ വാക്സിൻ വർക്ക്സ്. ഇറ്റ് ഡെവലപ്സ് ഹേർഡ് കമ്മ്യൂണിറ്റി. അത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു നൗ. എന്താണ് ഒരു സബ് യൂണിറ്റ് വാക്സിൻ? ആ സബ് യൂണിറ്റ് വാക്സിൻ്റെ എക്സാമ്പിളിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു മനോഹരമായ എക്സാമ്പിളാണ്. പണ്ട് രാമായണത്തിൽ ലക്ഷ്മൺ മുറിവേറ്റപ്പോൾ മരുന്ന് കൊണ്ടുവരാൻ ഹനുമാൻജി കൊണ്ടുവന്ന് മൊത്തം മരുത്താമല കൊണ്ടുവരുന്നു. ആ മരുത്താമലയിൽ ഏത് മരുന്നാണെന്ന് അതിനറിയാത്തതുകൊണ്ട് ആഴിക്കാൻ കൊണ്ടുപോകുന്ന മനസ്സല്ലേ എന്ന് പറഞ്ഞ പോലെയായിരുന്നു ആദ്യകാലത്ത് നമ്മുടെ വാക്സിൻസ് എല്ലാം. നമുക്ക് എന്ത് കൊടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് ഓക്കെ വാക്സിൻ, സ്മോൾ പോക്സ് വാക്സിൻ, വസൂരിക്കുള്ള വാക്സിൻ പറഞ്ഞാൽ വസൂരിക്കുള്ള വൈറസിനെ എടുത്തു, വൈറസിനെ മൊത്തം ഹീറ്റ് കിൽ ചെയ്തു, ആ വൈറസ് എല്ലാവരിലേക്കും കൊടുത്തു. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും BCG കിട്ടുന്നു. BCG പറഞ്ഞാൽ MTP, മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലം. BCG അതിൻ്റെ BCG എന്ന് പറയുന്ന പ്രത്യേക സ്ട്രെയിൻ എടുത്ത് നമുക്കെല്ലാം കൊടുത്തു. എല്ലാവരുടെ ഇവിടെ ഇല്ലേ? എല്ലാവർക്കും ഇല്ലേ? സ്കൂളിൽ പഠിക്കുന്നത് പോകുമ്പോൾ എല്ലാം പൊട്ടി ഒലിച്ച് വലിയ ഷർട്ട് വരുമ്പോൾ പലർക്കും കാണാൻ പറ്റും. അതെന്താ പണ്ട് BCG കിട്ടിയെന്ന് പറയും, അല്ലേ? ഒരു വാക്സിൻ കൊടുത്തതിന് വാക്സിൻ്റെ പ്രതിഫലനമായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്ക് വാക്സിനെ കുറിച്ച് അതറിയാം. We only knew that. We didn't know what exact element within the vaccine or within the virus which will transmit protection. അതറിയാത്തതുകൊണ്ട് മൊത്തം വൈറസിനെ എടുത്ത് ചെയ്തു. അവിടുന്ന് സബ് യൂണിറ്റ് വാക്സിൻ എന്ന് പറഞ്ഞെങ്കിൽ
യവനകഥയിൽ അച്ചിലിനെ പറയുന്നത് അച്ചിലിസ് ഹീൽ. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ജരാസന്ധൻ്റെ തൊടയിൽ വെച്ചാലാണ് ജരാസന്ധനെ കൊല്ലാൻ പറ്റുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്ത പോലെ യവനകഥയിലെ അച്ചിലിസിന് ഒരു സോഫ്റ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു. ആ സോഫ്റ്റ് സ്പോട്ട് വാസ് ടാർഗറ്റ്. അപ്പോൾ എല്ലാ വൈറസിനും എല്ലാ ബാക്ടീരിയയ്ക്കും ദർ ഈസ് എ സോഫ്റ്റ് സ്പോട്ട്. ആ സോഫ്റ്റ് സ്പോട്ട് കണ്ടെത്തി അതിനെ ബേസ് ചെയ്ത് വാക്സിൻ ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് BCG കൊടുത്ത് എത്ര പേർക്ക് കോവിഡ് വാക്സിൻ എടുത്തിട്ട് ഇവിടെ പാടുവന്നു? ആർക്കും പാടുവന്നോ? ഇല്ല. കാലത്തിലുള്ള നമ്മുടെ വാക്സിൻ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നമ്മൾ അതിനോടുള്ള സൈഡ് റിയാക്ടോജനസിറ്റി കുറഞ്ഞു വരുന്നതാണ്. കാരണം നമ്മൾ പണ്ട് മൊത്തം വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ അറിവ് മൂലം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വി നൗ ടേക്ക് ഓൺലി എ സ്മോൾ പീസ് so that the reactogenicity goes down and efficacy is retained. ഈ ഒരു യാത്ര ഒരു മൊത്തം the journey from the whole bug to this subunit, and that pharmacist has a very important role to play. ഏത് കഷ്ണമാണ് എടുക്കേണ്ടത്, ഏത് മോളിക്യൂളാണ് എടുക്കേണ്ടത്, ആ മോളിക്യൂളിനെ എങ്ങനെ പാക്ക് ചെയ്യണം, എങ്ങനെ കൊടുക്കണം, ഏത് സിറിഞ്ചിൽ കൊടുക്കണോ സിറിഞ്ചില്ലാതെ കൊടുക്കണോ അതോ ഡ്രൈ ആയിട്ട് കൊടുക്കണോ, ഈ ഡിസിഷൻ എല്ലാവർക്കും pharmacist has an important role to play, and that is what is subunit vaccine. Now let's see what kind of subunit vaccines exist in the clinic. So as you know, I will also take the same example. Monsar പറഞ്ഞ COVID example എടുത്തുകൊണ്ട് I'll try to build up the story and then I'll go to antimicrobial resistant vaccines. So നമ്മൾ കോവിഡ് വൈറസ് നോക്കുകയാണെങ്കിൽ കോവിഡ് വൈറസിന് ഒരു വൈറസ് പാർട്ടിക്കിൾ ഉണ്ട്, വൈറസിന് ഒരു സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ട്, ആൻഡ് അദ്ദേഹം അതിനെക്കുറിച്ച് he already talked about that. It has a DNA, okay, and then lot of nuclear proteins. That's a whole virus. So if you can also take a whole virus, you can take a whole virus based vaccine. For example, vaccine was a whole virus based vaccine. നമ്മുടെ നാട്ടിലുള്ള വാക്സിൻ ഉണ്ടെങ്കിൽ അവർ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന മൂന്ന് വൈറസിനെടുത്തു. They just formalin inactivated, they throw some formalin എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോട്ടീനെയും അതിങ്ങനെ ക്രോസ് ലിങ്ക് ചെയ്യും. It became a protein, a vaccine, and they gave it as a bottle as a vaccine, and that is Covaxin. But probably there are better forms of developing a vaccine, and some companies ended up in developing subunit vaccines. One of the best example is, okay, അദ്ദേഹം മോൻസർ പറഞ്ഞ ഓക്സ്ഫോർഡിന്റെ വാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് എന്ന് പറഞ്ഞ വാക്സിൻ. കോവിഷീൽഡ് ഇസ് എൻ അഡിനോ വെക്ടർ ബേസ്ഡ് വാക്സിൻ. അവരെന്താ ചെയ്തത്, ഒരു വെക്ടർ, അതായത് ആ വൈറസിനെ പോലെ തന്നെ ഇരിക്കുന്ന എന്നാൽ ഹാനികരമല്ലാത്ത മറ്റൊരു വൈറസ്, നോൺ ഇൻഫെക്ഷ്യസ് ആയ വൈറസിനെ അദ്ദേഹം പറഞ്ഞ ചിമ്പാൻസി വൈറസ് എന്ന് പറയുന്ന ആ വെക്ടർ, ചിമ്പാൻസി അഡിനോ വെക്ടർ എന്ന് പറയുന്ന ആ വെക്ടർ എടുത്തിട്ട് ആ വെക്ടറിനുള്ളിൽ കോവിഡ് വാക്സിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ്റെ ജനറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ജനിതക ഘടന അല്ലെങ്കിൽ DNA ട്രാൻസ്ലേറ്റ് വയ്ക്കുകയും അങ്ങനെ അതിനൊരു ക്യാരിയറാക്കി വയ്ക്കുന്ന അങ്ങനെ ഒരു സബ്യൂണിറ്റ് ബേസ്, ഇറ്റ്സ് ഓൾസോ സബ്യൂണിറ്റ് ബേസ്ഡ് വാക്സിൻ. പക്ഷേ ആ വാക്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ വൈറസ് പോലെ ഇരിക്കും, വൈറസിനെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ ആ വൈറസ് reflect that represents or expresses the protein which is corresponding to COVID vaccine. That's a very good example, Covishield. അതല്ലാതെ ഈ ഇടയ്ക്ക് ലൈസൻസ് ആയ ഒരു വാക്സിനാണ് നോവാവാക്സിൻ്റെ വാക്സിൻ. നോവാക്സ് they said, okay, we don't want any virus, stop with virus. Okay, കാരണം എന്നുണ്ടെങ്കിൽ വൈറസ് കൊടുക്കുമ്പോൾ വൈറസിന്റെ കാരിയറും that also creates some immunogenicity, to create some unwanted immunogenicity as well. അതുകൊണ്ട് അവർ ആ സ്പൈക്ക് പ്രോട്ടീനെ മാത്രം, they made a recombinant spike protein, they converted that into a beautiful nanoparticle. ആ നാനോപാർട്ടിക്കിൾ ആക്കി ഒരു ട്രൈമറിക് നാനോപാർട്ടിക്കിൾ ഉണ്ടാക്കി. ദാറ്റ്സ് ഓൾസോ ടെക്നോളജി. എ ഫാർമസിസ്റ്റ് വിൽ പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അങ്ങനെ നാനോപാർട്ടിക്കിൾ ഉണ്ടാക്കി നാനോപാർട്ടിക്കിൾ എങ്ങനെയിരിക്കും, അതിനെ എങ്ങനെ നമ്മൾ ഫിസിക്കൽ ഫാർമസി പഠിച്ച പോലെ ഏത് സൈഡ് നാനോമീറ്റർ ആക്കണം, നാനോമീറ്റർ എങ്ങനെ മെഷർ ചെയ്യും, നമ്മൾ വോളിയം ഡയമീറ്റർ മെഷർ ചെയ്യുമോ, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡയമീറ്റർ മെഷർ ചെയ്യാൻ പോകുന്നത്, VD ആണോ, VM ആണോ, VR ആണോ, അതോ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്യുമോ, നമ്മൾ മൈക്രോമെട്രിക്സ് പഠിച്ച കാര്യങ്ങളെല്ലാം വി ആർ ഗോയിങ് ടു യൂസ് ഓവർ ദെയർ, ആൻഡ് എക്സാക്ട്ലി ദ നാനോപാർട്ടിക്കിൾ ഡെഫിനിഷൻ വാസ് ബേസ്ഡ് ഓൺ ദാറ്റ്. So അങ്ങനെ നാനോപാർട്ടിക്കിളാക്കി ആ നാനോപാർട്ടിക്കിളിൽ കൂടി ഒരു അഡ്ജുവൻ്റ് കിട്ടി. I'll come to that. So that is what was Novavax. And then, mRNA vaccines. Some people said the mRNA vaccine is like, okay, നമുക്കൊരു കമ്പ്യൂട്ടർ, വൈറസിൻ്റെ ഒരു കമ്പ്യൂട്ടർ ആക്കുകയാണെങ്കിൽ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, the DNA can be called as an operating system and the software അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ can be as an mRNA. അപ്പോൾ അവർ ചോദിച്ചു നമ്മൾ എന്തിനാണ് നോവാവാക്സിൻ പ്രോട്ടീൻ കൊടുത്തു, അല്ലെങ്കിൽ കോവാക്സിൻ മൊത്തം ബാക്ടീരിയ എടുത്തു, കോവിഷീൽഡ് അതിൻ്റെ ജനറ്റിക് ഘടന എടുത്തിട്ട് അതിനൊരു ചെറിയൊരു വേറൊരു വൈറൽ വെക്ടറിനെടുത്തു. അപ്പോൾ നോവാക്സിൻ കുറച്ചുകൂടെ പുറകോട്ട് പോയി. ഞങ്ങളെന്നാ ശരി പ്രോട്ടീൻ മാത്രം കൊടുത്തു, അവർ പ്രോട്ടീൻ മാത്രം കൊടുത്തു. അപ്പോൾ ഫൈസറും അല്ലെങ്കിൽ നമ്മുടെ സൈഡസ് കാഡിലേക്ക് വൺ മോർ സ്റ്റെപ്പ് ബാക്ക്. സൈഡസ് കാഡിൽ അവരൊരു DNA ബേസ്ഡ് വാക്സിൻ ഉണ്ടാക്കി. ഒരു DNA എടുത്ത് അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, പ്രോട്ടീൻ കൊടുക്കേണ്ട ആവശ്യമില്ല, DNA കൊടുത്താൽ പോരെ, DNA can convert into protein and protein can be formed. ഓക്കെ, അപ്പോൾ അടുത്ത ഫൈസറും അവർ പറഞ്ഞു എന്തിനാ DNA കൊടുക്കുന്നത്,
mRNA കൊടുത്താൽ പോരെ, അവർ കുറച്ചോ സ്റ്റെപ്പിലേക്ക് മാറി. ഓക്കെ, അവർ mRNA കൊടുത്തു. അപ്പം പല ഘടകങ്ങളെല്ലാം എവറിത്തിങ് ഇസ് വൺ മെസ്സേജ്, എല്ലാം ഒരേ മെസ്സേജ് തന്നെയാണ്, പക്ഷേ മെസ്സേജ് കൊടുക്കുന്ന മീഡിയേഷൻ മാത്രം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവർ Pfizer as well as Moderna gave an mRNA. mRNA will convert it into protein, make a protein, and protein will be present in a cell. ആ സെല്ലാണ് എന്നിട്ട് പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എങ്ങനെ പറയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഗേറ്റ് ചെല്ലുവാണെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യുക, ഐ ഡി കാർഡ് കാണിക്കാൻ പറയും. ഓക്കെ, പാസ്പോർട്ട് അല്ലെങ്കിൽ ഒരു പോട്ടെ, ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണെങ്കിൽ പോലീസ് ആദ്യം പറയും ഒരു ലേഖാചിത്രകാരനെ ഉപയോഗിക്കും. അയാൾ പറയും മുടി മുടിയുള്ള ആളായിരുന്നു, മീശയുള്ളവനായിരുന്നു, അല്ലെങ്കിൽ താടിയുള്ളവൻ, അങ്ങനെ വെച്ചൊരു രേഖാചിത്രം വരച്ചിട്ട് എല്ലാവരും അത് എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മളൊരു ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ പാത്തോജൻ, ഒരു കോവിഡ് വന്നാൽ വി വാണ്ട് ടു ഇൻഫോം അവർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയണം, യെസ് ദർ ഇസ് എ പാത്തോജൻ, ദർ ഇസ് എ ഡേഞ്ചർ കമ്മിങ്. ആ ഡേഞ്ചർ അത് എങ്ങനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് വാക്സിൻ. വാക്സിൻ ഈസ് എൻ കമ്മ്യൂണിക്കേഷൻ ടൂൾ ടു ഇമ്മ്യൂൺ സിസ്റ്റം. വി ആർ എഡ്യൂക്കേറ്റിംഗ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം ടു ആക്ട്. ആ എഡ്യൂക്കേഷൻ പല രീതിയിലാകാം. നല്ല മൂക്ക് നോക്കുന്ന ഒറ്റ കൊടുക്കാം, അതാണ് നമ്മൾ വലിയ മൊത്തം ബാക്ടീരിയ മൊത്തം കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് പഞ്ച്, സോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മറക്കാൻ പറ്റിയല്ല. ബട്ട് ദാറ്റ് ഓൾസോ ക്രിയേറ്റ്സ് ലോട്ട് ഓഫ് സൈഡ് എഫക്ട്സ്. വേറൊരു രീതി കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ രേഖാചിത്രം കൊടുക്കാം. അപ്പോൾ രേഖാചിത്രം കൊടുക്കുന്നതായിരിക്കും മേ ബി ലൈക്ക് mRNA, സോഫ്റ്റ് ആൻഡ് സ്ലോലി എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പം ഓരോ രീതി നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം. ആ ഒരു അപ്രോച്ചാണ് വാക്സിൻ. അപ്പം എവറിത്തിങ് ഇസ് അബൌട്ട് വൺ. വി ആർ ട്രൈങ് ടു ഡിസ്ക്രൈബ് ദ പാത്തോജൻ ടു ഇമ്മ്യൂൺ സിസ്റ്റം, എഡ്യൂക്കേറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ത്രൂ ഡിഫറെൻറ്റ് മീൻസ്, ആൻഡ് സോ ദാറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ക്യാൻ ടേക്ക് ദ റൈറ്റ് കൈൻഡ് ഓഫ് ആക്ഷൻസ്. അവിടെയാണ് അപ്പോൾ ഏത് രീതിയിലാണോ അതിനെ നമ്മളെ മെസ്സേജ് കൊടുക്കാൻ ഡിസൈഡ് ചെയ്യുന്നത്, ആ ഡിസിഷൻ അനുസരിച്ച് ഫോർമുലേഷൻ കോംപ്ലക്സിറ്റി ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ mRNA എന്ന് പറഞ്ഞാൽ mRNA ഇസ് വെരി നെഗറ്റീവ്ലി ചാർജ്. നമ്മളതിന് കൊടുക്കുന്ന സെൽ അതിനെ കില്ല് ചെയ്ത് കളയും, സെൽ മുഴുവൻ ലൈസ് ചെയ്ത് കളയും. സോ വി ഹാവ് ടു ദെൻ പാക്ക് ഇറ്റ് ഇൻ ടു എ നാനോ പാർട്ടിക്കിൾ. അപ്പോൾ അങ്ങനെ ഒരു LNP ലിപ്പിഡ് നാനോ പാർട്ടിക്കിൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ആൻഡ് ഹു മേഡ് ഇറ്റ്? ഫാർമസിസ്റ്റ് മേഡ് ഇറ്റ്. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ദെൻ ദ mRNA ഗോസ് ഇൻ ടു ദ സെൽ and it actually gets through the negative bilayer of the cell, gets out there, converted into protein, puts it on the cell surface, then immune system will see that. So അങ്ങനെ ഏത് രീതിയിലാണോ നമ്മൾ മെസ്സേജ് കൺവേ ചെയ്യുന്നത്, അതിനനുസരിച്ച് ഒരു പാക്കേജിംഗ് സിസ്റ്റം that pharmacist plays an important role in that. So അതാണ് different. I hope you got an idea about what is about a subunit vaccine and how it has been made, how it has been designed. And how a vaccine works. A very simple thing. എങ്ങനെയാണ് വാക്സിൻ വർക്ക്? ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, vaccine actually try to mimic what a virus is doing. ഒരു വൈറസ് സെല്ലിൽ ചെന്നിട്ട് സെല്ലിനകത്ത് കയറി അത് റിപ്ലിക്കേറ്റ് ചെയ്തു, അത് വീണ്ടും ബഡ് ചെയ്ത് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞൊരു വാക്സിനും നമുക്ക് എല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്ത് തമ്മിൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലുണ്ട്. ഈ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ, അത് വേർഡ് ഇംപ്ലൈസ് ദേ ആർ ദിസ് ഗേറ്റ് കീപ്പേഴ്സ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് എഡ്യൂക്കേറ്റഡ് നോട്ട് ടു ആക്ട്. പ്രവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പ്രതിപ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇവോൾവ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? വൈ? ബിക്കോസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട്സ് അറ്റ് റോങ് ഇൻസ്റ്റൻസസ്, ഇറ്റ് ലീഡ്സ് ടു ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്, അസ്തമ, SLS, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റസ്, SLE, അങ്ങനെ ഒരുപാട് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. ലോകത്തെ ഒരുപാട് അൺട്രീറ്റബിൾ ആയ അസുഖങ്ങളും, ഈവൻ എന്താ ഡയബറ്റിക് ടൈപ്പ് 1 ഓൾസോ ഇസ് ആൻ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്. ഓക്കെ, ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഓവർ ആക്ടിവിറ്റി കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പോയി എല്ലാവരെയും കൂടെ കണ്ണടച്ച് ആക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ കുട്ടിയായിരുന്നു നിങ്ങൾ വലുതിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾ ഏതൊക്കെ പാത്തോജനെയാണ്, ചില പറയുക അവന് നല്ല ഇമ്മ്യൂണിറ്റി എന്ന് പറയല്ലേ. അപ്പോൾ അതുണ്ടെങ്കിൽ ദ കൈൻഡ് ഓഫ് അവർ ഏത് രീതിയിലുള്ള എക്സ്പോഷറാണ് കിട്ടുന്നത് അവർ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ കെയർഫുൾ ആയിട്ട് നമുക്കതിനെ ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? There is a security in the immune system. That's not antigen presenting cell. They keep on surveilling. എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കും. അവർ മൂക്കിലും നമ്മുടെ സ്കിന്നടിയിലും വായിലും ബ്ലഡിലും എല്ലാം they keep on surveilling organisms, and they say, look, is it a pathogen or not? So first time when a pathogen comes, these antigen presenting cells known as macrophages, dendritic cells, these things അവരാണ് അതിനെടുത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ വാക്സിനെ ടാർഗറ്റ് ചെയ്യുന്നത്. We want to give a signal. We giving a vaccine, we want to give a signal that this is a danger, please act on that. അപ്പോൾ നമ്മളൊരു വൈറസ് മൊത്തം കൊടുക്കുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഓട്ടോമാറ്റിക് മനസ്സിലാവും ദിസ് ഇസ് എ ഡേഞ്ചർ ടു ആക്ട്. പക്ഷെ ഒരു വൈറസിന്റെ ചെറിയ കഷ്ണം എടുത്തു കൊടുത്താൽ, അപ്പോൾ ഒരു വലിയ ആന കണ്ട ആന എന്ന് പറയാൻ എല്ലാവർക്കും പറയാൻ പറ്റും അല്ലേ? ഒരു ആനയുടെ കണ്ണ് കണ്ട ആന എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആനയുടെ കണ്ണ് കൊടുത്തിട്ട് ആനയെന്ന് തോന്നിപ്പിക്കണം. അതാണ് വാക്സിൻ ഫോർമുലേഷൻ, ആൻഡ് ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, സോ വി ആസ് എ ഫാർമസിസ്റ്റ് വി ഡിഫൈൻ എ ഫോർമുലേഷൻ സോ ദാറ്റ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ഫീൽസ് ഇസ് എ ഡേഞ്ചർ. ആൻഡ് യു ഷുഡ് നോട്ട് ഓവർ റിയാക്ട്. അത് ഓവർ റിയാക്ട് ചെയ്താൽ ഇവിടെ എല്ലാം പാടുണ്ടാകും, ഒരുപാട് പ്രശ്നം ഉണ്ടാകും.
I can also share one example. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ഒരു വാക്സിൻ ഒരു ഡ്രഗിൻ്റെ ട്രയലിൽ 5 പേര് അത് ഇറ്റ് ഹാപ്പൻ ഇൻ UK. സോ അതൊരു ഒരു ആൻറ്റിബോഡി ആയിരുന്നു. അത് കൊടുത്ത് 5 പേരുടെ കാല് ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ റിയാക്ട് ചെയ്തിട്ട് കാൽ കംപ്ലീറ്റ് കരിഞ്ഞു പോയി ഒരു ലിംബ് മുഴുവൻ കരിഞ്ഞു പോയ സിറ്റുവേഷൻ. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം ക്യാൻ ബി സോ വിഗ്രസ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ ആക്ട് ചെയ്യുന്ന ഒരു ബാലൻസ് ഉണ്ടാണെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഹൗ യു. അതേസമയം വാക്സിൻ ഒരു ചലഞ്ച് കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഹാസ് ടു റെക്കഗ്നൈസ് ഇറ്റ്. ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ സെക്യൂരിറ്റി കാണണം. ഓക്കെ, ഇവനൊരു ഡേഞ്ചർ ആണെന്ന് കണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പ്രസന്റ് ചെയ്യുകയും ചെയ്യണം. ആ ഒരു ബാലൻസ് ആണ് ഒരു ഫോർമുലേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മളൊരു വൈറസിനെ പോലെ ഒരു പാർട്ടിക്കിൾ ആക്കിയിട്ടായിരിക്കാം, ഒരു ലൈപ്പോസോം ആക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അട്രാക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് വെച്ചിട്ടായിരിക്കാം. സോ മെനി ഫോർമുലേഷൻ ട്രിക്സ്. I'll share some of things. Okay, so that's how a vaccine is working. And we'll skip this. I'll skip all those things in the interest of time. And I'll just directly go into antibiotic resistance. That's my area of work. എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ഇന്ന് എല്ലാവരും ഒരുപാട് സംസാരിച്ചാവുന്നത് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പറഞ്ഞില്ല. ആൻറ്റിബയോട്ടിക്സിൻ്റെ മിസ്യൂസ് കൊണ്ടുണ്ടാകുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാവരും പറയാത്ത ഒരു കാര്യം ഞാൻ നമുക്കെല്ലാവരും നമുക്കുള്ള അവയവങ്ങൾ, ലിവർ ഒരു അവയവമാണ്, ഹൃദയം ഒരു അവയവമാണ്, അല്ലെങ്കിൽ തൊക്കൊരു അവയവമാണ്. പക്ഷെ നമ്മൾ ആരും അറിയാത്ത ഒരു അവയവം നമുക്കുണ്ട്. ഒത്തിരി പേര് പറയാത്തൊരു അവയവം, ഒരു പുതിയ കഴിഞ്ഞ മുമ്പത്തെ വർഷമാണ് അതിനെ ഒരു അവയവമായിട്ട് WHO അംഗീകരിച്ചത്. എന്താണ് ആ അവയവം? നമ്മൾ ജന്മമെടുക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ നമ്മൾ ജീവനാളിൽ കൂടെ ജനിച്ചു വരുമ്പോൾ നമ്മൾ അവിടുന്ന് ഒരുപാട് കുടിച്ച വരുന്നത്. ആ കുടിക്കുന്നതിന് കൂടുതൽ നമ്മൾ ഒരുപാട് ബാക്ടീരിയ കുടിക്കും. നമ്മുടെ എല്ലാ ശരീരത്തിനുള്ളിൽ മുഴുവൻ ഒരുപാട് മില്യൺസ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഓരോ മനുഷ്യനിലും ഏകദേശം 250 മില്യൺ ബാക്ടീരിയൽ ജീനുണ്ട്. ആ ബാക്ടീരിയ നമ്മുടെ വയറ്റിലെല്ലാം, നമ്മുടെ ഇവിടെ മൂക്ക് മുതൽ നമ്മുടെ റെക്ടസ് വരെയുള്ള ഈ മ്യൂക്കോസൽ സിസ്റ്റത്തിനെ നമ്മൾ വിരിച്ചു വെക്കുവാണെങ്കിൽ ഒരു ടെന്നീസ് കോർട്ടിന്റെ സൈസ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അത്രയും വലുതാണ്, അത്രയും സർഫസ് ഏരിയ ഉണ്ടെന്ന് പറയുന്നത്. അതിനകത്ത് മുഴുവൻ ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയകളെല്ലാം നമ്മുടെ സൗഹൃദ ബാക്ടീരിയകളാണ്. ആ ബാക്ടീരിയ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബാക്ടീരിയ ഇല്ലാതിരിക്കുമ്പോഴാണ് I advise you to read this book, Missing Microbes. ആ ബാക്ടീരിയ നിങ്ങൾക്ക് ഞാൻ ഷെയ്ക്കാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ച് ബാക്ടീരിയ തന്നു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബാക്ടീരിയ തന്നു. നിങ്ങൾക്ക് ഞാൻ ഒരു ചുംബനം നൽകുമ്പോൾ നിങ്ങൾ ഈ ബാക്ടീരിയ തന്നു, നിങ്ങൾ എനിക്ക് കുറച്ച് ബാക്ടീരിയ, നിങ്ങൾ ഞാൻ കെട്ടിപ്പിടിക്കുന്ന നമ്മളങ്ങനെ ഓരോ നിമിഷം ബാക്ടീരിയ. അത് ഞാൻ തമാശ പറഞ്ഞാൽ നമ്മളിപ്പോൾ നെതർലാൻഡിൽ ഞാനൊരു ആശുപത്രി ചെല്ലുമ്പോഴേ അവർ ചോദിക്കും, നീ ഇന്നലെ എവിടെ പോയത്? നീ പന്നി ഫാമിൽ പോയോ, കോഴി ഫാമിൽ പോയോ? കാരണം അവിടെയെല്ലാം പോകുമ്പോൾ അവിടുത്തെ ബാക്ടീരിയ ഞാൻ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അത് വളരെ അതൊരു പ്രൊഫൈലിംഗ് ഉണ്ട്. ദ പോയിന്റ് ഐ ആം ട്രൈങ് ടു സേ ദാറ്റ് വി ആർ നോട്ട് അലോൺ. ആരെങ്കിലും ഞാൻ തന്നെ മിടുക്കനാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്. നിങ്ങളായി നിലനിർത്തുന്നുണ്ട് നിങ്ങളുടെ സമൂഹമുണ്ട്, അതിനൊപ്പം തന്നെ നിങ്ങളൊപ്പം സഹവസിക്കുന്ന ഒരുപാട് ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയകളെയാണ് നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക്സിനെ മിസ്യൂസ് കൊണ്ട് കൊല്ലുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ഹെപ്പാറ്റോടോക്സിക് ഡ്രഗ്, ഇറ്റ് ഈസ് ലൈക്ക് നെഫ്രോടോക്സിക് ഡ്രഗ്. നിങ്ങളുടെ മൈക്രോബയോം, ദാറ്റ് കളക്ഷൻ ഓഫ് ബാക്ടീരിയ മൈക്രോബയോം, നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് അങ്ങനെ പോയി നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ കൊന്നുകളയുകയും അതിലൂടെ നമുക്ക് അങ്ങനെയാണ് ഒത്തിരി പേര് ഒബിസിറ്റി ഈസ് നൗ കണക്റ്റഡ് ടു ദാറ്റ്, ആസ്തമ ഈസ് കണക്റ്റഡ് ടു ദാറ്റ്, ഡയബറ്റീസ് 2 ഈസ് കണക്റ്റഡ് ടു ദാറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം നമ്മൾ ഒരുപാട് വി ഷുഡ് റെസ്ട്രിക്റ്റ് ആൻഡ് വി ഷുഡ് യൂസ് ഇറ്റ് ഓൺലി ഫോർ വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻറ്റൻഡഡ് ഫോർ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. പക്ഷേ അത് നമ്മുടെ കൈവിട്ട് പോയിരിക്കുന്നു. അങ്ങനെ കൈവിട്ട് പോയതുകൊണ്ട് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലെ എല്ലാ രാജ്യങ്ങളിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഹൈലി മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദാറ്റ് പ്രൊലോങ്സ് യുവർ ഹോസ്പിറ്റൽ സ്റ്റേ. അത് സെപ്റ്റിസിമിയാകാം, പിന്നീട് ബാക്ടീരിയമയാകാം, ദാറ്റ് ലീഡ്സ് ടു ഡെത്ത്. അപ്പോൾ അത് എസ്പെഷ്യലി എൽഡർലി പേഷ്യൻറ്റിൽ ഒരു 60 വയസ്സിൽ കൂടുതൽ സീരിയസ് ആവുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ തടയാം, അതിനെക്കുറിച്ചാണ് എൻ്റെ ഗവേഷണം. എങ്ങനെ തടയാം നമ്മുടെ ഉദ്ദേശം. നമ്മൾ വലിയ ടീമാണ്, മോൻ സാർ പറഞ്ഞ പോലെ വളരെ ഗ്ലോബലി വലിയ ടീമാണ്. ആ ടീമിൽ ഒരു അംഗമാണ് ഞാൻ. അതിലൊരു വേറൊരു ടീമിനെ നയിക്കുന്ന ഒരാളാണ്. വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് വി ആർ ട്രൈങ് ടു ഡെവലപ്പ് എ വാക്സിൻ and so that before you go to an elective surgery you can have a small shot so that you are protected from getting an infection in the hospital. That's as simple as that. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് I will try to explain, and how me as a pharmacist playing a role over there I will try to explain. That's the next few things. So basically എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് എന്ന് വിചാരിച്ചാൽ നാളെ ഫാർമസിസ്റ്റ് മരുന്ന് ആൻറ്റിബയോട്ടിക് കൊടുക്കാണ്ടിരുന്നാൽ ഇവിടുത്തെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കുറയാൻ പോകുന്നില്ല. കാരണം ആൻറ്റിബയോട്ടിക്സ് ആർ എവരിവെയർ. ഇറ്റ്സ് ഇൻ ദ മിൽക്ക് ബിക്കോസ് അവർ വെറ്റിനറി യൂസിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഈസ് നോട്ട് ഇമ്പോർട്ട്
കൊളിസ്റ്റിൻ വിച്ച് ഇസ് സംതിങ് ലൈക്ക് ടൺസ് ഓഫ് കൊളിസ്റ്റിൻ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ പൗൾട്രി, നമ്മുടെ ഇറച്ചികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മളത് ഓർക്കുന്നുണ്ടല്ല, നമ്മുടെ സെക്കൻഡ് ബീഫ് ഫാമിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആൻഡ് ഫുഡ് അനാലിസിസ് ആയിരുന്നു. അന്ന് ഫുഡ് അനാലിസിസ് നമ്മൾ ആൻറ്റിബയോട്ടിക് ടെസ്റ്റ് മിൽക്ക് ചെയ്യുന്നത് പഠിച്ച് ഓർക്കുന്നുണ്ടെന്ന് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു റിമെമ്പർ ദാറ്റ്. ഓക്കെ, അതെല്ലാം ഇതിനു വേണ്ടിയാണ് പഠിപ്പിച്ചത്. നമ്മൾ മിൽക്കും ഇറച്ചിയും എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിനകത്ത് എത്രാമത്തെ ആൻറ്റിബയോട്ടിക് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ അതിപ്രസരം ഉണ്ടായി നമ്മുടെ തന്നെയുള്ള ഓർഗനെ നമ്മൾ കില്ല് ചെയ്യുന്നത്. അതിനെക്കുറിച്ചെല്ലാം നിങ്ങളും കുറച്ച് അവബോധരാകണം. നിങ്ങൾ ഫാർമസിസ്റ്റ് നിങ്ങൾ യു ഷുഡ് ടോക്ക് അബൌട്ട് ദാറ്റ്. യു ഷുഡ് ബിക്കം ആൻ കൈൻഡ് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ് ഫോർ പ്രിവെന്റിങ് ഓർ റെഡ്യൂസിങ് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ നൗ ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ഒരു ബാക്ടീരിയ, ഒരു ചെറിയ ബാക്ടീരിയ ഇങ്ങനെ നമ്മളൊരു തലമുറ അടുത്ത തലമുറ ഉണ്ടാകണമെങ്കിൽ 10-30 വർഷം എടുക്കും. ഒരു 6 മിനിറ്റിൽ ബാക്ടീരിയ അടുത്ത തലമുറയാവും. ഓക്കെ, അപ്പം നമ്മളൊന്ന് എഴുന്നേൽക്കുമ്പോൾ ബാക്ടീരിയ 1 മില്യൺ ബാക്ടീരിയ കഴിയും. പക്ഷേ ഈ ഒരു തലമുറ മാറ്റത്തിലുള്ള ബാക്ടീരിയയിൽ നമ്മൾക്കുണ്ടാകുന്ന പോലെ നമ്മുടെ ജനിതക വിവരങ്ങൾ അവർ കോപ്പി ചെയ്യുമ്പോൾ when they copy their genetic material, always error happens and this error becomes a mutation. And mutation means he is a new bacteria. അപ്പോൾ he can, and often he can develop a resistance against the existing antibiotic. Then that become a clone. ആ റെസിസ്റ്റന്റ് ബാക്ടീരിയ become clone, which become very hard to treat. അങ്ങനെയാണ് ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് വെച്ച് ഒരാൾ ഇൻഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ക്ലോണിൽ അവിടെ ആ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ അത് വേൾഡ്ലി ട്രേസ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരേ ക്ലോൺ ആയിരിക്കും. ബിക്കോസ് ദേ ഗെറ്റ് ദ ഇൻഫെക്ഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ, വേൾഡിലെ റെസിസ്റ്റന്റ് ക്ലോൺസ് എവിടേക്കാണ്, ഓരോ ഹോസ്പിറ്റലിലും എന്താണ്. That's what I'm doing. We as a team we go to different parts of the world, we collect bacteria from the hospital, and then we do a genetic sequence and we learn which type is prevalent in which part of the world. Now, why vaccine can be an effective tool for antibacterial resistance? The reason is that ഒരു ഡ്രഗ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് ഒരൊറ്റ റിസപ്റ്ററിലാണ്. ആ റിസപ്റ്ററിനെ ക്ലിക്ക് ചെയ്താൽ ആ റിസപ്റ്ററിനെ മ്യൂട്ടേറ്റ് ചെയ്തിട്ട് ബാക്ടീരിയ can escape it. But when we are developing a vaccine is targeting multiple receptors or multiple targets within our body. So bacteria cannot afford, ബാക്ടീരിയക്ക് ഒരു ജീനെ മ്യൂട്ടേറ്റ് ചെയ്താലോ 2 ജീനെ മ്യൂട്ടേറ്റ് ചെയ്താലോ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് എക്സാമ്പിൾ. So I'll show you some examples. We are targeting some of the targets on the bacteria surface which actually involves 300 genes. അപ്പോൾ 300 ജീനിൽ നിന്ന് ബാക്ടീരിയയ്ക്ക് ഒരിക്കലും മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു വാക്സിൻ കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. That's also one of the reasons we believe that vaccines will work against AMR. And it's again how vaccines will reduce AMR. ഒരു വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ we believe that people will reduce the use of misuse or use of antibiotics in use പറയുമ്പോൾ bacterial resistance prevent ചെയ്യും. That's one of the reason. And the second reason is also, as I said, we target multiple receptors on the bacteria. That also helps us to do that. So അങ്ങനെ ഒരു effective antibiotic treatment plan vaccine ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ കോൺസെപ്റ്റ്. That's a concept that which we are working on. So what do I do in this world? As a scientist or as a person, what do I do in this thing? So what I do is that my speciality is that if you do a bacterial surface, I can look into what kind of molecules that bacteria express. Bacteria surface and the molecules on there, how many of them are there, what type of that, what structure is there. Basically, I try to use everything which I learned during B.Pharm, secondary B.Pharm, pharmaceutical chemistry, carbohydrate structure analysis, glucose, mannose, all those kind of things I try to use over there. Proteins, biochemistry, protein structure analysis, or amino acids, protein, I try to use all those kind of things. And then some natural products in the bacteria, then some DNA structure. So basically bacterial structure, bacteria എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ബാക്ടീരിയ കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്, and that's what my expertise is. So looking into bacterial cell surface and looking into how do a bacteria behave in different clinical settings. Now with this I'll just go to the last part, that's glycoconjugate vaccines. ഈ antimicrobial vaccines ഉണ്ടാക്കാൻ വേണ്ടി what kind of technology that we are taking a technology that we are focusing every bacteria or many of the bacteria are very slimy. ഭയങ്കര slimy ആയിട്ട് വളരെ jelly like ആണ്. അതിന് കാരണം ബാക്ടീരിയ ഹാസ് എ കോട്ടിങ് അറൗണ്ട് ഇറ്റ്. ഒരു വലിയ കോട്ടിംഗ് ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കേണ്ട വലിയൊരു കോട്ടിംഗ്, പഞ്ഞി പോലെ ഇങ്ങനെ കിടക്കും. ആൻഡ് ദിസ് കോട്ടിംഗ് ഈസ് ബിക്കോസ് ഓഫ് പോളിസാക്കറൈഡ്. അതായത് നമ്മൾ സ്റ്റാർച്ച് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വേറെ ബാക്ടീരിയ പ്രൊഡ്യൂസ് പോളിസാക്കറൈഡ്. വൈ ബാക്ടീരിയ is producing polysaccharide? When it produces polysaccharide, immune system it helps for immune evasion. Immune system will not react to that. It's an immune escape mechanism. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ തന്നെ ടാർഗറ്റ് തീരുമാനിച്ചു. ഓക്കെ, യെസ് ബാക്ടീരിയസ് എനിവേ ബാക്ടീരിയ. സോ ദ പ്രോബ്ലം ഇസ് ദാറ്റ്
or the opportunity is that it is evident, visible. It is bacteria പുറത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ അതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ബാക്ടീരിയക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. Okay, so that's a very obvious choice. But at the same time, the problem is that our immune system is evolved not to react to a polysaccharide. ഒരു പോളിസാക്കറൈഡിനെതിരെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയല്ല ഇമ്മ്യൂൺ സിസ്റ്റം. കാരണം all the immune system is evolved to react against proteins. ഒരു പ്രോട്ടീനും പോളിസാക്കറും തമ്മിൽ ഈ ഒരു അജഗജാന്തരം രണ്ട് സ്പെക്ട്രം ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനല്ല, ഇറ്റ് ഈസ് ലൈക്ക് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ആളോട് നാളെ പോയിട്ട് മാത്തമാറ്റിക്സിന്റെ പരീക്ഷ എഴുതാൻ പറയുന്ന പോലെയാണ്. ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് ലേൺ ഓർ ട്രെയിൻ ടു റിയാക്ട് അഗെയിൻസ്റ്റ് പ്രോട്ടീൻസ്, ബട്ട് the bacteria is smart. Bacteria says that all his protein is, he made a pot and of polysaccharide and he's hiding behind it. So now our immune system cannot act against it. So now we as a pharmacist, we as a scientist, we are training the immune system to act against this polysaccharide so that bacteria cannot escape. And that is what my research is all about. So looking into bacteria polysaccharide, studying its structure, tailoring methodologies so that immune system can react against polysaccharide and so that bacteria can be killed. And that's all about. So now why it looks very easy, right? It looks very easy. It's a very obvious target. Why many others are not doing? The reason is one of the reasons I said immune system is not trained for that. We need some specific techniques and methods to activate immune system or train immune system so that it can act against polysaccharide. And these all are not concepts. The concepts matralla. There are already 4 vaccines in the market based on this particular technology. Okay, നമ്മൾ ഈ പറയുന്ന ടെക്നോളജി വെച്ച് 4 വാക്സിൻസ് ഓൾറെഡി എൻ്റെ മോൾക്കെല്ലാം ആ വാക്സിൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ 2000 ശേഷം ജനിച്ച ആരെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. സോ ദിസ് വാക്സിൻ ഹാസ് ബീൻ ഇന്നല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് വൺ ഓഫ് ദിസ് vaccine ആണ് Prevenal anti-pneumococcal vaccine is based on a polysaccharide vaccine. So it's not a technology, it's not a concept. ഇതൊരു developing the concept അല്ല, ഇത് proven technology ആണ്. And that's also one other thing I would like to share. And now how we make it happen? എങ്ങനെയാണ് സംഭവിക്കുന്നത്? What is happening is that when നമ്മളൊരു polysaccharide കൊടുക്കുമ്പോൾ we need antibodies. Immune system has to generate antibodies. അപ്പോൾ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന സെല്ലിൻ്റെ പേരാണ് ബി സെൽ. ഓക്കെ, ബി സെൽസ് ഈസ് ദ സെൽസ് വിച്ച് ഇസ് ഇൻസൈഡ് ബാക്ടീരിയ, ഇൻസൈഡ് അവർ ഹ്യൂമൻ സിസ്റ്റം വിച്ച് ആക്ച്വലി പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. അപ്പോൾ ബി സെല്ല് മാത്രമാണ് വെൻ എ പോളിസാക്കറൈഡ് ബി സെൽസ് മാത്രമാണ് റിയാക്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് സം ആൻറ്റിബോഡീസ് ബട്ട് സെറ്റ് ഇൻഫീരിയർ ആൻറ്റിബോഡീസ്. സോ ഇറ്റ്സ് ലൈക്ക് വെൻ ഐ മെലോൺ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ അത്ര ബലവാനല്ല, എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയാം, പക്ഷേ ശരിക്കും അറിയണമെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ ഒരാൾ വേണം, എന്നോട് ഒരാൾ പറയണം. That's a T helper cell. Okay, T helper cell is a person who is educating me. If I'm a B cell, come on, do this, come on, do this, do this, do this. So if he is not there, I am good, I am a bit lousy. Basically, ചില പറയല്ലേ, ബോസ് ഉണ്ടെങ്കിൽ എന്നാൽ ജോലി ചെയ്യും, ബോസ് ഇല്ലെങ്കിൽ ഞാൻ കള്ളപ്പണി ചെയ്യുമെന്ന് പറയുന്ന പോലെയാണ്. Okay, the B cell is like that. B cell can do the work, but he definitely need the support of the T helper cell. So polysaccharides are T-independent cells. Polysaccharides activate B cells without the help of T cells. T cellസിന് സഹായമില്ലാതെ ഒറ്റയ്ക്ക് പണി ചെയ്യുന്നതുകൊണ്ട് that's an inefficient way of. അതുകൊണ്ടാണ് ബാക്ടീരിയ has produced out of polysaccharides, so it knows that immune system cannot produce an effective response against it. So we are now trying to escape this natural limitation cross ചെയ്യാനാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. What we are trying to do is that we'll take a polysaccharide, we want to make it look like a protein. So what we are doing, we are doing nothing else. We are chemically attaching a polysaccharide to a protein. So we call glycoconjugate. Glyco means carbohydrate, polysaccharide. Conjugate is a chemistry to a protein. So now the polysaccharide looks like a protein. And now immune system thinks, oh, this is a danger. So both B cell and T cell, that's what I'm showing over here. When polysaccharide is alone, only B cell is acting. When we make it with glycoconjugate, both B cell and T cell work together. അപ്പോൾ അവർക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സിമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. Then they work together, they become a very active, strong system, and they can produce a lot of antibodies, and that's what is the whole concept of glycoconjugate vaccines. And this can be made in multiple flavors, different flavors ഉണ്ടാക്കാം, different technologies ഉണ്ടാക്കാൻ വേണ്ടി. I'm going into detail, and that is what my specialization is about. Looking into bacterial polysaccharide, then converting this into glycoconjugate so that immune system can drive against that. That's the whole concept. So there are many ways of doing it. So we can also make chemically, the polysaccharide can be made synthetically. I don't go in detail over there. We can also make the bacteria. That's also genetic engineering methodology that we are using. We can actually genetically modify a bacteria, protein purification, protein expression platforms. So we can engineer it. We can put a protein in that. We can polysaccharide in that, and then we can ask the bacteria to put them together instead of me making. So usually in the classical way, this extreme right one,
We grow bacteria in the fermenter, purify the polysaccharide, chemically activate it, then we grow another bacteria, purify the polysaccharide, then put both of them together. So me as a chemist or a pharmacist, I'll do that in the lab. That's one way of doing it. That's extreme right one. And all the approved vaccines in the market is based on that technology. A human bringing two worlds together. But the second elegant way of doing is that the middle one, that's on the bioconjugation, it's the latest technology, where I don't do anything. I'm a lazy guy, I don't do anything. I do everything. I program the bacteria. I ask bacteria, come on, you produce polysaccharide, come on, you produce protein, come on, use it. I use an enzyme, and the enzyme will bring it together, then I purify the conjugate. That's also an elegant technology. That's the technology that I'm currently working on. So, glycoconjugates and that's also something where pharmacists can play a role. And then I know I don't need to tell you, in making a bacteria, in a vaccine, which vials, which presentation, do we need two vials presentation, or a vial with 2 layers, or which dose, which pH, which formulation, all those questions are very, very important, and pharmacists plays a very important role over there. And now with this, I will try to give you a few examples about, situations where pharmacists actually played an important role in, making a vaccine possible. So as I said, the modern concept of vaccination, which since everybody is now working on subunit vaccines. So we know that subunit vaccines, if you give it alone, immune system won't react to that. Basically, the security will say that, no, I don't recognize you. The immune system. So now as a pharmacist, we have to convert that into, so that security feels threatened. Artificial threatening or scaring we have to create the danger signal. And that is what is the whole concept of formulation. So the all modern vaccines will be a subunit vaccine where we have another 2 components. Together with the antigen, which is a bacterial component, we will add an immune potentiator, which is a kind of we call adjuvant, which is immune potentiator is a danger signal. They are also usually based on bacterial molecules. Okay, bacteria, so it's known as, there's something, a concept known as pathogen-associated molecular patterns. Apol, നമ്മുടെ immune system, അതിന് നോബൽ പ്രൈസ് കിട്ടിയതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ നമ്മുടെ immune system എങ്ങനെയാണ് ഈ ഡേഞ്ചറുകളെ സെൻസ് ചെയ്യുന്നതെങ്കിൽ ഈ ഡേഞ്ചർ സെൻസിങ് റിസെപ്റ്റേഴ്സ് ആൻഡ് ദെയർ ഓൺ സ്പാംസ്, അതിന് അവർ ഒരു പ്രത്യേക പാറ്റേണിൽ, പ്രത്യേക മോളിക്കുലർ പാറ്റേൺ, ഒരുപാട് മോളിക്കുൾ അടുത്തടുത്തിരിക്കുവാണെങ്കിൽ അത് ബാക്ടീരിയയിലാണല്ലോ, അത് മമ്മീലിയൻ സിസ്റ്റത്തിലില്ല, അല്ലെങ്കിൽ അത് വൈറസിലാണല്ലോ. അപ്പോൾ അങ്ങനെ ചില മോളിക്കുലർ പാറ്റേൺസ് ഉണ്ട്. ആ മോളിക്കുലർ പാറ്റേൺസ് മീൻസ് ഡേഞ്ചർ. സോ വി ഹാവ് ലേൺ ദാറ്റ്സ് എൻ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. അത് ലോകത്ത് പോസ്റ്റമസ്ലി നോബൽ പ്രൈസ്, അല്ലെങ്കിൽ ഒരാൾ മരിച്ചതിന് ശേഷം നോബൽ പ്രൈസ് കിട്ടിയത് സ്റ്റെയിൻമാൻ മാത്രമാണ്. അത് ഈ ഒരു പാംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതിനാണ്, അതിൽ പാത്തോജൻ അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതിനാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾസോ ഐഡിയ. സോ എങ്ങനെയാണ് മോളിക്കുലർ പാറ്റേൺസിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം recognize ചെയ്യുന്നത് scientifically നമുക്കറിയാം. So those molecules we take their immune potentiators, so we'll combine that with the antigen. Then another one is a delivery system. A delivery system, as I said, can be a nanoparticle, can be a microparticle, can be an emulsion. So also that's important. So a modern vaccine will be a combination of this thing. Combining, I firmly believe that only pharmacists can do. And that is a very, very unique area where we don't have competition from others. Okay, or antigen definition, ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാക്കാം. പക്ഷേ ഈ കോമ്പിനേഷൻ ഓഫ് ബ്രിങ്ങിങ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആൻഡ് മേക്കിംഗ് ദിസ് കോമ്പിനേഷൻ ഓഫ് ഫോർമുലേഷൻ ഇറ്റ്സ് ആക്ച്വലി എ വെരി സ്പെഷ്യാലിറ്റി ഓഫ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റ് ക്യാൻ പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ബിക്കോസ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും പല ഭാഗത്ത് പഠിക്കുന്നുണ്ട്. നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ വി ആർ ജാക്ക് ഓഫ് all trades, something like that, a master of nothing. അങ്ങനെ പറഞ്ഞു. ഓക്കെ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, മാസ്റ്റർ ഓഫ് നത്തിങ്. ഒന്നിനെക്കുറിച്ച് സ്പെഷ്യലൈസേഷൻ ഇല്ല. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് അറിയാവുന്ന ഒരാളെക്കുറിച്ചാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ആ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് പഠിക്കുന്നത് ഇതുപോലുള്ള കോംപ്ലക്സ് പ്രോജക്ട്സിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. That's another important message I would like to give you. So I'll give you a few examples and then I will close the story. So one of the example is Menafrivac. Menafrivac is a very interesting thing. You read about that. വളരെ ത്രില്ലിംഗ് ആയ സ്റ്റോറിയാണ്. അതായത് സഹാറയിൽ കീഴിലുള്ള അവിടെ മെനിഞ്ചോകോക്കസ് എ അല്ലെങ്കിൽ മെനിഞ്ചോകോക്കൽ ഇൻഫെക്ഷൻസ് എല്ലാ വർഷവും അങ്ങനെ മില്യൺസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരുപാട് പേര് മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ബിൽ ആൻഡ് ഗേറ്റ്സ് ഫൗണ്ടേഷൻ തീരുമാനിച്ചു അതിനെതിരെ വാക്സിൻ ഉണ്ടാക്കണം. ഓക്കെ, അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞു. പക്ഷേ വാക്സിൻ ഉണ്ടാക്കുമ്പോൾ $50 താഴെ ഇറക്കണം. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുമായി ചേർന്ന് നമ്മുടെ പാത്ത് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ചേർന്ന് അവർ മെനിഞ്ചോകോക്കൽ ക്യാപ്സുല പോളിസാക്കറിഡ് ബേസ്ഡ് വാക്സിൻ ഉണ്ടാക്കി. പക്ഷേ ആ വാക്സിൻ, അതുകൊണ്ടാണ് ഫാർമസിസ്റ്റ് റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ആ വാക്സിൻ ഹാസ് ടു ബി സബ് സഹാറയാണ്. അവിടെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റില്ല, അപ്പോൾ റൂം ടെമ്പറേച്ചർ വെക്കണം. സോ ദ എലഗൻസ്, അതാണ് ആ എലഗൻസ് കാണണം. ദേ മേഡ് എ 2 vial vaccine
One is a diluent, which is an alum adjuvant, which is ampule, and they lyophilize as a dry powder the vaccine, the polysaccharide vaccine. So it can be kept in normal temperature. അതിനെ sub-Saharan Africa വിൽക്കുന്ന പോലെ നമുക്ക് അവിടെ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. So at the vaccination site, the ampule broke ചെയ്തു adjuvant ആണ് mix with this and shoot. It's an elegant presentation, and that actually our tailor-made condition വേണ്ടി, and അതിൽ നിന്ന് you can read about that. ആ vaccine introduce ശേഷം അവിടെ meningococcal infections പൂർണ്ണമായും അവിടെ വേവ്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വേവ് പോലെ ഉണ്ട്, ആ വേവ്സ് മുഴുവൻ തടയാൻ പറ്റി. A great example where pharmacists play an important role. Another example is shingles, which is one of the recent chicken pox വന്നവർക്ക്, എസ്പെഷ്യലി എൽഡർലി പേഷ്യൻസിന് തിരിച്ചു വരുന്ന അസുഖമാണ് ഷിംഗിൾസ്. എനിക്കും വന്നിട്ടുണ്ട്, വളരെ പെയിൻഫുൾ ഒരു അസുഖമാണ്. സോ എനിക്ക് വന്നപ്പോൾ വാക്സിൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വാക്സിൻ ഉള്ളത്. വളരെ എഫക്റ്റീവ് വാക്സിനാണ്. ഈ വാക്സിൻ എഫക്റ്റീവ് ആണെങ്കിൽ, കാരണം എൽഡർലി പേഷ്യൻ്റ് ആണ്. എൽഡർലി പേഷ്യൻ്റെ കാര്യം എന്താണ്? ഇമ്മ്യൂൺ സെനസൻസ്. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, എല്ലാ സിസ്റ്റവും പയ്യെ പണി നടക്കുന്ന പോലെ ഇമ്മ്യൂൺ സിസ്റ്റവും പയ്യെ ഒന്ന് പണി നടക്കും. ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഡെത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മോഡുലേഷനുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വി നീഡ് സം എ സ്ട്രോങ് അഡ്ജുവൻ്റ് ആസ് വെൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർ 2 വയൽ, ഒരു വയൽ ലയോഫിലൈസ് ആൻറ്റിജൻസ് വിച്ച് ഇസ് എ വൈറൽ കമ്പോണൻറ്റ്, ആൻഡ് അതർ വൺ ഈസ് എൻ adjuvant. And this adjuvant is also a very interesting adjuvant. നിങ്ങൾ ഫാർമക്കോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാർമക്കോമിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒന്നാണ് ക്വാലിയ സാഫോണോറിയ. ക്വാലിയ സാഫോണോറിയ എന്ന് പറയുന്ന ഒരു സാഫോണിക് ഗ്ലൈക്കോസൈഡ്സ്. ഓക്കെ, ആ ട്രീയുടെ, അതിൽ ചിലിയൻ ബാർക്ക് ട്രീ എന്ന് പറയുന്ന ആ ട്രീയുടെ ബാർക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ് ഇവർ അഡ്ജുവൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അഡ്ജുവന്റിനെ ആൻഡ് ദേ ആക്ച്വലി കൺവേർട്ടഡ് ദാറ്റ് ഇൻടു, സോ ആഫ്റ്റർ എക്സ്ട്രാക്ഷൻ ദേ കൺവേർട്ടഡ് ദാറ്റ് ഇൻടു എ ലൈപ്പോസോം. It's again a formulation. They pack that into a liposome, and that is actually presented as a second vial. And that the same adjuvant or a similar adjuvant, which is based, that's known as QS21, that adjuvant from the Chilean bag is also used the latest Novavax COVID vaccine also. Our nanopod vaccine has been a same adjuvant used in this. Again, a reflection of what you learn in school. അതൊരു വളരെ മനോഹരമായ സ്റ്റഡിയാണ്. അത് ഇപ്പോഴാണ് ആ ട്രീ, എവിടെയാണ് ട്രീ വെക്കുന്നത്, എവിടെ കൊണ്ട് വെച്ചാലും ആ ട്രീക്ക് പറ്റില്ല. ആ ട്രീ എവിടെ വെക്കണം, ആ ട്രീ എപ്പോൾ വെക്കണം, ഏത് കാലഘട്ടത്ത് ഏത് ചെടി എവിടെ നിന്ന് അതിൻ്റെ ബാർക്ക് എടുക്കണം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. അതനുസരിച്ച് മാത്രമേ നമുക്ക് അതിനുള്ള ആ മെറ്റീരിയൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് വാട്ട് യു ലേൺ. നമ്മൾ സ്കൂളിൽ നമ്മൾ ബിഫാമിനോ അല്ലെങ്കിൽ എല്ലാം പഠിച്ചതിൻ്റെ എക്സാമ്പിൾ അതിൻ്റെ ആപ്ലിക്കേഷനാണ്. And apparently everybody is began this Chilean tree bark. അത് എല്ലാവരും അതിൻ്റെ പുറകെയാണ്. അതിനെ എങ്ങനെ വളർത്താം, ഇനി ബാർക്കിൽ നിന്നല്ലാതെ എങ്ങനെ ആ പ്ലാന്റിന് ഉണ്ടാക്കാൻ പറ്റും, അത് ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ്സ് എ വെരി ബിഗ് ഗ്ലോബൽ ബിസിനസ് നൗ. അത് ഇവോൾവ് ചെയ്യുന്ന വലിയ ഗ്ലോബൽ ബിസിനസ് ആണ്. കാരണം ബിക്കോസ് ദാറ്റ്സ് എ വെരി സ്ട്രോങ് അഡ്ജുവൻ ദാറ്റ് ഹെൽപ്സ് ഓൾ ഓഫ് us. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ്. Now another important thing, നമ്മളൊക്കെ ഡിസ്പെൻസിങ് അത് എമൽഷൻ ഉണ്ടാക്കും അല്ലേ? യു മേക്ക് ലോട്ട് ഓഫ് എമൽഷൻ ഉണ്ടാക്കി എമൽഷൻ ഉണ്ടാക്കാൻ പറ്റും, ബ്രേക്ക് ചെയ്ത് തോറ്റു പോകുന്നു, അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അനദർ ഗ്രേറ്റ് എക്സാമ്പിൾ, many of the vaccines in the clinic, especially the flu vaccines, it contains an emulsion. An example is MF15 and GLAC and AS03. ഈ റീസെൻ്റ് ആയിട്ട് കൊറിയയിൽ ലോഞ്ച് ചെയ്ത കോവിഡ് വാക്സിൻ്റെ, ടെർണോ പാർട്ടിക്കൽ വാക്സിൻ്റെ ഇറ്റ് വാസ് എമൽഷൻ. നമ്മൾ പഠിച്ച എമൽഷൻ, ആ എമൽഷൻ എങ്ങനെ ബ്രേക്ക് ചെയ്യും, എമൽഷൻ സ്റ്റെബിലിറ്റി, എമൽഷൻ പാർട്ടിക്കൽ സൈസ്, ഓൾ ദോസ് ആർ ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് വാക്സിനകത്ത് എമൽഷൻ അഡ്ജുവൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ another great example where how pharmacists plays an important role in enabling manufacturing of vaccine, development of vaccine, and discovery of vaccine. So that's all. With this, I'm going to stop, and it's my team. I'm really thank my team, which is there are a few more people. This is my team in Netherlands, and that's all. Thank you. I'm happy to answer any questions. Thank you, Anish. So now session is open for discussion. I expect some queries at least. And we are always hesitant. നമുക്കെപ്പോൾ സംശയം ചോദിക്കാൻ മടിയാണ്, അതെന്താണെന്ന് അറിയില്ല. ക്ലാസ്സിൽ അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോഴായാലും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കാറില്ല. So it's an open forum. See, I'm not an expert in his domain, honestly, because this is a specialized area. Yeah. But really, he could get me connected because he told it as a story. I was just going through a story and I was closely observing you. So, fantastic. So, I expect some queries. Really sorry. Now, let me come to you.
see, as you said, you're working on antimicrobial resistance. You want to prevent, you want to develop some vaccines, right? I don't want to go deep into it. So, down the lane in 50 years, can we expect a world without oral antibiotics? I think still antibiotics will stay, so we are not, no one is trying to replace antibiotics. I think the message is that we have plenty of antibiotics which are really effective, but we have undervalued it and we misused it, or we have been misusing it. So the idea is that we have to now bring a kind of a discipline over here and reduce the antibiotic resistance and preserve the existing antibiotics. So I don't think we'll get out, because they are really precious medicine, we cannot get out of this. They will still stay, but we will have better forms of antibiotics. So some of the antibiotics will be presented as combination medicines, combination not with another antibiotic, but combination with, for example, one of the technology which is coming is endolysis, which are enzymes which can work together with antibiotics. So people are developing those kind of things. Then people are developing antibiotic conjugates, basically target the antibiotics into a specific bacteria alone. Those kind of technologies are also coming. So we will have repurposed antibiotics, but I don't think we will have a world without antibiotics. But the vaccination will definitely avoid an epidemic of antibiotic resistance. So the now current situation is that there are a lot of stories, you can see a lot of inspiring stories where people, really lost hope because they end up in the hospital, have a serious bacteremia, and then they cannot be saved. And then, we assume that those kind of situations, going into that, delicate situation can be avoided, or death can be avoided. So if you get a vaccination, you will be protected. We are sure that before you go to the hospital, you will be protected. So currently vaccination is focusing on these high-risk populations, people who will go for elective surgery, people who may get hospitalized, people who are who have some other complications, those kind of things. That's the current focus. I think both the therapy, both the modalities will exist. That's what my assumption is. So, Sanjay, don't you think this kind of vaccine can bring some great change in third world countries where the hospitals are not so hygienic, or we don't have an operation theatre which has been 100% sterilized? Yeah, I think for us, irrespective of any part of the world, I think wherever bacteria, something which is also going to be, you should read together is that the whole scenario about climate change, which is imminent, which is in front of us. So that will also pop up a lot of new bugs, and bacteria is also going to be one of the things. So for entire globe, this is relevant. And this vaccination against multi-drug resistant bacteria is relevant for entire globe. And especially imminent for places where we don't have good medical practices, fully, completely sterilized hospital, all those kind of things. So for us, it's very relevant, but I think it's relevant for everybody. That's what my assumption, my decision. And one thing, we don't have much sophisticated laboratories in most of our colleges, and working on a vaccine project is a distant dream. And but again, somebody wants to work, who wants to get into this particular domain, and he wants to work out something at the postgraduate level as his project. Can you give some tip? That's why I brought everything into a story level. I didn't present it as a kind of a scientist presenting into a conference, because I fundamentally believe that with the facility that you have within your pharmacy college, you can do some extent. For example, making emulsion is possible everywhere, am I right? So as an example, if you work on an emulsion which is relevant for a vaccine, which can be made with the mortar and pestle. You can make a mortar and pestle, or you can make use and make 2 syringes. In my lab also, when I make researchable material, I make use in 2 syringes. I don't use sophisticated methods. And then after making emulsion, I check in the microscope. So then I make use normal microscopic based counts as well. Sometimes I use some colors. So there are facilities which exist that you can use. Of course, having advanced technologies helps. Another thing, making an liposome also doesn't need anything. We need a small extruder which comes with 400 euros, and 400 euros converts into now 32,000 Indian rupees. So buying an extruder is not very costly. So we can make emulsions, and many of the adjuvants which I mentioned we can buy commercially. For example, if you want to buy
squalene emulsion, it you costs €100 or $100. I mean, you can get it. So there are, if you deep dive into this, I'm not saying you may not be able to do things at the level I am doing at Johnson & Johnson, that's also not expected. But at the college level, there are things which you can do with the minimal facilities, and you can still contribute. You can still contribute and bring publications which will be read by people, which people will appreciate. I'm 100% sure about that. Great. So, as we don't have any queries from the audience, I think it's, finally. Hello. Thank you, Dr. Anish and Dr. Sharath. Actually, ഒരു സയൻറ്റിഫിക് സെഷൻ പോലെ തോന്നിയില്ല, ഒരു സാറ് ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ തോന്നിയില്ല. വളരെ സന്തോഷം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഇത്രയും നീണ്ട NRI ലൈഫിന് ശേഷം ഒരു ടീച്ചറിൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെയും ആ ഒരു എന്തൂസിയാസവും സ്പാർക്കും അനീഷ് സാർ എപ്പോഴും കീപ്പ് ചെയ്യുന്നു കാണുന്നതിൽ വളരെ സന്തോഷം. അനീഷ് സാർ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റെങ്കിലും ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഇന്നത്തെ ഈ സെഷൻ്റെ വിജയം. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാക്സിൻസ് ആസ് while starting the session you have mentioned about herd immunity, but is there a possibility to individualize the vaccine? A possibility to individualize? Yeah, this is a good question, very smart question. The first question is, do we need to individualize? I mean, I was working on a project, a multi-million euro-based pan-European project on this concept. So we are trying to collaborate with a big academic group on this concept. Okay, do we need to, can we make an individualized vaccine? Because now everything is today morning you heard, everything is going precision medicine, personalized therapy. So why not vaccine also get individualized? That's a very interesting question. So, but the first question that we asked was, do we really need, what is called? Who would like to have an individualized, personalized vaccine? We couldn't answer that question clearly. Now, we have now methodologies and means to individualize vaccine. For example, I can study him and say what kind of dose would be good for him. I can study me and all of you, and we can make that technology exists now. But it's so costly, and traditionally the vaccine is not based on humongous profits. Vaccine market is based on bringing more value. So, for example, under 50, it should be under 50 cents. That was the definition by Melinda Gates Foundation. So, all the vaccines are for a universal use application. So, to bring that into a customized, specialized one, a lot of resource involved over there, a lot of studies and cost involved there. Do we really get benefited out of that? But in the case of medicines, I can understand, because there's narrow therapeutic indices over there. If you cross a therapeutic index, it can create a lot of other issues. So there, personalization has a lot of value. In the case of vaccine, it is still not sure. The same technology that we use for the personalization or the customization for the patient in medicine can be used for vaccine also. So that's why we don't, now there's no real scope for that, we don't try for that. But instead we do something else. That's very interesting. But currently, as Monsis has said, currently the readouts are pan. We don't have an individualized readout. Once we do a clinical trial, the readout for either X, Y or Z is almost same. The clinical endpoint is same. But we now know that the way you react to vaccine is different. So can we have a customized clinical readout so that the efficacy can be measured? So you may be giving a very high immunogenicity, I may not. But that doesn't mean that the vaccine is ineffective, because probably I don't need that. So that is an area where individualization is happening. We are looking into that, but not in tailor-making or in customizing a vaccine for every individual. I hope I answered. Thank you. So, you made a fantastic presentation. I should say it's a storytelling, as I said. Really fantastic. And when Rajiv sir communicated to Anish and he wanted him to come here and deliver the talk so that at least one person should get inspired and take his path. But I wish by today's session, complete session, it is not just one person. Maybe we need more Anish and more Monsi
so that we will be really proud. Okay, so thank you and God bless. Thank you. Thank you, sir. It was a fascinating and influential session. Now, on this auspicious occasion, as a token of appreciation, I would like to welcome Sri Raji VR, Registrar, Kerala State Pharmacy Council, to hand over the Certificate of Excellence to Dr. Anish Chakunkal. Sir, please. Thank you, sir. Now, there is an announcement. Preferably, one faculty representative from each college are requested to collect the certificates from the registration desk. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तब शुभ आशीष मांगे गाहे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे